Hello examiner family. എക്സാമിനറിന്റെ എല്ലാ CBSE സ്റ്റുഡൻസും ഇവിടെ ഫയർ ഇമോജി നിറച്ചിരിക്കും അല്ലേ? ഫുൾ തെറ്റില്ലേ? നിറച്ചിരിക്കുകൊണ്ട് അല്ലേ? അപ്പം ഒരു സംശയമില്ല, നമ്മൾ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ വെച്ച് മാത്രം നമുക്ക് എന്താണ് A1 ഉറപ്പിക്കാൻ പറ്റും. എങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ പരീക്ഷയിൽ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്ന പല ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ചെയ്യും. അതായത് ബേസിക്കലി ഇന്നത്തെ ഈ സെഷനും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന 2 സെഷൻസും നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നാളത്തെ ഫിസിക്സ് എക്സാം ഫിസിക്സ് എക്സാമിന് നിങ്ങൾ 100% A1 വാങ്ങിച്ചിരിക്കും. പിന്നെ ബാക്കിയുള്ള കെമിസ്ട്രീനും ബയോളജിന്റെ കാര്യം ഞാൻ പറയണ്ട, അതിനുവേണ്ടി ഓൾറെഡി നമ്മൾ ക്ലാസ് കഴിഞ്ഞു അല്ലേ? ഇന്നത്തെ ബയോളജി ലൈവിലും അതേപോലെ കെമിസ്ട്രി ലൈവിലും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി എന്താണ് ബയോളജിയിലും കെമിസ്ട്രിയിലും നിങ്ങൾ A1 വാങ്ങിച്ചു. അതായത് ബേസിക്കലി സയൻസ് എക്സാം നാളെ നടക്കുമെന്നാണ്. അതിൽ ഫിസിക്സ് കമ്പോണന്റ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എങ്ങനെ ചോദ്യം വന്നാലും ഏത് ഭാഗത്തും ചോദ്യം വന്നാലും എല്ലാവരും ഉത്തരം കൊടുക്കാൻ റെഡി ആണെന്ന് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നിങ്ങൾ ഇവിടെ വന്ന് ഇരിക്കുന്നത് തന്നെ എന്താണ്, നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് മോട്ടിവേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാണ്, നമ്മൾ ഈ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയിൽ ഏറ്റവും അധികം വരാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രോബബിലിറ്റി കൂടിയ ചോദ്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, നാളെ പരീക്ഷയിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നാളെ പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ഇവിടെ നമ്മൾ എടുത്തും കൂടി സോൾവ് ചെയ്യും. ഓക്കെ, ഒന്ന് എന്റെ കൂടെ നിങ്ങളൊരു 2-2.5 മണിക്കൂർ ഗ്യാരണ്ടി, അതിൽ കൂടുതൽ എടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഉറങ്ങാൻ പോകണമെന്ന് എനിക്കറിയാം. ഒരു 2.5 hours നിങ്ങൾ ഇവിടെ ഈ ലൈവിൽ പങ്കെടുത്താൽ 100% ഞാൻ ഗ്യാരണ്ടി ആണ് നാളത്തെ പരീക്ഷ നിങ്ങൾ A1 വാങ്ങുള്ളൂ. ഓക്കെ, ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് A1 വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ്, ആർക്കും നിങ്ങളെ കൊണ്ട് A1 വാങ്ങിത്തരാൻ പറ്റില്ല. ഇത് ഡീമോട്ടിവേഷൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നിങ്ങൾ A1 വാങ്ങാൻ വേണ്ടി അല്ലെ A1 നേടിയെടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ലൈവോടെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എങ്കിലും നമ്മൾ എന്താണ് ചിലവർക്ക് എന്താണ് മാത്സിന്റെ എക്സാമിന്റെ മുൻപ് അലൻ സാർ വന്ന് രാവിലെ ഒരു കോൺഫിഡൻസ് വന്നപ്പോഴും ഇംഗ്ലീഷ് എക്സാമിന്റെ രാവിലെയും അലൻ സാറോ ലെക്സ് സാറും വന്നപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു സുഖം തോന്നിയില്ലേ അല്ലെ? പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ എക്സാമിന്റെ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉള്ള പോലെയൊക്കെ തോന്നിയ കുറെ പേര് കമന്റ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ കമന്റ്സിൽ കൊടുത്തതാണ്. അപ്പൊ അതുപോലെ തന്നെ നാളെയും ഞങ്ങൾ വീണ്ടും ഉണ്ടാവും നിങ്ങളുടെ കൂടെ രാവിലെ 6:30. അപ്പൊ 6:30 എല്ലാവരും വരിക. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പെട്ടെന്ന് റിവൈസ് ചെയ്യും. ഏറ്റവും പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യും, പഠിക്കില്ല, റിവൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ 6:30 ലൈവ് മുതൽ 6:30 മുതൽ ഒരു 7:15 വരെ എടുക്കുന്നുണ്ടാവുള്ളൂ. 45 മിനിറ്റ്സ് ലൈവ് ആയിരിക്കും. ആ 45 മിനിറ്റ്സ് ലൈവും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 1 ഷോട്ട് ഒക്കെ എന്താണ് ബൂസ്റ്റർ ഡോസ് ഓഫ് കോൺഫിഡൻസും കൂടി കിട്ടും അല്ലേ? ആ കോൺഫിഡൻസും ആ ഒരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറെ ഇനി ഡയലോഗ് ഒന്നും അടിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഇവിടെ ഫിസിക്സിന്റെ അല്ലെ സയൻസിന്റെ ഫിസിക്സ് പാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും ഫിസിക്സിൽ A1 ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വൈകിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 2 ചാപ്റ്ററാണ് നമുക്ക് ഫിസിക്സ് പഠിക്കാനുള്ളത്. ഒന്ന് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററും 2 മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ രണ്ടൊന്നും പ്രീവിയസ് ഇയറിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, അതുപോലെ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള പ്രീവിയസ് ഇയറിൽ വന്നിട്ടില്ല എന്നിട്ടും പരീക്ഷയിൽ വരാൻ വളരെയധികം സാധ്യതയുണ്ട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് ചെയ്യും. അതായത് ബേസിക്കലി നാളത്തെ പരീക്ഷയിൽ കാണാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യും. ശ്രദ്ധിച്ചിരിക്കുക മാത്രമല്ല, നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ആൾക്കാരല്ല. നാളത്തെ ഈ സയൻസ് എക്സാം കഴിയുന്നതോടെ നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ സയൻസ് കഴിഞ്ഞു. അതായത് ഇനി നിങ്ങൾ 10th സയൻസിലെ സ്റ്റുഡന്റ് അല്ല, നിങ്ങൾ ഇനി +1 സയൻസ് എടുക്കാൻ പോവാണെ. +1 സ്റ്റുഡൻസ് ആയി അല്ലേ? എഫക്റ്റീവ്ലി സയൻസിന്റെ കേസിലും പിന്നെ സോഷ്യലും പിന്നെ കോമഡി പരീക്ഷകളൊക്കെ ഉള്ളൂ. സീരിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ ഓൾറെഡി +1 സ്റ്റുഡൻസ് ആയി. അതായത് ബേസിക്കലി നമ്മൾ ഇവിടെ 10ാം ക്ലാസ്സിലെ സയൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഫിസിക്സ് പഠിക്കാൻ പോവല്ല, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 1 ലാസ്റ്റ് റിവിഷൻ. നാളത്തെ പരീക്ഷയ്ക്ക് മുൻപ് നമ്മൾ ഒരു ലാസ്റ്റ് റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എങ്കിലും എന്താണ്, നമ്മൾ ഒരുമിച്ച് എന്താണ് ഒന്ന് റിവൈസ് ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ഞാൻ ഇവിടെ നിന്നിട്ട് ബള എന്ന് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാനല്ല പോകുന്നത്. ഞാൻ ചോദ്യം ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം എനിക്ക് തരാനാണ് പോകുന്നത്. ഉത്തരം നിങ്ങൾക്ക് തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നതാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത്രയേ ഉള്ളൂ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം ലൈവ് ചാറ്റ് ഓരോ ചോദ്യങ്ങളും വരുമ്പോൾ എന്താണ്, ലൈവ് ചാറ്റ് നിറയണം. എന്ത് വെച്ചിട്ട് ഇപ്പൊ തീയും ഒക്കെ വെച്ചിട്ട് നിറയുന്നത്, പക്ഷെ ഇനി ആൻസേഴ്സ് വെച്ച് നിറയട്ടെ. അപ്പൊ ആ ആൻസേഴ്സ് വെച്ച് നിറയും എന്ന് എല്ലാവരും എന്താണ് എനിക്കൊരു പ്രോമിസ് തരണം. കാരണം ഞാൻ അങ്ങോട്ട് തിരിച്ചൊരു പ്രോമിസ് തരാൻ പോവാണ്. ഇന്ന് നിങ്ങൾ ഈ ലൈവ് ചാറ്റ് നിറച്ചും ആൻസേഴ്സ് ആക്കുകയാണെങ്കിൽ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് അതേ ആൻസേഴ്സ് എന്താണ് നല്ല ഭംഗിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ബൈ ദ വേ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ചാനൽ 40K ക്രോസ് ചെയ്തിരിക്കുകയാണ്.
ഹോപ്പ്ഫുള്ളി പരീക്ഷ കഴിയുമ്പോഴത്തേക്കും സോഷ്യൽ സയൻസും ബാക്കിയുള്ള എക്സാമും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് 50K അടിക്കും. അത് നിങ്ങളുടെ കൈകളിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ ലൈവ് ചാറ്റ് നിറച്ച് ആൻസർ വേണം. നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ഒരു റൗണ്ട് ഓഫ് സ്മൈലീസ് എന്ത് ചെയ്യുക, ലൈവ് ചാറ്റ് നിറയ്ക്കുക. അതോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. CBSE 2019 സ്റ്റേറ്റ് ഓംസ് ലോ. ഓംസ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും സ്റ്റേറ്റ് ചെയ്തോളൂ. ഇത്രയേ ഉള്ളൂ. വോൾട്ടേജ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിയാൽ എന്ത് കൂടും, കറണ്ട് കൂടും അല്ലേ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് across the conductor is directly proportional to the current in the conductor. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ എഴുതി വെക്കാം. അത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. ഇതാണ് ഓംസ് ലോ. ഓംസ് ലോയിൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താണ്, ഇവിടെയുള്ള കിട്ടുന്ന കോൺസ്റ്റന്റ് എന്താണ്, അതിനെ നമ്മൾ R എന്ന് വിളിക്കും. R ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഓരോന്നിന്റെ യൂണിറ്റ് പഠിച്ചു വെച്ചോ. വോൾട്ടേജിന്റെ വോൾട്ട്, കറണ്ടിന്റെ ആംപിയർ, റെസിസ്റ്റൻസിന്റെ എന്താണ് ഓം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഓംസ് ലോ എന്താണെന്ന് ചോദിച്ചാൽ വോൾട്ടേജസ് അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് എ കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി current inside the conductor. ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് സർ, മുന്നോട്ട് പോവാം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കിക്കേ. CBSE 2016 question. An electric iron draws 2.2 ampere. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ സൈഡിൽ വേഗം എഴുതി വെക്കുക. 2.2 ആംപിയേഴ്സ് ആണ് കറണ്ട് ഫ്രം ഇതെന്താണ് 220 വോൾട്ട് അല്ലേ. സി വോൾട്ട് എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റ് ആണ്, വോൾട്ടേജ് ആണ്. അപ്പൊ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എനിക്കറിയാം 220 വോൾട്ട് ആണ്. സൈഡിൽ വേഗം എഴുതി വെക്കുക. ഫൈൻഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ആൻഡ് വോൾട്ടേജ്. ഫസ്റ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. പറഞ്ഞു എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് എല്ലാവരും അറിയാം. V is equal to IR ആണെങ്കിൽ ഫസ്റ്റ് നോക്കിക്കേ, V is equal to IR ആണെങ്കിൽ R is equal to എന്തായിരിക്കും, റെസിസ്റ്റൻസ് is equal to V by I അല്ലേ. ഓക്കെ, ശരി സർ. V എത്രയാണെന്ന് നമുക്കറിയാം, 220 ആണെന്ന് നമുക്കറിയാം. I എത്രയാണെന്ന് നമുക്കറിയാം, 2.2 ആണെന്ന് നമുക്കറിയാം. ഇതെങ്ങനെയാ ചെയ്യാം, ഇത് കുറെ രീതിയിൽ ചെയ്യാം. ഏറ്റവും സിമ്പിൾ, മുകളിലും താഴെയും ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിൽ 2200 വരും, 2200 വരും. താഴെ എന്താണ് 22 വരും. ഇനി നിങ്ങൾ എന്താ ചെയ്യാ, ഈ 22 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതും കട്ട് ചെയ്ത് 1 വരും. 100 ആണ് റെസിസ്റ്റൻസ് അഥവാ 100 ഓംസ് ആണ് റെസിസ്റ്റൻസ്. എല്ലാവർക്കും 100 കിട്ടിയോ, 100 കിട്ടിയോ? ഇത്രയുള്ള സംഭവം. രണ്ടാമത്തെ പാർട്ട് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വോൾട്ടേജ് ആണ്. വാട്ട് ഡസ് വോൾട്ടേജ് മീൻ, ബേസിക്കലി പവർ. ഓക്കെ, അതെങ്ങനെ മനസ്സിലാവുക സർ, സി പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. അപ്പൊ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ ആണ്. വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. അപ്പൊ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. അതുപോലെ തന്നെ പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ത് തന്നെയാണ്, പവർ തന്നെയാണ്. ആ ഒരു ഐഡിയ തലേ കയറ്റുക കേട്ടോ. അപ്പൊ വോൾട്ടേജ്, പവർ. അപ്പൊ പവർ കണ്ടുപിടിക്കുക എങ്ങനെയാ, സി വോൾട്ടേജും കറണ്ട് എന്നുണ്ടെങ്കിൽ പവറിന് ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ ആണ്. പവറിന് 3 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് I²R, 2 V²/R, മൂന്നാമത്തെ ഇക്വേഷൻ IV അഥവാ VI. ഓക്കെ, ഇതിൽ വോൾട്ടേജും കറണ്ടും തന്നുകൊണ്ട് നമ്മൾ ഏത് ചൂസ് ചെയ്യും, നമ്മൾ ധൈര്യമായിട്ട് വോൾട്ടേജും കറണ്ടും ഉള്ള ഇക്വേഷൻ ചൂസ് ചെയ്യും, which is power is equal to VI. അങ്ങനെയാണ് power is equal to VI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചേ. power is equal to V എത്രയാണ്, 220 into I എത്രയാണ്, 2.2. ഓക്കെ, 2.2. ഇത് കുറെ രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഈ സീറോനെ നിങ്ങൾ അവിടേക്ക് ഡൊണേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 22 ഇൻറ്റു അവിടെ സീറോനെ ഡൊണേറ്റ് ചെയ്താൽ ടുഷു എന്ന് കിട്ടും അല്ലെ. 22 അല്ലെ, സീറോനല്ലേ ഒരു 10നെ ഡൊണേറ്റ് ചെയ്യുന്നില്ല. 22 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 2.2 വരും അല്ല. 22 ഇൻറ്റു 10 ഇൻറ്റു 2.2 10 അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ 22 ആ 2.2 22 ഇൻറ്റു 22 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സർ 484 ആണ് അല്ലെ. അത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളാം. 484 എന്താണ്, പവർ ആണ്. വാട്ട് ഈസ് SI യൂണിറ്റ് ഓഫ് പവർ, വാട്ട് ആണ്. സോ 484 വാട്ട്സ് ആയിരിക്കും ഫൈനൽ ആൻസർ. അപ്പൊ ഈ ഫൈനൽ ആൻസർ എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ സർ ലൈവ് ചാറ്റിൽ മൊത്തം എന്ത് ചെയ്യാ, ഒരു തംസ് അപ്പ് ഇടാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇനി നമുക്ക് സമയം സംസാരിച്ച് കളയാൻ സമയമില്ല. മാക്സിമം ചോദ്യങ്ങൾ ചെയ്താൽ മാക്സിമം നിങ്ങൾക്ക് എന്താണ് പരീക്ഷയിൽ ചോദ്യം നിങ്ങൾ ചെയ്ത് തന്നെ വരും. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾക്ക് എന്താണ് ആൻസർ ചെയ്യാനുള്ള ചാൻസ് കൂടും. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക ചോദ്യങ്ങളൊക്കെ. ഓക്കെ, ഇൻ ദി അബവ് സർക്യൂട്ട് ഇഫ് ദി കറണ്ട് റീഡിംഗ് ഇൻ ദി അമ്മീറ്റർ. ഓക്കെ, അമ്മീറ്റർ ഇതാണ്. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുക, കറണ്ടിന്റെ വാല്യൂ അല്ലെ, കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയുള്ള മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ് അമ്മീറ്റർ. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. വാല്യൂ കിട്ടില്ല, കറണ്ടിന്റെ വാല്യൂ കിട്ടില്ല, എത്ര ആംപിയർ ആണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. ഗാൽവനോമീറ്റർ എന്തെന്ന് പറഞ്ഞിട്ടുള്ളൂ, കറണ്ടിന്റെ പ്രസൻസ്, അതിന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ് ഗാൽവനോമീറ്റർ പറഞ്ഞു അല്ലേ. ഓക്കെ, എനിവേ റീഡിംഗ് ഇൻ ദി അമ്മീറ്റർ ഇസ് 2 ആംപിയർ. What would be the value of resistance R1? R1 ന്റെ വാല്യൂ എല്ലാവർക്കും വേഗം പറയാൻ പറ്റുമോ?
പറയാൻ പറ്റുമോ? 30 എന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെയാ ചെയ്യാ? സി ഇവിടെ ആലോചിച്ച് നോക്കി, ഈ അമ്മീറ്ററിലെ കറണ്ട് ആണ് എന്ത്? 2 ആംപിയർ. അതായത് സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എത്രയാണ് പറ? സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എത്രയായിരിക്കും പറ? ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എത്രയായിരിക്കും? 2 ആംപിയർ. ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് എത്രയാണ്? 2 ആംപിയർ അല്ലേ? അപ്പൊ സർക്യൂട്ടിലെ കറണ്ട്, ടോട്ടൽ കറണ്ട് അറിയാം, സർക്യൂട്ടിലെ വോൾട്ടേജ് അറിയെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം? സർക്യൂട്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാ സാർ കണ്ടുപിടിക്കുക? ഇവിടെ V = IR ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ശരി, അങ്ങനെയാണ് R = എന്തായിരിക്കും? V by ആയിരിക്കും. ഓക്കെ, V എത്രയാണെന്ന് കിട്ടി? 30 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ശരി, ഡിവൈഡ് ബൈ I എത്രയാണ്? 30 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് വരുന്ന കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ്. ഓക്കെ, ശരി. അപ്പൊ 30/2 എന്ന് പറഞ്ഞാൽ 15 ആണ്. ഈ 15 ഓംസ് എന്ന് പറഞ്ഞാൽ ഇതിൽ 15 ഒന്നും ഇല്ല. അപ്പൊ ആരാണ് സാർ 15? ഇവിടെ ഈ സർക്യൂട്ടിന്റെ എഫക്റ്റീവ് R എഫക്റ്റീവ് ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഈ എല്ലാ റെസിസ്റ്റേഴ്സും കൂടെ എഫക്റ്റീവ്ലി നിങ്ങൾ എടുത്താൽ എത്രയായിരിക്കും? അല്ലെ, എല്ലാത്തിന്റെ എഫക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും കിട്ടുക? 15 ഓംസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ആൻസർ എന്തല്ല? ആൻസർ 15 ആണോ? ആൻസർ 15 അല്ലേ. ഇവർ ചോദിച്ചിരിക്കുന്ന R1 എത്രയാണ്, അപ്പുറത്ത് R1 എത്രയാണ്. അപ്പൊ സി, ഇത് കുറെ റെസിസ്റ്റേഴ്സ് ഉള്ള സമയത്ത് നിങ്ങൾ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 15 ആണെന്ന് തന്നാൽ നിങ്ങൾ R1 കണ്ടുപിടിക്കുക. എന്താ? നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ R1 കണ്ടുപിടിക്കുക, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ഫോർമുലയിലേക്ക് ഉപയോഗിച്ച് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് ഇതിനോട് ഇക്വേറ്റ് ചെയ്താൽ പരിപാടി സോൾവ്. ഓക്കെ, അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, കുറച്ചൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണല്ലോ ഇത്. നിങ്ങൾ പറഞ്ഞു തന്നെ, ഇവര് തമ്മിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? ഈ 10 ഓമും 10 ഓമും നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ, രണ്ടുപേരും പാരലൽ ആണല്ലോ. അപ്പൊ പാരലലിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്താന്ന് പറഞ്ഞേ? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞ ഫോർമുല ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട് സാർ. അപ്പൊ R1 ഉം 10 ഓംസും പാരലൽ ആണ്. അവർ തമ്മിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും പറഞ്ഞേ? ഒന്ന് R1 ആണ്, അല്ല ഒന്ന് 10 ആണ്, മറ്റേത് R1 ആണ്. സോ 10 into R1 അല്ലേ? 10 into R1 ഡിവൈഡ് ബൈ 10 plus R1 അല്ലേ വരാ? ശരി സർ, 10 plus R1. ഇത് മനസ്സിലായി. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടെ എനിക്ക് റിപ്ലേസ് ചെയ്യാം ഒരു സിംഗിൾ റെസിസ്റ്റൻസ് വെച്ചിട്ട്. ശരിയല്ലേ? സിംഗിൾ റെസിസ്റ്റൻസ് റിപ്ലേസ് ചെയ്തൂടെ? ഇവരെ രണ്ടുപേരും ഞാൻ ഈ ഒരു റെസിസ്റ്റൻസ് വെച്ച് റിപ്ലേസ് ചെയ്തു. 10 R1 ഡിവൈഡ് ബൈ 10 plus R1. ഓക്കെ, ഇതുവരെ മനസ്സിലാക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ശരി, ഇനി നിങ്ങൾ പറ, ഈ വലിയ എഫക്റ്റീവ് റെസിസ്റ്റൻസും ഇവനും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ശരിയല്ലേ? ഈ വലിയ എഫക്റ്റീവ് റെസിസ്റ്റൻസും ഇവനും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓക്കെ, പറഞ്ഞെന്നേ. ഇവനും പാരലൽ ആയിരിക്കും. അപ്പൊ അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? പറഞ്ഞേ. അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറച്ചുകൂടി കാൽക്കുലേഷൻ കൂടും. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ കൂടി ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല, നിങ്ങൾ ബാക്കി ചെയ്താൽ മതി, നിങ്ങൾക്ക് അവസാന ആൻസർ കിട്ടും കേട്ടോ, ഡോണ്ട് വറി. ഓക്കെ, അപ്പൊ ഇത് വീണ്ടും ഇതേ ഫോർമുല ഉപയോഗിക്കാൻ പോകണം. R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. വലിയൊരു ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ബേസിക്കലി R1 എന്ന് പറഞ്ഞാൽ ഇതാണ്, R2 എന്ന് പറഞ്ഞാൽ 5 ഓംസ് ആണ്. അപ്പൊ 10 R1 ഡിവൈഡ് ബൈ 10 ഇത് ഇൻറ്റു 5 ഡിവൈഡ് ബൈ ഇത് പ്ലസ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഒരു സീരീസും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസിന് ഒരു ഇക്വേഷൻ കിട്ടും. അത് നിങ്ങൾ 15 കൊണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നിങ്ങൾക്ക് എന്താണ്? R1 വാല്യൂ കിട്ടും. ഞാൻ ഇവിടെ ചെയ്ത് സമയം കളയുന്നില്ല, ബിക്കോസ് ഇത് ഭയങ്കര ലെങ്തി കാൽക്കുലേഷൻ ആയി പോകും. ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ നമ്മൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഫൈനൽ ആൻസർ കിട്ടി എന്താണ്? 30 ഓംസ് ആണോ? നോക്കട്ടെ, 30 ഓംസ് ആണോ? ഞാൻ വെരിഫൈ ചെയ്യാം. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ 30 ഓംസ് ആയിരിക്കും കിട്ടുക. ഒരു മിനിറ്റ്, 30 into 10 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 30 ആണ് കിട്ടുമെങ്കിൽ ഇവിടെ 30 എന്ന് അസ്യൂം ചെയ്യാം. 30 into 10 എന്ന് പറഞ്ഞാൽ 300 ഡിവൈഡ് ബൈ 40. 300 40 എന്ന് പറഞ്ഞാൽ ബേസിക്കലി 7.5 വരും. 7.5 5 ഓംസ് പാരലൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചെയ്ത് നോക്കേണ്ടി വരും കാൽക്കുലേറ്റർ വെച്ചിട്ട്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം, എന്റെ കാൽക്കുലേറ്ററും ഫോണൊന്നും കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വെരിഫൈ ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കിട്ടിയ കറക്റ്റ് ആണോ എന്നുള്ള. ഓക്കെ, എല്ലാവർക്കും 30 തന്നെയാണോ കിട്ടുന്നത്? ഓക്കെ, നോക്കട്ടെ. അപ്പൊ 7.5 into 5 divided by 7.5 12.5 which is 3 plus 6 12 15 കറക്റ്റ് ആണ്. ഓക്കെ, സോ ദി കറക്റ്റ് ആൻസർ ഇസ് 30. അപ്പൊ R1 30 ആയിട്ട് കിട്ടും. പക്ഷെ യു ഹാവ് ടു സോൾവ് ദിസ്, അല്ലേ? സോൾവ് ചെയ്യാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ R1 = 30 ഓംസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ സോൾവ് ചെയ്ത് എടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പരീക്ഷയിൽ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ, പരീക്ഷയിൽ മിക്കവാറും ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യം വരില്ല, പക്ഷെ വന്നാലും നിങ്ങൾ ചെയ്തോളൂ. ഇവർ രണ്ടുപേരും പാരലൽ, ഇവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇവനും പാരലൽ. ഓക്കെ, അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവൻ ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയി ഇവൻ എന്താണ്? സീരീസിലാണ്. അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. നിങ്ങൾ ചെയ്തോളൂ എങ്കിൽ സാർ പരീക്ഷയിൽ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളും സാർ, ലോജിക്ക് പറഞ്ഞു തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് തംസ് അപ്പ് ഇടുക. ഓക്കെ, കാരണം നമുക്ക് ഇനി കുറെ ചോദ്യങ്ങൾ ചെയ്യണം, ഒരു ചോദ്യത്തിൽ സമയം കളയാൻ സമയമില്ല. ഓക്കെ,
എല്ലാവരും ചെയ്തോളോ ശരി. അടുത്ത ചോദ്യം നോക്കിക്കേ, കുറച്ചുകൂടി സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇത്, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ആൻഡ് ഫൈൻഡ് ദി ടോട്ടൽ കറന്റ് ഇൻ ദി സർക്യൂട്ട്. ഇതുപോലത്തെ ഒരു സർക്യൂട്ട് എന്ന് ടോട്ടൽ റെസിസ്റ്റൻസ് ചോദിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? സിമ്പിൾ ആണ് സാർ, നോക്കാം. അപ്പൊ മിക്കവാറും നേരത്തെ കണ്ട പോലത്തെ ചോദ്യം എന്താണ്, മിക്കവാറും പരീക്ഷ ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ അതിന് പേടിക്കണം, സാർ ഞങ്ങൾ പേടിയായി കണ്ടിട്ട് കേട്ടോ. അപ്പൊ ഇത് പരീക്ഷ ചോദിച്ച ചോദ്യമല്ല, ഇത് ഒരു വേറൊരു സ്ഥലത്ത് ഞാൻ എടുത്ത ചോദ്യമാണ്, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി എടുത്ത ചോദ്യമല്ല. പക്ഷെ എന്താണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അങ്ങനെ വന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ ശരി, ഇത് ചെയ്യാൻ നോക്കിയേ, അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യാൻ പറ്റും നോക്ക്. സി ഇവര് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതും എന്താണ്, ഇവരിലൂടെ ഒരേ കറണ്ട് ഒഴുകാൻ നോക്കുക. ഇങ്ങനെ പോകുന്നു കറണ്ട്, ഇങ്ങനെ തന്നെ വരുന്നു. അതായത് ഈ റെസിസ്റ്ററിലെയും കറണ്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, കറണ്ട് സെയിം ആണെങ്കിൽ എന്തായിരിക്കും, അവർ സീരീസിലായിരിക്കും. ഓക്കെ, കറണ്ട് സെയിം ആണ് രണ്ട് റെസിസ്റ്ററുകളെങ്കിൽ അവർ സീരീസിലായിരിക്കും. അപ്പൊ ഈ 6 ഓമും 4 ഓമും സീരീസിലാണ്. അതായത് അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, 6 + 4 ആയിരിക്കും. 6 + 4 = 10 ഓംസ് ആയിരിക്കും അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ ഈ സർക്യൂട്ടിന് എനിക്ക് എങ്ങനെ മാറ്റി വരയ്ക്കാം നോക്കിക്കേ. ഒരു 24 വോൾട്ട് ബാറ്ററി ഉണ്ട്, 24 വോൾട്ട് ബാറ്ററി ഉണ്ട്, 7 ഓം റെസിസ്റ്റൻസ് ഉണ്ട്, 10 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അത് കിട്ടി. ഇനി ഇവർ രണ്ടാളെയും കൂടെ എന്താണ്, എനിക്ക് എഫക്റ്റീവ്ലി എത്രയാണ്, ഒരു 10 ഓം വെച്ച് കാണിക്കാം. ഓ സാർ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ രണ്ടുപേരും 10 ഓമായി. ഓൾറെഡി ഇവിടെ ഒരു 10 ഓം ഉണ്ട്, പിന്നെ അവിടെ 7 ഓം ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഈ സർക്യൂട്ട് എന്താണ്, ഈ സർക്യൂട്ട് ആയി ഇന്ന് പരീക്ഷ നിങ്ങൾ എന്ത് കാണിക്കുക. ഇനി ഈ സർക്യൂട്ടിനെ എങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത്? ഒന്നുമില്ല, ഈ 10 ഓമും ഈ 10 ഓമും എന്താണ്, പാരലൽ ആണ്. ശരിയല്ലേ? ഈ 10 ഓമും ഈ 10 ഓമും പാരലൽ ആണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, കറണ്ട് എങ്ങനെയാ പോവാ, കറണ്ട് ഇങ്ങനെ വരുന്നു, കുറച്ച് കറണ്ട് ഇതിൽ കൂടെ പോകുന്നു, കുറച്ച് കറണ്ട് അതിൽ കൂടെ പോകുന്നു. അതായത് കറണ്ട് എന്താണ്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഇൻ പാരലൽ കേട്ടോ. അപ്പൊ 10 ഓമും 10 ഓമും പാരലൽ ആയതുകൊണ്ട് അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്, അതിന്റെ ഫോർമുല ഒന്നെങ്കിൽ R1 R2 / R1 + R2 ഉപയോഗിക്കാം. പക്ഷെ 10 ഉം ഐഡന്റിക്കൽ ആയതുകൊണ്ട് അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, 10/2 ആയിരിക്കും. എന്താണ് സാർ, R/N എന്ന് പറഞ്ഞ ഫോർമുല വെക്കുക. R/N which is equal to 10 / 2. 10/2 എന്ന് പറഞ്ഞാൽ 5 ഓംസ് ആയിരിക്കും. സോ ഇവർ രണ്ടുപേരുടെയും കൂടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ്, 5 ഓംസ് കിട്ടും. സോ ഞാൻ റിപ്ലേസ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടായിരിക്കും, 5 ഓംസ് വെച്ചിട്ടായിരിക്കും. സോ 7 ഓംസ് ഇവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഞാൻ കമ്പൈൻ ചെയ്തെന്നാണ് 5 ഓംസ് വെച്ച് റിപ്ലേസ് ചെയ്യും. അപ്പൊ ബേസിക്കലി എനിക്ക് സർക്യൂട്ട് കിട്ടും ഒരു 5 ഓം. ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഞാൻ 5 ഓം ആക്കി. ഒരു 5 ഓം ഉണ്ട്, 7 ഓം, 24 വോൾട്ട് ബാറ്ററി ഉണ്ട്. ഈ 5 ഓം ഈ 7 ഓം എന്നാണ് ഫൈനലി എനിക്കറിയാം സീരീസിലാണ്. ബിക്കോസ് സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ 7 ഓമും 5 ഓമും സീരീസിലാണ്. 7 + 5 = 12 ഓംസ് ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. സോ കഴിഞ്ഞില്ലേ, ഈ മൊത്തം സർക്യൂട്ടിനെ എനിക്ക് മാറ്റി എന്താണ്, ഇതിന് 12 ഓംസ് വെക്കാം. വിച്ച് ഇസ് ആർ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? സോ ആർ എഫക്റ്റീവ് is equal to basically 12 ഓംസ്. ഫൈനൽ ആൻസർ എത്രയാണ്, 12 ഓംസ്. കാൽക്കുലേറ്റ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. ആർ is equal to എത്രയാണ്, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു, 12 ഓംസ് ആണ്. അങ്ങനെയാണ് കറണ്ട് ഇൻ ദി സർക്യൂട്ട് എന്തായിരിക്കും, ടോട്ടൽ കറണ്ട് ഇൻ ദി സർക്യൂട്ട് എന്തായിരിക്കും പറഞ്ഞേ. ഒന്നുമില്ല, സി എഫക്റ്റീവ് റെസിസ്റ്റൻസ് 12 ആണ്, വോൾട്ടേജ് 24 ആണ്, I is equal to V/R ആണ്. I is equal to V/R. V എത്രയാണ്, 24. റെസിസ്റ്റൻസ് എത്രയാണ്, 12 ഓംസ്. So 24/12 is equal to 2 ampere. Okay, 2 ampere ആയിരിക്കും എഫക്റ്റീവ് കറണ്ട് ഇൻ ദി സർക്യൂട്ട്, ടോട്ടൽ കറണ്ട് ഇൻ ദി സർക്യൂട്ട്. എല്ലാവർക്കും മനസ്സിലായല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കറണ്ട് എന്തായിരിക്കും, 2 ampere. ക്ലിയർ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ സാർ തംസ് അപ്പ് ഇടുക, മുന്നോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിമോട്ടിവേറ്റഡ് ആയിരുന്നു എനിക്കറിയാം. പക്ഷെ ഡോണ്ട് വറി, ഈ ക്വസ്റ്റ്യൻ ഒന്നും പരീക്ഷയിൽ വരില്ല. ജസ്റ്റ് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, കുറച്ച് കാൽക്കുലേഷൻ കൂടുതൽ വരാണ്. പക്ഷേ പരീക്ഷയിൽ എന്താണ്, ഈ ലെവൽ ക്വസ്റ്റ്യൻ വരും, ഈ ലെവൽ ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പൊ അത് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഓക്കെ ശരി, അടുത്ത ക്വസ്റ്റ്യൻ CBSE 2015-2013 വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. An electric iron of 1 kilowatt. Okay, see, watt എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആണ്, പവറിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, പവർ ആണ് മനസ്സിലാക്കുക. ഓക്കെ, പവർ is equal to 1 kilowatt ആണ്. See, കിലോ എന്ന് കാണുമ്പോൾ 1000 എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. സോ 1 kilowatt എന്ന് പറഞ്ഞാൽ പവർ is equal to 1 എന്നല്ല, പവർ is equal to 1000 ആണ് അല്ലേ. ബിക്കോസ് കിലോ എന്ന് പറഞ്ഞാൽ 1000 അല്ലേ. 1 kilogram എന്ന് പറഞ്ഞാൽ 1000 gram. ശരിയല്ലേ, 1 kilogram എന്ന് പറഞ്ഞാൽ 1000 gram. 1 kilometer എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. അതുപോലെ 1 kilowatt എന്ന് പറഞ്ഞാൽ 1000 watt. പവർ വോൾട്ടേജ് എത്രയാണ്, വോൾട്ടേജ് 220 വോൾട്ട് ആണ്. ഓക്കെ സർ, ഫൈൻഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്യൂസസ് ദാറ്റ് rated at 1 ampere, 3 ampere and 5 ampere can be used. See, ഏത് ഫ്യൂസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക ചോദിക്കുന്നത്. അതെങ്ങനെ ചെയ്യാൻ പറ്റുക, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പവർ ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, എന്താണ് വേണ്ടത്, കറണ്ട് വേണം. നല്ല ഫ്യൂസ് റേറ്റിംഗ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, നിങ്ങൾക്ക് അറിയാം, പവർ is equal to V into I.
P is equal to V into I എന്നാണ് ഫോർമുലയിൽ നിന്ന് കറണ്ട് കണ്ടുപിടിക്കുക വളരെ സിമ്പിൾ ആണ് കാരണം I is equal to P by V ആയിരിക്കും സർ I is equal to P by V ആണെങ്കിൽ P എത്രയാണ് അവർ പറഞ്ഞിട്ടുണ്ട് 1000 ആയിരിക്കും സർ 1000 V എത്രയായിരിക്കും സർ 220 ആണ് സർ 220 ഈ 0 കട്ട് 10 by 20 100 by 22 വരും ബേസിക്കലി 50 by 11 വരും 50 by 11 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് 4.5 വരും ഓക്കെ 5 കഴിഞ്ഞിട്ട് അടുത്ത ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ആയിരിക്കണം വരേണ്ടത് 50 divided by 11 നിങ്ങൾ ചെയ്യുക പ്രോപ്പർ ആയിട്ട് ആദ്യം കറക്റ്റ് ആണ് 4.54 ആംപിയർ ആയിരിക്കും കറണ്ട് വരാൻ പോകുന്നത് ഓക്കെ ബേസിക്കലി ഈ ഇതെന്താണ് ഇലക്ട്രിക് അയൺ ബോക്സ് വർക്ക് ചെയ്യണമെങ്കിൽ ബേസിക്കലി 4.54 ആംപിയർ കറണ്ട് വേണം എന്നാൽ ഇത് വർക്ക് ചെയ്യുള്ളൂ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി ഏത് ഫ്യൂസ് ആണ് നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ 1 ആംപിയർ ഫിറ്റ് ചെയ്യോ എടാ 1 ആംപിയർ ഫിറ്റ് ചെയ്യാണ് 4.5 ആംപിയർ വർക്ക് ചെയ്യാൻ വേണ്ടി വരും 1 ആംപിയർ ഫിറ്റ് ചെയ്താൽ 1 ആംപിയർ എന്താണ് 1 ആംപിയർ വരുമ്പോൾ കറണ്ട് എന്താണ് ഫ്യൂസ് അടിച്ചു പിന്നെ അയൺ ബോക്സ് വർക്ക് ചെയ്യോ അയൺ ബോക്സ് വർക്ക് ചെയ്യില്ല ഓക്കെ അപ്പൊ അത് പറ്റില്ല 3 ആംപിയർ പറ്റുമോ 3 ആംപിയർ വെച്ചാൽ വീണ്ടും എന്താണ് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി 4.5 വരുമ്പോൾ വീണ്ടും എന്താണ് ഫ്യൂസ് അടിച്ചു സാധനം വർക്ക് ചെയ്യില്ല അപ്പൊ ഇതും പറ്റില്ല 5 ആംപിയർ വെച്ചാലോ അത് കുഴപ്പമില്ല സർ 5 ആംപിയർ ഫ്യൂസ് വെച്ച് കഴിഞ്ഞാൽ 5 ആംപിയർ വരുമ്പോഴേ അടിച്ചു പോകുള്ളൂ 4.5 മതി ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ കറക്റ്റ് ആണ് സർ ഇറ്റ് വർക്ക്സ് ഇത് മാത്രം ഉപയോഗിക്കാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ 5 ആംപിയർ മാത്രമേ ഈ മൂന്നിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോ 4.6 വന്നാൽ അത് ഉപയോഗിക്കാം 4.7 വന്നാൽ അത് ഉപയോഗിക്കാം പക്ഷേ ഇതിനേക്കാളും ഗ്രേറ്റർ ആണോ ഇതിനേക്കാളും ചെറുതായി കഴിഞ്ഞാൽ പിന്നെ ആ സാധനത്തിന് വർക്ക് ചെയ്യാൻ പറ്റുമോ അതൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഓൺ ആക്കുമ്പോൾ തന്നെ അടിച്ചു പോലെ അടിച്ചു അപ്പൊ ഈ ഫ്യൂസ് ഒന്നും ഉപയോഗിക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ക്ലിയർ ആണല്ലോ ശരി അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് ബിക്കോസ് പ്രത്യേകിച്ച് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് അറിയോ മൾട്ടിപ്പിൾ ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ബിക്കോസ് അതിന്റെ അർത്ഥം നിങ്ങളുടെ വർഷത്തിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ മൾട്ടിപ്പിൾ ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം 2 resistors with resistance 5 ohm and 10 ohm respectively are to be connected to a battery of EMF 6 volt so as to obtain minimum current flowing മിനിമം കറന്റ് ഫ്ലോ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ റെസിസ്റ്റേഴ്സിനെ എങ്ങനെ കണക്ട് ചെയ്യുന്ന ചോദ്യം ഹൗ വിൽ യു കണക്ട് ദ റെസിസ്റ്റൻസ് ഇൻ ഈച്ച് കേസ് പറ എങ്ങനെയാ ചെയ്യാ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് മിനിമം കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും എപ്പോഴാണ് മിനിമം കറണ്ട് ഉണ്ടാവുക മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ ശരിയല്ലേ മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ മിനിമം കറണ്ട് ഉണ്ടാവുക എപ്പോഴാണ് മാക്സിമം കറണ്ട് ഉണ്ടാവുക മിനിമം റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ മിനിമം റെസിസ്റ്റൻസ് ഉണ്ടാവും മാക്സിമം കറന്റ് ഉണ്ടാവും അപ്പൊ മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ആലോചിക്കുക ഇവിടെ മാക്സിമം റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ടുപേരും പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക സീരീസിൽ കണക്ട് ചെയ്യുക ഓക്കെ സീരീസിൽ ആരെ കണക്ട് ചെയ്യുക 5 ഓംസിനെയും 10 ഓംസിനെയും സീരീസിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മാക്സിമം റെസിസ്റ്റൻസ് കിട്ടും അതായത് മിനിമം കറന്റ് കിട്ടും ഓക്കെ അങ്ങനെയാണ് അവർ ചോദിക്കുകയാണ് കാൽക്കുലേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ടോട്ടൽ കറന്റ് ഇൻ ദ സർക്യൂട്ട് ഇൻ ടു കേസസ് ഫസ്റ്റ് കേസിൽ നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് ആണ് അഥവാ മിനിമം കറന്റ് ആണ് വേണ്ടത് സോ യു ഹാവ് ടു കണക്ട് ഇൻ സീരീസ് അത് കിട്ടി എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും 10 plus 5 15 ആയിരിക്കും സോ R effective is equal to 15 ohms ആയിരിക്കും ഇനി അവർ ചോദിച്ചു കാൽക്കുലേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ടോട്ടൽ കറന്റ് അതും കണ്ടുപിടിക്കാം വോൾട്ടേജ് തന്നിട്ടുണ്ട് V is equal to 6 വോൾട്ട് തന്നിട്ടുണ്ട് സോ I is equal to എന്തായിരിക്കും പറ R effective ഉണ്ട് വോൾട്ടേജ് ഉണ്ട് I എന്ന് പറഞ്ഞാൽ V by R ആണെന്ന് എല്ലാവർക്കും അറിയാം V 6 ആണ് by 15 ആണ് R 6 by 15 ചെയ്താൽ എത്ര കിട്ടും നിങ്ങൾക്കറിയാം 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 divided by 5 കിട്ടും 1 by 5 എന്ന് പറഞ്ഞാൽ 0.2 ആണ് 2 by 5 എന്ന് പറഞ്ഞാൽ 0.4 ആണ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടും അപ്പൊ 0.4 ആംപിയർ ആയിരിക്കും ഫസ്റ്റ് കേസിലെ കറണ്ട് സോ മാക്സിമം റെസിസ്റ്റൻസ് കൊടുത്താലാണ് മിനിമം കറണ്ട് വരിക ആ മിനിമം കറണ്ട് എന്താണ് 0.4 ആംപിയർ ആണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സിമ്പിൾ ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത് മാക്സിമം കറണ്ട് കിട്ടണം സോ മിനിമം റെസിസ്റ്റൻസ് ആക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യണം ഇവരെ വെച്ചിട്ട് എങ്ങനെ മിനിമം റെസിസ്റ്റൻസ് ആക്കാൻ പറ ഇവരെ വെച്ചിട്ട് എങ്ങനെയാ നിങ്ങൾ മിനിമം റെസിസ്റ്റൻസ് ആക്കുക പറ ആർക്കും അറിയില്ലേ പറ എങ്ങനെയാണ് 5 ഓമിന് 10 ഓമിന് വെച്ചിട്ട് മിനിമം റെസിസ്റ്റൻസ് കിട്ടുക ഒന്നുമില്ല മിനിമം റെസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടുപേരും പിടിച്ച് പാരലൽ കണക്ട് ചെയ്യുക എന്ത് കണക്ട് ചെയ്യുക സർ പാരലൽ കണക്ട് ചെയ്താൽ മിനിമം റെസിസ്റ്റൻസ് കിട്ടും കാരണം കറണ്ട് ഏത് വഴി വേണം ഒഴുകാം ഇവിടെയുള്ള പ്രശ്നം എന്താണ് കറണ്ടിന് എന്താണ് ഇവന്റെ ഉള്ളിൽ കൂടി ഒഴുകണം മറ്റവന്റെ ഉള്ളിൽ കൂടി ഒഴുകണം എന്നാലും അപ്പുറത്തെത്താൻ പറ്റുള്ളൂ മറ്റേ ഇവിടെ എന്താണ് ഓപ്ഷൻ കിട്ടി ഒന്നെങ്കിൽ അവിടെ കൂടി പോയാൽ ഇവിടെ കൂടി പോകും കുറച്ച് ആൾക്കാർ ഇതിൽ കൂടെ കുറച്ച് ഇതിൽ കൂടി പോകും സോ എന്താണ് റെസിസ്റ്റൻസ് വിൽ ബി ലോ അപ്പൊ ആ ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക പാരലൽ റെസിസ്റ്റൻസ് ലോ ആയിരിക്കും 5 ഓമും 10 ഓമും പാരലൽ കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടുപേര് കണക്ട് ചെയ്താൽ R effective is equal to R1 into R2 divided by R1 plus R2 ആണ് ഫോർമുല സോ R1 എത്രയാണ് 5 ആണ് R2 എത്രയാണ് 10 ആണ് 5 plus 10 എന്താണ് താഴെ 5 plus 10 എത്രയാണ് 15 ആണ് സോ ബേസിക്കലി ഇവിടെ കട്ട് ചെയ്ത് 3 കിട്ടും 10 by 3 കിട്ടും which is 3.33 ohms 3.33 ohms അഥവാ 10 by 3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല 10 by 3 ohms ഇതെല്ലാം കിട്ടിയോ 10 by 3 ohms എന്ന് കിട്ടിയോ
10/3 ohms എന്ന് കിട്ടിയോ? ഓക്കെ, കിട്ടി. ശരി, അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി. നിസാർ വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കുക പറ? 10/3 ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എങ്ങനെ കിട്ടി സർ? R1 into R2 5 into 10 which is 15. 15/3 ആണ്, sorry, 50/15 which is 10/3. ഓക്കെ, ക്ലിയർ ആണ്. ഇനി വോൾട്ടേജ് നമുക്കറിയാം, വോൾട്ടേജിന് മാറ്റമൊന്നുമില്ല, 6 വോൾട്ട് ആണ്. 6 വോൾട്ട് ആണ് വോൾട്ടേജ്. സോ വാട്ട് ഈസ് ദി സ്ട്രെങ്ത് ഓഫ് ദി കറന്റ്? I is equal to V/R ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം V/R ആണ്. V 6 ആണ്, R എത്രയാണ്? 10/3 ആണ്. സോ ഈ 10 താഴെ വരും. 10ന്റെ by 3 എന്ന് പറഞ്ഞാൽ ബൈന്റെ ബൈയിലുള്ള ആളാണ്, അവനെ നേരെ പ്രൊമോഷൻ കൊടുക്കാൻ മുകളിലേക്ക് into 3 എന്ന് വരും. സോ ബേസിക്കലി 18/10 വരും, which is basically എത്രയാണ്? 1.8 ആംപിയർ. എല്ലാവർക്കും 1.8 ആംപിയർ എന്ന് കിട്ടിയോ കറണ്ട്? 1.8 ആംപിയർ എന്ന് കിട്ടിയോ? So this is the maximum current that can be drawn from this circuit. 1.8 ആംപിയർ current. അപ്പോൾ basically first circuitൽ എത്രയാണ്? 0.4 ആംപിയർ which is the minimum current and 1.8 ആംപിയർ which is the maximum current that can be drawn. മനസ്സിലായല്ലോ? മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താ അത്രേ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/R effective is equal to 1/R1 plus 1/R2 ആ ഫോർമുല വെച്ചിരുന്നാണ് R effective സെയിം കിട്ടും, 10/3 തന്നെ കിട്ടും. നിങ്ങൾ അതെന്ത് ചെയ്യുക? V/R 10/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V 6 ആണ്, 10 R എത്രയാണ്? 10/3 ആണ്. അപ്പോൾ 10 divided by 3 മുകളിലേക്ക് പോകും. 6 into 3 18. 18/10 is equal to 1.8 ആംപിയർ. ക്രിസ്റ്റൽ ക്ലിയർ ആണ് സർ? ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറയാം, മുന്നോട്ട് പോവാം. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവാം. ഓക്കെ, ഇതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആകാൻ വേണ്ടി വേറെ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പഠിച്ച കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഫിസിക്സിന്റെ ലൈവ് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും മണി പോലെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഞാൻ വെറുതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ ആണ്? മുന്നോട്ട് പോയാലോ? ശരി, അപ്പൊ എല്ലാ ചോദ്യവും നമ്മൾ ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, പരീക്ഷയിൽ എപ്പോഴും എല്ലാ ചോദ്യവും ആൻസർ ചെയ്തു. ഹൗ വിൽ യു കണക്ട് ദ റെസിസ്റ്റൻസ് ഇൻ ഈ കേസിൽ സീരീസ്, ആ കേസിൽ പാരലൽ ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദി സ്ട്രെങ്ത് ഓഫ് കറന്റ് ഇൻ 2 കേസസ്. എല്ലാം ചെയ്തു. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു, സ്ട്രെങ്ത് ഓഫ് കറന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, മുന്നോട്ട് പോവാം, ധൈര്യത്തിൽ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ പരീക്ഷയിൽ വരും. ഇതൊക്കെ പരീക്ഷ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. We have 2 resistors having values 5 ohm and 10 ohm. Okay, നേരത്തെ പോലെ തന്നെ 5 ohm 10 ohm തന്നു. Find the ratio of heat produced in them in 5 minutes when they are joined in series across a battery of 5 volt. Okay, അവരെ നമ്മൾ എന്ത് ചെയ്യാണ്? 5 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാണ്, ഇൻ സീരീസ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും സർക്യൂട്ട്. ഓക്കെ, ശരി. 5 ohm റെസിസ്റ്റൻസ് ഇത്, 10 ohm റെസിസ്റ്റൻസ് ഇത്. ഇവർ ചോദിച്ചിരിക്കുന്നത് ഈ 5 ohmന്റെ ഉള്ളിൽ ഉണ്ടാവുന്നല്ല, 5 ohm ഉണ്ടാക്കാൻ പോകുന്ന ഹീറ്റിനെ നമുക്ക് H1 എന്ന് വിളിക്കാം. ഇവൻ ഉണ്ടാക്കാൻ പോകുന്ന H2 ആണെങ്കിൽ H1 H2ന്റെയും റേഷ്യോ എടുക്കാൻ, അല്ലെ? H1 H2ന്റെയും റേഷ്യോ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി, നമുക്ക് റേഷ്യോ ഉണ്ടാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ റേഷ്യോ ഉണ്ടാക്കാൻ വേണ്ടി ഫോർമുല അറിഞ്ഞിരിക്കാം. വാട്ട് ഇസ് ഹീറ്റ് ഫോർമുല? ഹീറ്റിന്റെ ഫോർമുല എന്താണ്? I²RT ആണ് ഫോർമുല. ഓക്കെ, I² × R × T ആണ് ഫോർമുല. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്കറിയാം H1 എന്തായിരിക്കും? I1² R1 × T1. ശരിയല്ലേ? എടാ, അവന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ സ്ക്വയർ R1 അവന്റെ റെസിസ്റ്റൻസ് ഇൻറ്റു അവന്റെ ടൈം. അതേപോലെ H2 എന്തായിരിക്കും? H2 എന്ന് പറഞ്ഞാൽ മറ്റവന്റെ I²RT, അതായത് I2 അവന്റെ കറന്റ് ഇൻറ്റു R2 × T2. ശരിയാണല്ലോ? അങ്ങനെയാണ് റേഷ്യോ എത്രയായിരിക്കും? H1 / H2 എന്താണ്? ഡിവൈഡ് ചെയ്ത് രണ്ടും. ഇവിടെ ഡിവൈഡ് ചെയ്താൽ മറ്റൊരുത്തും ഡിവൈഡ് ചെയ്യുക. I1² R1 × T1, I2² R2 × T2. ഇനി നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, I1 ഉം I2 ഈ 5 ohm 10 ohm സീരീസിലാണ്. അതായത് അവരുടെ കറണ്ട് സെയിം ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഒരേ കറണ്ട് അല്ലേ ഫ്ലോ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, സീരീസിലാവുമ്പോൾ കറണ്ട് ഇങ്ങനെ വന്നു തിരിച്ച് അതേപോലെ തന്നെ വരില്ലേ? അതായത് ഇവന്റെ ഉള്ളിലൂടെ പോകുന്ന കറണ്ട്, ഇവന്റെ ഉള്ളിലൂടെ പോകുന്ന കറണ്ട് രണ്ടും എന്താണ്? ഒരേ രക്തമാണ്, ഒരേ കറണ്ടാണ്. ദാറ്റ് മീൻസ് I1 ഉം I2 ഒക്കെ സെയിം ആണോ? രണ്ടും വേറെ സാധനമൊന്നുമില്ല, രണ്ട് സെയിം ആണ്. സോ കട്ട് രണ്ട് സെയിം ആണ്. ഇത് 3 ആംപിയർ, ഇത് 3 ആംപിയർ ആണ്. 3² വരും. കട്ട്. ഓക്കെ, ശരി സർ. ടൈമോ? T1 T2 ടൈമോ? അവർ പറഞ്ഞു രണ്ട് പേരിലൂടെ 5 മിനിറ്റ് നേരത്തെ കറണ്ട് പോകുന്നത്. അതായത് T1 5 ആണ്, T2 5 ആണ്. സോ കട്ട് ബിക്കോസ് 5/5 is equal to 1. കട്ട് കഴിഞ്ഞു. ഇനി സാർ ആകെ R1 ഉം R2 ഉള്ളൂ. R1 എന്ന് പറഞ്ഞാൽ 5 ആണ്, R2 എന്ന് പറഞ്ഞാൽ 10 ആണ്. അത് ഡിഫറെന്റ് ആണ്. സോ ബേസിക്കലി ബാക്കിയുള്ള ഇതൊക്കെ കട്ടായി പോയി ഞാൻ R1/R2 മാത്രം ബാക്കി വരും. R1 എത്രയാണ്? 5 ohms ആണ് സർ. R2 എത്രയാണ്? 10 ohms ആണ് സർ. സോ 5/10 is equal to 1/2 ആണ് സർ. സോ വാട്ട് ഈസ് ദി റേഷ്യോ? H1 is equal to 1:2 ആണ് സർ. ആൻസർ, ഫൈനൽ ആൻസർ കഴിഞ്ഞു. പെട്ടിലിടാ കഴിഞ്ഞു.
ഓക്കെ, അപ്പൊ ബേസിക്കലി ഇത് ഒറ്റ നോട്ടത്തിൽ ചെയ്യാൻ പറ്റിയ ചോദ്യമാണ്, 10 സെക്കൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷെ നമ്മൾ എന്താണ് കുറച്ച് സമയം എടുത്ത് ചെയ്തു, കാരണം എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ, ഒരു കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ലൈറ്റ് ആയിട്ട് നിറച്ചും സാർ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാൻ മുന്നോട്ട് പോകാം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ കുറെ സമയം എന്താണ് ഇത് കളയാനില്ല, നമുക്ക് എന്താണ് കുറെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കിയില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ അള്ളി പിടിച്ചിരിക്കരുത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടിയില്ല, ഡോണ്ട് ക്ലിങ് ഓൺ ടു ഇറ്റ്, അതിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. കാരണം അതേ ചോദ്യം പരീക്ഷയിൽ വരുന്ന ഒരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ എന്താ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശത്തിലേ ഉള്ളൂ, മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യും. ഓക്കെ, ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ ലെറ്റ്സ് ഇവിടെ ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്താൽ, 50 ക്വസ്റ്റ്യൻ ചെയ്യില്ല, ഏതാണ്ട് 50 ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട 50 ക്വസ്റ്റ്യനും നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു അല്ലെ മനസ്സിലാക്കിയെന്നല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 40 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയണമെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 40 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നിങ്ങളുടെ നാളത്തെ പരീക്ഷ നിങ്ങൾ A1 ഉറപ്പിക്കുക. കാരണം നാളത്തെ പരീക്ഷ നമ്മൾ ഫുൾ മാർക്ക് ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവുള്ളൂ. നാളത്തെ പരീക്ഷ A1 വാങ്ങണമെങ്കിൽ നിങ്ങൾ എന്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ മാക്സിമം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് പുറകെ ഇങ്ങനെ പോകരുത് കേട്ടോ. അത് മണ്ടത്തിലാണ്. കാരണം അതേ ചോദ്യം വരുന്ന ഒരു നിർബന്ധമില്ല. പക്ഷെ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്താൽ അതിൽ നിന്ന് ഏതെങ്കിലും ചോദ്യം വരും. മാക്സിമം ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെങ്കിലും ഡസന്റ് മാറ്റർ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, CBSE 2015, what is meant by resistance of a conductor? Name and define its SI unit. List factors on which resistance depends. ഇത് മൾട്ടിപ്പിൾ ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇവിടെ എഴുതിയില്ല എന്നല്ലോ കേട്ടോ. So what do you mean by resistance? പറഞ്ഞേ, resistance എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലുണ്ട്, it is the opposition. Resistance എന്ന് പറഞ്ഞാൽ opposition to the flow of current. Okay, the opposition of a conductor to the flow of current is called resistance. Clear ആണ്? What is its SI unit? Ohm ആണ് SI unit, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ആ ഓമിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തെന്ന് പരിശോധിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, V is equal to I into R. So that means R is equal to V by I. Okay, ശരി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ വോൾട്ടേജ് 1 വോൾട്ട് ആണ്. ഓക്കെ, ശരി. കറണ്ട് 1 ആംപിയർ ആണ്. What will be the resistance? Resistance will be is equal to 1 by 1 which is equal to 1 ohms ആയിരിക്കും. So 1 ohmനെ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒന്നുമില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒന്നുമില്ല. നിങ്ങൾ ഒരു കണ്ടക്ടർ എടുത്തു അല്ലെ റെസിസ്റ്റർ എടുത്തു, നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. എത്ര വോൾട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്തു? 1 വോൾട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ആ 1 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് ലെറ്റ്സ് സേ 1 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്തതെന്ന് വിചാരിക്കുക. 1 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്തതെങ്കിൽ, അങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ 1 വോൾട്ട് ബാറ്ററി 1 ആംപിയർ കറണ്ട് ആണ് കണ്ടക്ടറിൽ ഫ്ലോ ചെയ്തേ എങ്കിൽ എന്താണ്, ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും മക്കളെ? 1 ohms ആയിരിക്കണ്ടേ? ആയിരിക്കും. അങ്ങനെയാണ് റെസിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുക. 1 ohmനെ ഡിഫൈൻ ചെയ്യുക. ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കേ. പരീക്ഷയിൽ ഇംഗ്ലീഷ് എഴുതാൻ എന്താണ് പഠിക്കുക? When a voltage of 1 volt is applied across a wire, when a voltage of 1 volt is applied across a wire which gives rise to 1 ampere current, 1 ampere current തന്നെ ആ സർക്യൂട്ട് ഉണ്ടാവുന്നെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ, then the resistance of the wire is 1 ohm ആയിരിക്കും. ഓക്കെ, 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾ എന്താണ്, അല്ലെ വോൾട്ടേജ് നിങ്ങൾ ഒരു സർക്യൂട്ടിന് അപ്ലൈ ചെയ്തു, ഒരു വയറിന് അപ്ലൈ ചെയ്തു, 1 ആംപിയർ കറണ്ട് ആണ് ആ വയറിലൂടെ ഫ്ലോ ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 1 ohm ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെയാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയ SI യൂണിറ്റ് ആയ 1 ohmനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഡിഫൈൻ ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഡിഫൈൻ ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായി. സർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറയാം. നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദി റെസിസ്റ്റൻസ് ചേഞ്ച്? റെസിസ്റ്റൻസ് അല്ല, വേറൊരു ചോദ്യം കൂടെ അതിൽ ബാക്കി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ലിസ്റ്റ് ദി ഫാക്ട്. പരീക്ഷയിൽ നിന്നാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. എല്ലാം നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. ഫസ്റ്റ് കാര്യം ആൻസർ ചെയ്തു, നെയിം ആൻഡ് ഡിഫൈൻ ദി SI യൂണിറ്റ്, അതും ചെയ്തു. ലിസ്റ്റ് ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഡിപെൻഡ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സിനെ റെസിസ്റ്റൻസ് ഡിപെൻഡ് ചെയ്യുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റെസിസ്റ്റൻസ് ഡിപെൻഡ്സ് ഓൺ ഫസ്റ്റ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ഓൾസോ രണ്ട് കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഒന്ന് നേച്ചർ ഓഫ് മെറ്റീരിയൽ. ഓക്കെ സാർ, ഏത് മീഡിയം അല്ലെ മെറ്റീരിയൽ ആണോ ഉപയോഗിക്കുക? കോപ്പർ ആണോ, അലൂമിനിയം ആണോ, സ്റ്റീൽ ആണോ, പ്ലാസ്റ്റിക് ആണോ, വുഡ് ആണോ? അതാണ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. ലാസ്റ്റ് കാര്യം ടെമ്പറേച്ചർ. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് ഡിപെൻഡ് ചെയ്യുക. ഇനി നിങ്ങൾ പറ, ഈ 2 കാര്യങ്ങൾ തരുന്ന ആരാണ്? നേച്ചർ ഓഫ് മെറ്റീരിയലും ഈ ടെമ്പറേച്ചർ തരുന്ന ഒരു ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഇസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, resistivity depends on nature of material and temperature. Resistivity does not depend on length and area of cross section. പക്ഷേ resistance depends on all 4 factors. Clear ആണ്? ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണം പറയാം, length of wire, length of conductor, area of cross section of conductor, and also ഇതിനെ രണ്ടിനും കൂടെ കൂട്ടി നിങ്ങൾക്ക് എന്താ പറയാ, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ റെസിസ്റ്റിവിറ്റി കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ടെമ്പറേച്ചറിന്റെ കാര്യം പറയാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം റെസിസ്റ്റിവിറ്റി ഓൾറെഡി എന്നാൽ ടെമ്പറേച്ചറിനെ അക്കൗണ്ട് ചെയ്തു.
അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 സെപ്പറേറ്റ് എഴുതാം. എന്ത് എഴുതിയാലും ഇതായിരിക്കണം ആൻസർ. എഴുതി വെച്ചോളൂ. അപ്പൊ വേണം സ്ക്രീൻഷോട്ട് എടുക്കണേ, സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ക്ലിയർ ആണ്? അടുത്ത ചോദ്യം. ഓക്കെ, ശരി. ഹൗ ഡസ് ദി റെസിസ്റ്റൻസ് ചേഞ്ച് ഇഫ് ഇറ്റ്സ് ലെങ്ത് ഇസ് ഡബിൾഡ്, റേഡിയസ് ഇസ് ഡബിൾ? അപ്പൊ ഫസ്റ്റ് ചോദിക്കുകയാണ് ലെങ്ത് ഡബിൾ ആണെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുക? അപ്പൊ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. R is equal to rho L by A ആണ് സർ. അങ്ങനെയാണ് ഈ ഇക്വേഷൻ പ്രകാരം സർ റോയും എയും കോൺസ്റ്റന്റ് ആണ്. ലെങ്ത് ഡബിൾ ആക്കിയാൽ റെസിസ്റ്റൻസ് ഡബിൾ ആക്കില്ലേ? തീർച്ചയായും. ലെങ്ത് ഡബിൾ ചെയ്താൽ നോക്കിക്കേ, ലെങ്ത് ഡബിൾ ആക്കിയാൽ തീർച്ചയായും റെസിസ്റ്റൻസ് ഡബിൾ ആവും. സോ ഫസ്റ്റ് ആൻസർ ഇസ് ലെങ്ത് ഡബിൾ. if L is double, L is equal to 2L, L 2L ആയി കഴിഞ്ഞാൽ R becomes 2R sir. That means doubled out. Okay, resistance എന്താണ്? Will be doubled. Simple. Okay, ശരി സർ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ, ശ്രദ്ധിക്കുക. റേഡിയസ് ഇസ് ഡബിൾഡ്. റേഡിയസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്കറിയാം റേഡിയസും ഏരിയയും തമ്മിലുള്ള ഡിപെൻഡൻസ് എന്താണ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ നിങ്ങൾക്കറിയാം ഏരിയ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ, പൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ശരി. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞേ ഇത് A1 ഇത് R1, ശരിയല്ലേ? ഇത് A1 ഇത് R1. ഓക്കെ, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ വേറെ സിമ്പിൾ ആയിട്ട് പറഞ്ഞല്ലേ. നമുക്ക് നിങ്ങൾ ലെറ്റ്സ് സേ പുതിയ ഏരിയ A' ആയിക്കോട്ടെ. A' എന്ന് പറഞ്ഞ ഏരിയ. പക്ഷെ എപ്പോഴാണ് റേഡിയസ് ഡബിൾ ചെയ്തപ്പോഴുള്ള ഏരിയ ആണ് A'. സോ റേഡിയസ് ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ R becomes 2R. സോ 2R ന്റെ സ്ക്വയർ എടുക്കണം. മനസ്സിലാവുണ്ടോ? ആറിന്റെ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? 2R കൊണ്ട് എഴുതി വെക്കുക. എന്താണ് 2R കൊണ്ട് എഴുതി വെക്കുക. സോ ബേസിക്കലി ഇക്വേഷൻ എന്തായി പോയി? എന്ത് സംഭവിച്ചേ? ഒന്നുമില്ല, പേടിക്കണ്ട. ഇവിടെ ഡോണ്ട് വറി. A is equal to pi r square. അപ്പൊ ആറിന് അവിടെ നിങ്ങൾ 2R square കൊണ്ട് ഇട്ടാൽ ഏരിയ എന്താവും? പുതിയ ഏരിയ എന്താവും? A' will become, A' എന്ന് പറഞ്ഞ പുതിയ ഏരിയ will become pi into 2 ന്റെ സ്ക്വയർ ആദ്യം ചെയ്യാം 4, പിന്നെ R ന്റെ സ്ക്വയർ ചെയ്യാം pi into 4R square. So basically A' is equal to എന്താണ്? 4 into pi r square. Pi r square എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഏരിയ. That means 4 into A. പുതിയ ഏരിയ becomes 4 times പഴയ ഏരിയ. അപ്പൊ റേഡിയസ് ഡബിൾ ആവുമ്പോൾ, ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ, റേഡിയസ് ഡബിൾ ആവുമ്പോൾ ഏരിയ എന്താണ്? 4 times ആവും. റേഡിയസ് 2 times ആവുമ്പോൾ ഏരിയ 4 times ആവും. ഓക്കെ, 4 times മൾട്ടിപ്ലൈഡ് ആവും. ശരിയല്ലേ? അങ്ങനെയാണ് നിങ്ങൾ പറ R is equal to resistance is equal to rho L by ആണ്. ഇതിലെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇനി ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത്, ഈവൻ 4 times ആയാൽ റേഡിയസ് റെസിസ്റ്റൻസ് എന്തിനാവും? ഇറ്റ് വിൽ ഡിക്രീസ് ബൈ 4 times. ശരിയല്ലേ? ഇറ്റ് വിൽ ഡിക്രീസ് ബൈ 4 times. ശരിയല്ലേ? ശരിയാണോ? ആണോ? ആലോചിച്ച്, ഇവിടെ ഒരു 4 വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചത് മൊത്തത്തിൽ 10 ആണ്. താഴെ എന്താണ്? 4 times കഴിഞ്ഞാൽ 10 ഒരു 4 താഴെ വരും. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ബൈ 4 times. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ പോകുന്നില്ല. വെറുതെ വലിയ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ റേഡിയസ് ഡബിൾ ആവുകയാണെങ്കിൽ ഏരിയ 4 times ആവും. ഏരിയ 4 times ആവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്താണ്? വിൽ ഡിക്രീസ് ബൈ 4 times. So will decrease by 4 times. Will decrease by 4 times ആണ്. So radius double ആവുമ്പോൾ decrease by 4 times. Clear ആണല്ലോ? ഇത് മനസ്സിലാവാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. ഇനി പരീക്ഷയിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യാതെ, resistance is inversely proportional to area. Resistance is inversely proportional to area. അതായത് ഏരിയ ഡബിൾ ആക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് will decrease by 2 times. ഏരിയ 4 times increase ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് will decrease by 4 times. മനസ്സിലാവുന്നുണ്ടോ? ലോജിക് കിട്ടിയോ? ഓക്കെ, ലോജിക് കിട്ടിയോ? എന്റെ പേര് മാറ്റണോ? നിങ്ങൾക്ക് എന്റെ പേര് ഇഷ്ടമില്ല? നിങ്ങൾക്ക് പറയില്ലായിരുന്നു കേട്ടോ. നോക്കട്ടെ, എന്റെ പേര് മാറ്റാൻ നിങ്ങൾക്ക് എന്റെ പേരൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പേര് ഇഷ്ടപ്പെടാത്തതാണോ സർ? അല്ലെ സർ ഒന്നും കാണുന്നില്ല എന്നാണോ? ഓക്കെ, ഇത്രയും മതിയോ? ഇത്രയും പേര് മാറ്റിയാൽ മതിയോ? ഓക്കെ, ഇപ്പൊ ശരിയായെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവാം. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം പരീക്ഷയിൽ വന്നാൽ നിങ്ങൾ ചെയ്തോളൂ. basically resistance is inversely proportional to area. Area double ആവാണെങ്കിൽ resistance decreases by 2 times. Area 4 times ആവാണെങ്കിൽ resistance will decrease by 4 times. Clear ആണല്ലോ? ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. അപ്പൊ ഇത് ചോദ്യം ക്ലിയർ ആക്കാം. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പരീക്ഷ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതി വെക്കുക. ആൻസർ എഴുതി വെച്ചോളും എന്ന് നിങ്ങൾ ഉറപ്പിച്ച് തരണം. ഓക്കെ, കാരണം എനിക്ക് നിങ്ങളെ വെറുതെ വിടാൻ സമയമില്ല. അത് മാത്രമല്ല ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഥ പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ, ഇങ്ങനത്തെ വിഷയം വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈവ് ചാറ്റ് നിറച്ചോ, എന്ത് ചെയ്യുക? ഒരു സ്മൈൽ ഇട്ട് അങ്ങോട്ട് നിറച്ചേ, ഒരു സ്മൈൽ ഇട്ട് നിറച്ചേ. നിങ്ങളെ ലൈവ് ചാറ്റ് ഒന്നും എനിക്ക് കാണുന്നില്ലേ? നോക്കട്ടെ. ഓക്കെ, ലൈവ് ചാറ്റ് നിറച്ച് അങ്ങോട്ട് സ്മൈൽ ഇട്ട് അങ്ങോട്ട് നിറയ്ക്കുക. എന്നിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ.
an electric lamp of resistance 20 ohm and a conductor of resistance 4 ohm are connected to a 6 volt battery as shown. ഓക്കെ, അവർ പറയുന്ന ഒരു ലാമ്പ് ഉണ്ട്, ഈ ബൾബ് ആയിരിക്കും, ആ ബൾബിന്റെ റെസിസ്റ്റൻസ് എന്തിനാണ്? ഓക്കെ, ഇവന് റെസിസ്റ്റൻസ് ആണ് ബേസിക്കലി എന്താണ്, ഒരു ബൾബ് എന്താണ്, ഒരു റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പൊ 20 ഓം ആണ് അവന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ. എന്താണ് സ്ഥിതി? സ്മൈലി ഒന്നും ലൈവ് ചാറ്റിൽ കാണുന്നില്ല. ലൈവ് ചാറ്റ് സ്മൈലി ഇല്ലേ? ഓക്കെ, നിങ്ങളുടെ ചാറ്റ് ഒന്നും എനിക്ക് കാണുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് റീലോഡ് ചെയ്യട്ടെ. ഓക്കെ, എനിവേ മൂവിങ് ഓൺ. അപ്പൊ ഈ ബൾബിന്റെ അഥവാ ലാമ്പിന്റെ റെസിസ്റ്റൻസ് എന്തിനാണ്? 20 ഓംസ് ആണ്. ഒരു റെസിസ്റ്റർ ഉണ്ട്, അത് 4 ഓംസ് ആണ്. ആർ കണക്റ്റഡ് ടു എ 6 വോൾട്ട് ബാറ്ററി ആസ് ഷോൺ ഇൻ ദി സർക്യൂട്ട്. ചോദ്യങ്ങൾ, ഫസ്റ്റ് ചോദ്യം, കാൽക്കുലേറ്റ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. സി, ഇവർ രണ്ടുപേരും സീരീസിലാണ്, വേറെ റെസിസ്റ്റൻസ് ആരും ഇല്ല. സീരീസിൽ 20 24 കൊണ്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? 20 + 4 24 ആയിരിക്കും. സോ 24 ഓംസ് ആയിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the current through the circuit. ഈ സർക്യൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എത്രയായിരിക്കും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് 24 തന്നു. ഓക്കെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇതിനാണ് 24 തന്നു. സോ R is equal to 24 എന്ന് അറിയാൻ നിങ്ങൾക്ക്. R is equal to 24 ohms ആണ് സർ. വോൾട്ടേജ് എത്രയാണ് സർ? 6 വോൾട്ട് ആണ് സർ. അങ്ങനെയാണ് കറണ്ട് is equal to എത്രയാണ് സർ? V/R ആണ് സർ. V/R ആണ്. സോ V എത്രയാണ്? 6 ആണ്. R എത്രയാണ്? എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 24 ohms ആണ്. ഓക്കെ, ശരി. അപ്പൊ 6/24 is equal to എന്താ വരാൻ പോകുന്നത്? 6/24 6 into 1/4 വരും. ശരിയല്ലേ? ബിക്കോസ് 6 into 4 times ആണ് 24. 1/4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, 1/4 എന്ന് പറഞ്ഞാൽ ബേസിക്കലി എത്രയാണ്? 0.25 ആംപിയർ ആണ്. സോ ദി ഫൈനൽ ആൻസർ ഇസ് 0.25 ആംപിയർ. ഓക്കെ, നിങ്ങളുടെ ചാറ്റും നമ്മുടെ വിൻഡോ ഒന്നും എനിക്ക് കാണുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എല്ലാം ഓക്കെ ആണെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഡോണ്ട് വറി, റിലാക്സ് യു, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ചാറ്റ് എനിക്ക് കാണാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് സങ്കടമുണ്ട്, പക്ഷെ അത് ഞാൻ ശരിയാവും. ഓക്കെ ഓക്കെ, മൂവിങ് ഓൺ. അപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ, എങ്ങനെ കറണ്ട് കണ്ടുപിടിച്ചാൽ മനസ്സിലായല്ലോ. V/R ചെയ്യുക, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പരിപാടി തീർന്നു, കറണ്ട് കിട്ടി 0.25 ആംപിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവർ ചോദിക്കുകയാണ്, ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ഇലക്ട്രിക് ലാമ്പ് ആൻഡ് ദി കണ്ടക്ടർ. അപ്പൊ ഫസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇലക്ട്രിക് ലാമ്പ് കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇലക്ട്രിക് ലാമ്പ് കണ്ടുപിടിക്കാം? ഓ, എനിക്ക് നിങ്ങളുടെ ചാറ്റ് ഒന്നും കാണുന്നില്ല. ഞാൻ ജസ്റ്റ് റെഡി ആക്കട്ടെ. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. ആദ്യം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പൊ എന്താണ് സംഭവം? എന്താണ് ഇവർ ചോദിച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈ ലാമ്പിനെ കണ്ടുപിടിക്കുക, പിന്നെ മറ്റൊന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ആലോചിച്ച് നോക്ക്, 6 വോൾട്ട് ആണ് ടോട്ടൽ കിട്ടാൻ പോകുന്നത്. പക്ഷെ സീരീസിലായതുകൊണ്ട് കറണ്ട് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള വോൾട്ടേജ് എത്ര എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വോൾട്ടേജിന്റെ ഫോർമുല എന്താണ്? V is equal to IR. അത് രണ്ടുപേരുടെ മുകളിൽ സെപ്പറേറ്റ്ലി ഉപയോഗിച്ച് ഇവന്റെ വോൾട്ടേജ് എന്തായിരിക്കും? ഇവന്റെ വോൾട്ടേജ് V is equal to അവന്റെ കറണ്ട്, അവന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഇൻറ്റു അവന്റെ റെസിസ്റ്റൻസ്. ഇവിടെ അവന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും മറ്റവന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് 0.25 ആംപിയർ അല്ലേ? 0.25 ആംപിയർ സ്റ്റാർട്ട് ചെയ്യുന്നു, 0.25 ആംപിയർ ഫ്ലോ ചെയ്യുന്നു, 0.25 ആംപിയർ തന്നെ അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്നു. ഇതിനാണ് തിരിച്ചു വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അവന്റെ കറണ്ട് വെച്ച് 0.25 ആംപിയർ into അവന്റെ റെസിസ്റ്റൻസ് which is 4 ohms. Okay, 4 ohms. 0.25 into 4 എന്ന് പറഞ്ഞാൽ 0.25 plus 0.25 plus 0.25 plus 0.25 is equal to 1 വോൾട്ട് കിട്ടും. കഴിഞ്ഞു. അപ്പൊ ഇവന്റെ ഉള്ളിൽ കൂടെ പോകുന്ന വോൾട്ടേജ് അല്ല, അവന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? 1 വോൾട്ട് ആണ്. ശരി, അങ്ങനെയാണ് നിങ്ങൾ പറയാം. മറ്റവന്റെ വോൾട്ടേജ് എത്രയായിരിക്കും? 6 ആണ് ടോട്ടൽ ഉള്ളത്. ഒന്ന് ഇവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 5 അല്ലേ? സോ ഇവിടെ എത്രയാണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾക്ക് 5 വോൾട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എത്രയാണ്? 1 വോൾട്ട് കിട്ടി. ടോട്ടൽ 6 ആയതുകൊണ്ട് അപ്പുറത്ത് എത്ര കിട്ടി? 5 വോൾട്ട് കിട്ടി. അതിന് വേണം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. V is equal to IR ഉപയോഗിക്കാം. 0.25 V is equal to 0.25 into 20 കിട്ടും. 0.25 into 20 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 5 കിട്ടും. ഓക്കെ, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, ശരിയാണല്ലോ? അപ്പൊ അതും കിട്ടിയല്ലോ. ശരി, ഇനി ലാസ്റ്റ് അവർ ചോദിക്കുന്ന പവർ ഓഫ് ദി ലാമ്പ്. എങ്ങനെ പവർ ഓഫ് ദി ലാമ്പ് കണ്ടുപിടിക്കുക? സി, പവറിന്റെ ഇക്വേഷൻ ഉപയോഗിക്കുക. പവർ is equal to I square into R sir. I square into R ഉപയോഗിക്കാം, അല്ലെ V into I ഉപയോഗിച്ചാലോ അത് ഉപയോഗിക്കാം. ഓക്കെ, പവർ is equal to എന്താണ്? V into I, വോൾട്ടേജ് into കറണ്ട് ആണ്. ലാമ്പിന്റെ പവർ ആണ് ചോദിച്ചത്. സോ ലാമ്പിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് 5 വോൾട്ട് into അവന്റെ കറണ്ട് എത്രയാണ്? അവന്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്നു, എല്ലാം ടോട്ടൽ കോമൺ കറണ്ട് എത്രയാണ്? 0.25. സോ 5 into 0.25 വരും.
which is basically 1.25 ശരിയല്ലേ 1.25 യൂണിറ്റ് ഓഫ് പവർ ഇസ് വാട്ട്സ് സോ 1.25 വാട്ട്സ് ആയിരിക്കും ഫൈനൽ ആൻസർ ഓക്കെ അപ്പൊ ഫൈനലി ഇത്രയും നേരം എനിക്ക് നിങ്ങളുടെ ചാറ്റ് കാണുന്നില്ലായിരുന്നു ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ഇത്രയും നേരം ചാറ്റ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല അപ്പൊ എല്ലാവരും ഇപ്പം എനിക്ക് കാണുന്നതുകൊണ്ട് ഒരു സ്മൈലിംഗ് കൂടി ഇടാം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പൊ ഈ ക്വസ്റ്റ്യൻ വാസ് എ മാസ്റ്റർ ക്വസ്റ്റ്യൻ കാരണം എല്ലാം നമ്മൾ പഠിച്ചു സീരീസിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 24 കണ്ടുപിടിക്കാൻ പഠിച്ചു ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ പഠിച്ചു ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവന് രണ്ടിലും കൂടെ പോകുന്ന കോമൺ കറണ്ട് ആയിരിക്കും അതിനുശേഷം വോൾട്ടേജ് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കാൻ പഠിച്ചു നിങ്ങളുടെ പവർ കണ്ടുപിടിക്കാൻ പഠിച്ചു ഇനി പവർ ഓഫ് റെസിസ്റ്റൻസ് ചോദിച്ചാൽ ഒന്നുമില്ല നിങ്ങളുടെ V into I ഉപയോഗിക്കുക V എന്ന് പറഞ്ഞാൽ അവന്റെ വോൾട്ടേജ് ആണ് 1 ആണ് 1 into I എന്ന് പറഞ്ഞാൽ 0.25 ആണ് അപ്പൊ ബേസിക്കലി 0.25 വാട്ട്സ് ആയിരിക്കും അവന്റെ പവർ ക്ലിയർ ആണല്ലോ ശരി ഓക്കെ ഫൈനലി നിങ്ങൾ എല്ലാവരുടെയും സ്മൈലീസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വലിയ സന്തോഷമാണ് കാണും കേട്ടോ ഓക്കെ അപ്പൊ ഇടയ്ക്കൊക്കെ വെറുതെ ഇട്ടേക്ക് ബോറടിക്കുമ്പോൾ ഒന്ന് വെറുതെ ഇട്ടേക്ക് രസമാണ് കാണാൻ കേട്ടോ ശരി Next question, CBSE 2016 question. See, define electric power. Electric power എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പവർ എന്ന് പറഞ്ഞാൽ എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് ടൈം ഓക്കെ എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് ടൈം ആണ് നമ്മൾ പവർ എന്ന് വിളിക്കുക അത് കഴിഞ്ഞു സർ അത് കഴിഞ്ഞു നെക്സ്റ്റ് express it in terms of V, I and R where V stands for അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഓക്കെ V, I യും R ന്റെ ടേംസിൽ കാണിക്കാൻ വേണ്ടി പറയാണ് ഓക്കെ അതെങ്ങനെ കാണിക്കുക നിങ്ങൾ എല്ലാ ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ എപ്പോഴും കാണിക്കാൻ പറ്റും എല്ലാം കൂടി ഒരുമിച്ചുള്ള പവറിന് ഇക്വേഷൻ ഉണ്ടോ ഇല്ല ഏതെങ്കിലും രണ്ടെണ്ണം എപ്പോഴും ഉപയോഗിക്കാം അപ്പൊ പവറിന് 3 ഇക്വേഷൻസ് അറിയാം 3 എണ്ണം എഴുതി വെക്കുക പവർ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ I square into R നെക്സ്റ്റ് ഇക്വേഷൻ V square by R മൂന്നാമത്തെ ഇക്വേഷൻ V into I ഓക്കെ ഈ 3 ഇക്വേഷൻസ് എഴുതി വെക്കുക പരിപാടി ക്ലോസ് അപ്പൊ ആ കഴിഞ്ഞു പവർ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് 3 ഇക്വേഷൻസ് എഴുതി വെക്കുക പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞു നെക്സ്റ്റ് VI graphs for two wires A and B are shown. Both of them are connected in series to a battery. That's the important point. Underline in the question paper. Which of the two will produce more heat per unit time? Give justification to your answer. Okay, shit. Anyway, first നിങ്ങൾ കണ്ടുപിടിക്കുക വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് തന്നിരിക്കുന്നത് ഈ വോൾട്ടേജ് കറണ്ടിന്റെ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തായിരിക്കും വാട്ട് വിൽ ബി ദ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് ഒന്നുമില്ല y ആക്സിസിൽ കൊടുത്ത സാധനം ഡിവൈഡഡ് ബൈ x ആക്സിസിൽ കൊടുത്ത സാധനം which is I ശരിയാണല്ലോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y by x ആണ് സോ ബേസിക്കലി v by I ആണ് ഇനി v by I എന്ന് പറഞ്ഞാൽ എന്താണ് സർ v is equal to IR ആണ് R is equal to v by I ആണ് സോ ദിസ് ഇസ് റെസിസ്റ്റൻസ് അപ്പൊ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ് ഇസ് റെസിസ്റ്റൻസ് ഇനി ആർക്കാണ് സ്ലോപ്പ് കൂടുതൽ ഇവന് സ്ലോപ്പ് ഇത്രയേ ഉള്ളൂ ഇവന് സ്ലോപ്പ് ഇത്രയുണ്ട് അതായത് ഇവനാണ് സ്ലോപ്പ് കൂടുതൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഇവന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും കൂടുതലായിരിക്കും കാരണം ഇവിടെ സ്ലോപ്പ് കൂടുതലാണ് ഇവന്റെ റെസിസ്റ്റൻസ് കുറവായിരിക്കും കാരണം ഇവിടെ സ്ലോപ്പ് കുറവാണ് ദാറ്റ് മീൻസ് റെസിസ്റ്റൻസ് ഓഫ് എ എന്തായിരിക്കും റെസിസ്റ്റൻസ് ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ റെസിസ്റ്റൻസ് ഓഫ് ബി ഈ ലോജിക് ഉപയോഗിക്കുക മനസ്സിലാവുണ്ടോ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y by x ആയിരിക്കും which is v by I which is equal to R സ്ലോപ്പ് കൂടുതലുള്ള ആൾക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും സോ R will have more resistance അങ്ങനെയാണ് നിങ്ങൾ പറ ഇവര് ചോദിക്കുന്ന ആരാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക when connected in series രണ്ടുപേരും R A നെയും R B നെയും നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണ് ആരാണ് കൂടുതൽ ഇവനാണോ H A ആണോ കൂടുതൽ H B ആയിരിക്കും കൂടുതൽ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഇതെങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ് വേറെ ആയിരിക്കും പക്ഷെ എന്താണ് സെയിം എന്തോ ഒരു കാര്യം എപ്പോഴും സെയിം ആയിരിക്കും റെസിസ്റ്റൻസ് വേറെ ആയിരിക്കും എന്തായിരിക്കും സീരീസിൽ കണ്ടിന്യൂസ് സെയിം സർ കറണ്ട് ആണ് സെയിം രണ്ടുപേർക്കും കിട്ടാൻ പോകുന്ന കറണ്ട് എന്തായിരിക്കും സീരീസിലാണെങ്കിൽ ഒരേ കറണ്ട് ആയിരിക്കും കിട്ടുക അതായത് രണ്ടുപേർക്ക് സെയിം കറണ്ട് ആയിരിക്കും കിട്ടുക എന്നുള്ള ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെയാണ് നിങ്ങൾ പറ ഫസ്റ്റ് റെസിസ്റ്റൻസിന്റെ ഹീറ്റ് എത്രയായിരിക്കും HA is equal to I square R where I എന്ന് പറഞ്ഞാൽ കോമൺ ആണ് R എന്ന് പറഞ്ഞാൽ HA ന്റെ റെസിസ്റ്റൻസ് ആണ് RA ആയിരിക്കും സർ HB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സർ വീണ്ടും I square into RB ആയിരിക്കും സർ ഇനി നിങ്ങൾ പറ I രണ്ടുപേർക്കും കോമൺ ആണ് അല്ലേ I രണ്ടുപേർക്കും സെയിം ആണ് അപ്പൊ I പൊത്തി പിടിച്ചേ അങ്ങനെയാണെങ്കിൽ HA will depend on R നെ ഡിപെൻഡ് ചെയ്യല്ലേ ഹീറ്റ് will depend on R ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ് ആർക്കാണ് കൂടുതൽ അയാൾക്കായിരിക്കും ഹീറ്റ് കൂടുതൽ റെസിസ്റ്റൻസ് A ക്കാണ് കൂടുതൽ സോ ഹീറ്റ് ഓഫ് A will be more than heat of B ഓക്കെ അപ്പൊ എ ആണ് കൂടുതൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലായല്ലോ സോ വിച്ച് ഓഫ് ദി ബ്ലാ 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 വിൽ പ്രൊഡ്യൂസ് മോർ ഹീറ്റ് പെർ യൂണിറ്റ് ടൈം ഈവൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ശരി ഇവിടെ ഒരു ഇക്വേഷനിൽ ഞാനൊരു സാധനം പെർ യൂണിറ്റ് ടൈം എന്താണ് ശരിക്കും പറഞ്ഞ എന്താണ് പവർ ആണ് അല്ലെ പവർ PB എന്നെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേരെ ഹീറ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ് ഞാൻ I square R എടുത്തുള്ളൂ ശരിക്കും പറഞ്ഞ എന്താണ് HB എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ഒരു ടൈം എടുക്കണം അല്ലെ I square RT സാർ എന്തുകൊണ്ട് ടൈം എടുത്തില്ല ഇവര് പറഞ്ഞ എന്താണ് പെർ യൂണിറ്റ് ടൈം അല്ലേ അപ്പൊ ടൈം എത്രയാണ് സെക്കൻഡ്
1 സെക്കൻഡ് അല്ലേ, 1 ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ടൈം എടുക്കാതെ കേട്ടോ. ഓക്കെ, അത് ഞാൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടി എഴുതി കാണിച്ചു അല്ലേ. എന്തുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്? കാരണം T is equal to 1 second per unit time എന്ന് അവർ പറഞ്ഞു അല്ലേ. ഹീറ്റ് പെർ യൂണിറ്റ് ടൈം ആരാണ്? അപ്പൊ T എന്നാണ് 1 ആണെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ സർ? ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നമുക്ക് മുന്നോട്ട് പോകണം. ഓക്കെ, ഗിവ് ജസ്റ്റിഫിക്കേഷൻ. ഇതാണ് എഴുതി വെച്ചൊരു ജസ്റ്റിഫിക്കേഷൻ. RA is greater than RB, so heat HA will be greater than HB. ക്ലിയർ ആണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറയാം. മുന്നോട്ട് പോവാം. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പരീക്ഷ ചോദിച്ച ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യം പരീക്ഷ ചോദിക്കാൻ ഇനി ചാൻസ് ഉണ്ട്. 2016 ക്വസ്റ്റൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഈ ചാപ്റ്ററിന് എത്ര ക്വസ്റ്റൻസ് ഇനി ബാക്കിയുണ്ട് ഞാൻ ജസ്റ്റ് നോക്കാം. 2 ക്വസ്റ്റ്യൻ ബാക്കിയുള്ളൂ. നോക്കാം. ബൾബ് ഇസ് റേറ്റഡ് ആസ് 40 വാട്ട്സ് 220 വോൾട്ട്. ഓക്കെ, അപ്പൊ വാട്ട് എത്രയാണ്? പവർ എത്രയാണ്? 40 വാട്ട്സ് ആണ്. വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ട് ആണ്. ഓക്കെ സാർ, മനസ്സിലായി. ഫൈൻഡ് ദ കറന്റ് ഡ്രോൺ വെൻ ഇറ്റ് ഇസ് കണക്റ്റഡ് ടു എ 220 വോൾട്ട് സപ്ലൈ. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. അപ്പൊ 220 വോൾട്ടിൽ തന്നെ കണക്ട് ചെയ്യുകയാണെങ്കിൽ കറന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. വാട്ട് ഇസ് ദി കറന്റ്? പറ. നിങ്ങൾക്കറിയാം P is equal to V into I ആണെങ്കിൽ I is equal to എന്തായിരിക്കും? P divided by V ആയിരിക്കും സർ. P എത്രയാണ് സർ? 40 ആണ് സർ. V എത്രയാണ് സർ? 220 വോൾട്ട് ആണ് സർ. 0 കട്ട് 4/22 വരും സർ. 4 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 2 ചെയ്യാം. 2 ഡിവൈഡ് ബൈ 11 വരും സർ. 2/11 ചെയ്താൽ എത്ര വരും എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, വേഗം പറഞ്ഞ 0 പറയൂ. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പ്രശ്നം? ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ, 1.8 ആണ് വരിക. ഞാൻ തന്നെ നോക്കേണ്ട അവസ്ഥയാണ്. ഓരോ ആൾക്കാർ ഓരോ ആൻസർ എഴുതുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? 1.8 ആയിരിക്കണം വരണ്ടേ. ഏതാണ്ട് ഓക്കെ, 1.8 2/11. ഓക്കെ, 1.8 ഇല്ല, 0.18 ആംപിയർ ആയിരിക്കും വരിക. ഓക്കെ, അത് കിട്ടിയോ? മനസ്സിലായല്ലോ. ബേസിക്കലി പവർ is equal to V into I is equal to power by V. ശരിയല്ലേ? പവർ ബൈ V. പവർ എത്രയാണ് വരാൻ? 40 ആണ്. V എത്രയാണ് വരാൻ? 220 ആണ്. രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി 0.18 ആംപിയർ ആയിരിക്കും. സോ ഫസ്റ്റ് എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദി കറണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അവർ ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആലോചിച്ച് നോക്ക്. കറണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇതാണ് കറണ്ട്. വോൾട്ടേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 220 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. കറണ്ടും വോൾട്ടേജും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാം V is equal to IR ആണ്. ഇംപ്ലൈസ് R എത്രയായിരിക്കും? R is equal to V divided by I ആയിരിക്കും. V എത്രയാണ് വരാൻ പോകുന്നത്? V എത്രയാണ്? 220 ആണ്. I എത്രയാണ്? ബേസിക്കലി I എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.18 ആണ്. ഓക്കെ, 0.18 ആണ്. അപ്പൊ 0.18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് കുറച്ച് കാൽക്കുലേഷൻ ഇന്റൻസീവ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? പവർ കിട്ടും, വിച്ച് ഇസ് ബേസിക്കലി റെസിസ്റ്റൻസ് കിട്ടും, വിച്ച് ഇസ് ബേസിക്കലി നിങ്ങൾ പറയുന്നു 1210 ആണ്. അപ്രോക്സിമേറ്റ്ലി 1210 ആണ്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, നിങ്ങൾ 2/11 ഇട്ടാൽ നിങ്ങൾക്ക് കൃത്യം 1210 കിട്ടും. പക്ഷേ അത് ഡസന്റ് മാറ്റർ. നിങ്ങൾ എന്ത് ചെയ്യുക? 1210 കൊടുക്കുക. അപ്പൊ ഈ 0.18 പകരം നിങ്ങൾ 2/11 കൊടുത്താൽ 2 വരും, അവിടെ 11 വരും. നിങ്ങൾ വെറുതെ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എക്സാക്ട്ലി 1210 കിട്ടും. 1210 ഓംസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസർ അങ്ങനെ തന്നെ കൊണ്ട് വന്നോളൂ കേട്ടോ. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ വോൾട്ടേജിന്റെ ആൻസർ കിട്ടി. സോറി, കറണ്ടിന്റെ ആൻസർ കിട്ടി. അല്ല, കറണ്ടിന് ആൻസർ, റെസിസ്റ്റൻസിന് ആൻസർ കിട്ടി. സാർ എന്താണ് പറയുന്നത്? റെസിസ്റ്റൻസിന് ആൻസർ കിട്ടി. കറണ്ടിന് ആൻസർ അവിടെ പോയി. കറണ്ടിന് ആൻസർ കിട്ടി. ഓക്കെ, ശരി, കറണ്ടിന് ആൻസർ കിട്ടി. അതായത് 2/11 എഴുതി വെച്ചാൽ 2/11 ആംപിയർ എന്ന് എഴുതി കേട്ടോ. ശരി, ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇഫ് ദി ഗിവൺ ബൾബ് ഇസ് റിപ്ലേസ്ഡ് ബൈ എ ബൾബ് ഓഫ് 25 വാട്ട് 220 വോൾട്ട് തന്നെ. ഓക്കെ, ശരി. ഇപ്പൊ പവർ മാറ്റി കേട്ടോ, പവർ മാറ്റി, പക്ഷെ വോൾട്ടേജ് മാറ്റിയില്ല. പവർ മാറ്റി, വോൾട്ടേജ് മാറ്റിയില്ല, കറണ്ട് ഒബ്വിയസ്ലി മാറും. വിൽ ദെയർ ബി എനി ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് കറണ്ട്? തീർച്ചയായും കറണ്ടിൽ ചേഞ്ച് ഉണ്ടാവും. ആലോചിച്ച് നോക്കൂ, ഈ ഇക്വേഷനിൽ പവർ മാറ്റി, വോൾട്ടേജ് മാറ്റിയില്ല, അപ്പൊ പിന്നെ കറണ്ടിൽ എന്തായാലും ചേഞ്ച് വരില്ല. നിങ്ങൾ ഇത് 10 ആണ്, ഇത് 2 ആണ്, ഇത് എന്തായിരിക്കും? എന്തോ ആയിരിക്കും. ഇത് 20 ആണ്, ഇത് 2 തന്നെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ മാറില്ലേ? ഒബ്വിയസ്ലി മാറും. ജസ്റ്റിഫൈ യുവർ ആൻസർ ബ്ലാ ബ്ലാ ബ്ലാ. റെസിസ്റ്റൻസിന്റെ കറണ്ടിന്റെ വാല്യൂ ഇത്രയും കണ്ടുപിടിക്കുക. ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, സിമ്പിൾ ആണ്. ഒരു നെക്സ്റ്റ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി. പുതിയ ക്വസ്റ്റ്യന്റെ വാല്യൂസ് എത്രയാണ് തന്നിരിക്കുന്നത്? പവർ ഇസ് ഈക്വൽ ടു എത്രയാണ്? പവർ പുതിയ പവർ ആണ്. എവിടെ പോയി 25 അല്ലേ? എത്രയാണ്? 25 വാട്ട്സ് ആണ്. 25 വാട്ട്സ് ആണ്. വോൾട്ടേജ് മാറിയിട്ടില്ല, 220 വോൾട്ട് തന്നെയാണ്. അങ്ങനെയാണ് വാട്ട് ഇസ് ദി ന്യൂ കറണ്ട് എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം കറണ്ട് ഇസ് ഈക്വൽ ടു ബേസിക്കലി എത്രയാണ്? പവർ ബൈ വോൾട്ടേജ് ആണ്. സോ പവർ എത്രയാണ്? 25 വാട്ട് ആണ്. ഡിവൈഡ് ബൈ വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ട് ആണ്. ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? നിങ്ങൾ പറ.
പറയൂ അത് നിങ്ങൾ ചെയ്തു നോക്കുക, അതിൽ കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ പെട്ടെന്ന് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം, നിങ്ങൾ എന്തെങ്കിലും കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാൻ നിങ്ങൾക്ക്. ഓക്കെ, CBSE 19 വന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ 0.11 കിട്ടും. 0.11 ആംപിയർ ആയിരിക്കും കിട്ടാൻ പോകുന്നത് അപ്രോക്സിമേറ്റ്ലി. 113 അല്ലേ, 113 കിട്ടും. എനിവേ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, പരീക്ഷയിൽ ഇങ്ങനത്തെ വിഷയം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും സാർ, ഇതൊക്കെ എങ്ങനെ സമയം എടുക്കൂലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പരീക്ഷയിൽ ഇങ്ങനത്തെ വിഷയം വന്നാൽ ഡോണ്ട് വേസ്റ്റ് ടൈം. നിങ്ങൾ എന്ത് ചെയ്യുക, I is equal to 25/220 ആംപിയർ എന്ന് എഴുതി വെക്കുക. അങ്ങനെ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് എക്സാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഫിസിക്സിലെല്ലാം, ബയോളജിയിലെല്ലാം, കെമിസ്ട്രിയിലെല്ലാം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോട്ടോ. അല്ലാണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ വാശി പിടിച്ച് സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ വേസ്റ്റ് യുവർ ടൈം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യുക. കാരണം സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് എക്സ്ട്രാ മാർക്സ് ആരും തരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം കേട്ടോ. സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ആൻസേഴ്സിന് എക്സ്ട്രാ മാർക്സ് കിട്ടില്ല. സോ ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദിസ് കേട്ടോ. ഓക്കെ, പരീക്ഷ ടൈമിൽ അവസാനം വന്ന് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. എനിവേ കറണ്ട് കണ്ടുപിടിച്ചു. കറണ്ട്, പുതിയ കറണ്ട്, പഴയ കറണ്ട് 0.18 ആയിരുന്നു, ഇപ്പൊ 0.113 ഉള്ളൂ. സോ കറണ്ട് വിൽ ഡിക്രീസ്. കറണ്ട് എന്നാൽ ഡിക്രീസ് ചെയ്തല്ലോ, ശരി. സോ കറണ്ട് വിൽ ഡിക്രീസ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഇവർ ചോദിക്കുന്ന റെസിസ്റ്റൻസ് എന്താണ്? ഒബ്വിയസ്ലി കറണ്ട് ഡിക്രീസ് ചെയ്ത റെസിസ്റ്റൻസ് കൂടിയിട്ടുണ്ടാവും. എനിവേ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾക്ക് അറിയാം, നോക്കിക്കേ. V = IR ആണെങ്കിൽ R = V/I ആണ്. സോ V/I ആയിരിക്കും റെസിസ്റ്റൻസ്. V എത്രയാണ്? അത് മാറിയിട്ടില്ല, 220 ആണ്. I എത്രയാണ്? 0.113 വരും. ഓക്കെ, നിങ്ങൾ പരീക്ഷയിൽ വീണ്ടും എന്താണ്, ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദിസ്, കഴിഞ്ഞു. പക്ഷെ നമ്മൾ എന്താണ്, തൽക്കാലം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, ആൻസർ അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എഴുതി വെക്കും, ചെയ്ത് നോക്കും. 220 / 0.113 കിട്ടും, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 1136 ആണ് ശരിക്കും അല്ലേ. 220 / അപ്രോക്സിമേറ്റ്ലി 1136 ആണ് ശരിക്കും. അപ്പൊ 1936 വരും അല്ലേ. അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 1936 ohms എന്ന് ഫൈനൽ ആൻസർ കിട്ടും കേട്ടോ. പരീക്ഷയിൽ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് ക്ലോസ്, കഴിഞ്ഞു. പരീക്ഷയിൽ നിങ്ങൾ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല അൺലസ് നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഒക്കെ എഴുതി കഴിഞ്ഞു, സമയമുണ്ട് എങ്കിൽ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അല്ലെ ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദിസ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്സ് കിട്ടും, ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ഒരു മാർക്സ് പോലും നിങ്ങളോട് സിംപ്ലിഫൈ ചെയ്യാത്തതുകൊണ്ടോ, നിങ്ങൾ ഡെസിമൽ രൂപത്തിൽ എഴുതാത്തതുകൊണ്ടോ നിങ്ങൾക്ക് മാർക്ക് പോകാൻ പോകുന്നില്ല. ഈ ഫ്രാക്ഷണൽ രൂപത്തിൽ എഴുതിയാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്സ് കിട്ടും. പക്ഷെ രസത്തിന് വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. രസത്തിന് വേണ്ടി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. എനിവേ ജസ്റ്റിഫൈ യുവർ ആൻസർ, ബ്ലാ ബ്ലാ ബ്ലാ. ഡിറ്റർമിൻ ദ ചേഞ്ച് ഡിറ്റർമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ 0.18 മൈനസ് ഇത് ചെയ്യാം. അപ്പൊ ഒരു ഡിഫറൻസ് കിട്ടില്ല, അതാണ് ചേഞ്ച് ഇൻ കറണ്ട്. ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് മൈനസ് അത് ചെയ്യാം. അപ്പൊ ഒരു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് കിട്ടില്ല, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി അതിനുശേഷം അടുത്ത ചാപ്റ്റർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്രോക്സിമേറ്റ്ലി 1 hour ഓൾറെഡി കഴിഞ്ഞു. സാർ ഡിവൈൻ അറിയില്ല. ഡിവൈനോ? ഡിവൈഡ് ചെയ്യാൻ അറിയില്ല. ഡോണ്ട് വറി, ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഡെറിവേഷൻ ആണ് അറിയാത്തത്. ഡെറിവേഷൻ ഞാൻ ഓൾറെഡി എന്താണ് ഇന്നലെ അല്ല മിനിയാന്ന് എന്താണ് ഞാൻ ഇതിന്റെ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഡെറിവേഷൻ ചെയ്യണ്ട. അപ്പൊ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈവ് പോയി കാണാം. ആ ലൈവിൽ 2 ഡെറിവേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഒന്നെന്താണ് നമ്മുടെ പാരലൽ ഡെറിവേഷൻ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡെറിവേഷൻ, സീരീസിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡെറിവേഷൻ, രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലൈവിന്റെ ലാസ്റ്റ് എൻഡിലേക്ക് കേട്ടോ. അപ്പൊ ഡോണ്ട് വറി, നിങ്ങൾക്ക് അത് ലൈവ് പോയി കാണാം. നിങ്ങൾക്ക് ഡെറിവേഷൻ ആവശ്യമുണ്ട് കേട്ടോ. ഡെറിവേഷൻ പരീക്ഷ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചിട്ട് കേട്ടോ. അപ്പൊ ഡെറിവേഷൻ ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്ത് സമയം കളയുന്നില്ല. വീണ്ടും ഓർക്കുക, നാളെ രാവിലെ 6:30 എന്നാണ് നമുക്ക് ലൈവ് ഉണ്ട്. നാളെ 6:30 ലൈവ് ഉണ്ട്. നിങ്ങൾ ആരും എന്താണ് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. 6:30 നമ്മുടെ മെഗാ റിവിഷൻ, 1 ഷോട്ട് റിവിഷൻ ലൈവ് ആണ്. ഫുൾ നമ്മൾ ഒറ്റയടിക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്തിരിക്കും. എന്നിട്ട് നിങ്ങളെ പരീക്ഷയ്ക്ക് പറഞ്ഞു കേട്ടോ. ഓക്കെ, റെഡി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Compare the power used in 2 ohm resistor in each case, each of the following circuits shown in the figure A and B respectively. രണ്ട് കേസിലും പവർ ഓഫ് 2 ohm resistor ആണ് ചോദിച്ചിരിക്കുന്നത്. See, പവർ എങ്ങനെ കണ്ടുപിടിക്കുക? പവർ is equal to നിങ്ങൾ I²R ഫോർമുല വെച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, R നമുക്കറിയാം 2 ohm 2 ആണെന്ന് അറിയാം, പക്ഷെ I അറിയില്ല. അപ്പൊ രണ്ടിലും കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിച്ചാൽ ബേസിക്കലി I²R വെച്ചിട്ട് നിങ്ങൾക്ക് പരിപാടി തീർക്കാം കേട്ടോ. എങ്ങനെയാ ചെയ്യാ പറ? ഫസ്റ്റ് സർക്യൂട്ടിൽ I കണ്ടുപിടിച്ചാൽ ആദ്യം I എത്രയായിരിക്കും പറ? I is equal to V/R ആണെന്ന് അറിയാം. ഓക്കെ, പക്ഷേ V എത്രയാണ്? 6 volt ആണ്. R എത്രയായിരിക്കും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിരിക്കും. സീരീസിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും പറ? 2 + 3. രണ്ടുപേരും സീരീസിലാണ്, 2 + 3. അപ്പൊ 6 എത്രയായിരിക്കും? 3. സോ ബേസിക്കലി I is equal to 2 ആംപിയർ ആണ് വരാൻ പോകുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് സർക്യൂട്ടിലെ പവർ എത്രയായിരിക്കും? പവർ ഓഫ് 2 ohm റെസിസ്റ്റർ എത്രയായിരിക്കും? I² which is 2² into R എത്രയാണ്? അവന്റെ റെസിസ്റ്റൻസ് അല്ലേ, ഇവന്റെ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവന്റെ റെസിസ്റ്റൻസ് കൊടുക്കുക. സോ R is equal to 2 വരും. 2² എന്ന് പറഞ്ഞാൽ 4 into 2 is equal to 8 watts ആയിരിക്കും ഫസ്റ്റ് സർക്യൂട്ടിലെ പവർ. മനസ്സിലാവുന്നുണ്ടോ? 8 watts ആയിരിക്കും ഫസ്റ്റ് സർക്യൂട്ട് പവർ ത്രൂ 2 ohm റെസിസ്റ്റർ. മനസ്സിലാവുന്നുണ്ടോ? ശരി. ഇനി ബി എന്ന് പറഞ്ഞ സർക്യൂട്ടിലെ സ്ഥിതി ആലോചിച്ച് നോക്കിയേ. ബി എന്ന് പറഞ്ഞ സർക്യൂട്ടിലെ സ്ഥിതി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കറണ്ട് കണ്ടുപിടിക്കുക. സി ഇവന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും പറഞ്ഞത്?
രണ്ടുപേരുടെയും കറണ്ട് വേറെ ആയിരിക്കും, പക്ഷെ രണ്ടുപേരുടെ എന്തായിരിക്കും കോമൺ? വോൾട്ടേജ് കോമൺ ആയിരിക്കും. പാരലൽ ആണ് രണ്ടുപേരുടെ കിട്ടുക. ഇവന് 4 വോൾട്ട് ആണെങ്കിൽ ഇവന് 4 വോൾട്ട് കിട്ടും, ഇവനും 4 വോൾട്ട് കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഇവന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ഫോർമുല എന്തായിരിക്കും? കറണ്ട് ഇസ് ഈക്വൽ ടു V by R ആണ്. കറണ്ട് I is equal to V by R ആണ്. ശരിയല്ലേ? പക്ഷെ V എത്രയാണ്? ഇവിടെ 4 വോൾട്ട് ആണെങ്കിൽ ഇവിടെയും 4 വോൾട്ട് ആയിരിക്കും. സോ 2 ഓമിന്റെ അക്രോസ് കിട്ടാൻ പോകുന്ന 4 വോൾട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ 4 വോൾട്ട് ആണ് വോൾട്ടേജ് ഡിവൈഡ് ബൈ 2 ഓമിന്റെ റെസിസ്റ്റൻസ് എന്തിനാണ്? 2 ഓം ആണ്. സോ 4/2 is equal to 2 ആംപിയർ കറണ്ട് ആയിരിക്കും കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ 2 ഓമിന് കിട്ടാൻ പോകുന്ന കറണ്ട് 2 ആംപിയർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ പവർ എത്രയായിരിക്കും? പറയൂ, ഞാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ. 4 വോൾട്ട് ആയിരിക്കും രണ്ടുപേർക്ക് ഉണ്ടാകുന്നത്. 4 ഡിവൈഡ് ബൈ അവന്റെ റെസിസ്റ്റൻസ് 2 ഓം ആയിരിക്കും. സോ 4/2 is equal to 2 ആംപിയർ ആയിരിക്കും കറണ്ട്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് I is equal to പവർ is equal to I square R ആണെങ്കിൽ വീണ്ടും സെയിം അല്ലേ കിട്ടാൻ പോകുന്നത്? എടോ I നേരത്തെ 2 ആംപിയർ ആയിരുന്നു, പവർ എന്തായിരുന്നു? I square R ആയിരുന്നു. അപ്പൊ ബേസിക്കലി പവർ എന്താണ്? സെയിം കിട്ടില്ലേ? സോ പവർ വിൽ ബി സെയിം. സോ പവർ is equal to 8 വാട്ട് ആയിരിക്കും കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? പവർ is equal to VI പറ്റും. നോക്കിയേ, VI ഉപയോഗിക്കുകയാണ് എന്താണ്? 4 വോൾട്ട്. ഇവന്റെ വോൾട്ടേജ് എത്രയാണ്? 4 വോൾട്ട്. അവന്റെ കറണ്ട് എത്രയാണ്? 2 ആണ്. അപ്പൊ 4 വോൾട്ട് ഇൻറ്റു 2, 4 ഇൻറ്റു 2 8 വാട്ട്സ് തന്നെ കിട്ടും. സെയിം കിട്ടും കേട്ടോ. പക്ഷെ ഇവിടെ എന്താണ്? ഇവന്റെ വോൾട്ടേജ് 4 അല്ല. ഇവന്റെ വോൾട്ടേജ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കറണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല. കറണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ 2 ആംപിയർ ആണ്. ഇവന്റെ വോൾട്ടേജ് നിങ്ങൾ കണ്ടുപിടിച്ചേ, ഇവന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 4 വോൾട്ട് കിട്ടും. 4 ഇൻറ്റു 2 ആംപിയർ, അവിടെയും 8 വോൾട്ട്. അപ്പൊ പവർ ഇസ് ഈക്വൽ ടു VI വെച്ച് ചെയ്യാം. പക്ഷേ I കണ്ടുപിടിച്ച് 2 ആംപിയർ ആണ്. വോൾട്ടേജ് 6 വോൾട്ട്. ദിസ് ഇസ് ദി സീരീസിലാവുമ്പോൾ ഇവന് കിട്ടാൻ പോകുന്ന 6 വോൾട്ട് അല്ല. ഓക്കെ, അവന് വേറെ വോൾട്ടേജ്. അവന് ശരിക്കും ഇത്ര കിട്ടാൻ പോകുന്നത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അറിയാം 4 വോൾട്ട് ആണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ? ആപ്പിൽ PDF കിട്ടുമോ? ആപ്പിൽ PDF ഒക്കെ തരാൻ എനിക്ക് ആഗ്രഹം ഇല്ലായിരുന്നില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സീനിയേഴ്സ്, അതായത് നമ്മുടെ ഈ വർഷം +2 ജസ്റ്റ് കഴിഞ്ഞവരുടെ നീറ്റിന്റെ ബാച്ച് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ അവർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആപ്പിൽ അവർക്ക് കുറേ ക്ലാസ്സസ് ഉണ്ട്. ഏതാണ്ട് 5,000 to 6,000 സ്റ്റുഡൻസ് ആണ് നമ്മുടെ നീറ്റിലെ +2 നീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെല്ലാവരും ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളും കൂടെ അവിടേക്ക് നിങ്ങൾ ഈ 10,000 കണക്കിന് ആൾക്കാർ എന്താണ് അവിടേക്ക് ഇപ്പൊ കയറി പോയാൽ ആപ്പ് അവർക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടും. ആപ്പ് അവർക്ക് കുറച്ച് സ്ലോ ആവും. കാരണം അവർ ഏതാണ്ട് 6,000 ആൾക്കാരുണ്ട്. ഇന്നാണ് അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ കയറി ചെന്നാൽ അവർക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, കാരണം ആപ്പിന്റെ സെർവർ അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കറന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ നോട്ട്സ് ആപ്പിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് അവിടെ തരാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ എന്താണ്, നിങ്ങൾ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്ത് തരും. അപ്പൊ ഡോണ്ട് വറി. അപ്പൊ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് കിട്ടും. ടെലിഗ്രാമിന്റെ ലിങ്ക് ഓക്കെ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. അപ്പം ഡോണ്ട് വറി. ഈ ക്ലാസ്സിന് ശേഷം ഈ എല്ലാ നോട്ട്സും ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ചാനലിലൂടെ കിട്ടും. ഡിസ്ക്രിപ്ഷന്റെ ലിങ്ക് ഉണ്ട്, ഞെക്കുക കേട്ടോ. അപ്പൊ ആപ്പിൽ കിട്ടില്ല. കാരണം ആപ്പിൽ കുറെ പേര് പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പഠിക്കുകയാണ്. ഓക്കെ, കാരണം നിങ്ങൾക്കും അടുത്ത വർഷം പഠിക്കാനുള്ള ആപ്പാണ് അല്ലേ. അപ്പൊ അതുപോലത്തെ അടിപൊളി ആപ്പ് അടുത്ത വർഷം നിങ്ങൾക്ക് കുറെ പേർക്ക് അല്ലേ, ഏതാണ്ട് നിങ്ങളുടെ ബാച്ചിൽ നിന്ന് മാത്രം ഏതാണ്ട് 10,000 സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ആക്കി തരാൻ പോകുന്നത്. ഇപ്പം നമുക്ക് അറ്റ് എ ടൈം ഒരു 6,000 8,000 പറ്റുള്ളൂ. നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് അറ്റ് എ ടൈം നിങ്ങളുടെ ബാച്ചിൽ നിന്ന് 10,000, അത് മൊത്തത്തിൽ ഒരു 50,000 ആൾക്കാർക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലാക്കി തരാൻ പോകുന്നു. ഓക്കെ, അപ്പം ഡോണ്ട് വറി. അടുത്ത വർഷം ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പഠിക്കാം. പക്ഷെ ഇന്ന് തൽക്കാലം ഈ നോട്ട്സും ബാക്കിയുള്ള നോട്ട്സും ഒക്കെ കെമിസ്ട്രീന്റെ നോട്ട്സും ബയോളജി നോട്ട്സും ഒക്കെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ ടെലിഗ്രാം ചാനൽ ലിങ്ക് എന്നാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞെക്കി ജോയിൻ കേട്ടോ. ഓക്കെ, എനിവേ വി ആർ ഡൺ വിത്ത് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്തു. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം പറയാൻ പറ്റും എന്നൊരു കോൺഫിഡൻസും ഉണ്ടെങ്കിൽ, സർ കോൺഫിഡൻസ് ഉണ്ടെന്ന് ലൈവ് ചാറ്റിൽ പറയാ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് നമുക്ക് വേഗം ചേർത്ത് നമ്മുടെ ഇന്നത്തെ കംപ്ലീറ്റ് ലൈവ് ക്ലാസ് നമുക്ക് തീർക്കാം കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ എന്തെങ്കിലും 4 ആംപിയർ ആണല്ലോ 2 ആംപിയർ ആണോ എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വേണ്ട എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുത്ത് കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാൻ ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക.
ഇവന്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് നേരെ ഈ ഫോർമുല ഉപയോഗിക്കാം. P is equal to V²/R എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ, ആ ഫോർമുല ഉപയോഗിച്ച് എന്താ സംഭവിക്കുക നിങ്ങൾ പറഞ്ഞേ, ഇവന് കിട്ടാൻ പോകുന്ന വോൾട്ടേജ് V എത്രയായിരിക്കും? 4 വോൾട്ട് ആയിരിക്കും. ബിക്കോസ് പാരലൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇവന് കിട്ടാൻ പോകുന്ന 4, അവന് കിട്ടാൻ പോകുന്ന 4, എല്ലാവരും കിട്ടാൻ പോകുന്ന 4 ആയിരിക്കും. അപ്പൊ ഇവന് കിട്ടാൻ പോകുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? 4 ആയിരിക്കും. സോ 4² = 16 വരും. ഇനി അവന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? സോ 2 ആയിരിക്കും. സോ 16/2 = 8 watts. സംശയമുള്ളവരുടെ സംശയം തീർന്നു. മനസ്സിലായില്ലേ? ഇവിടെ ഏത് ഫോർമുല വെച്ചാൽ സെയിം ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷെ ലോജിക് കറക്റ്റ് ആയിരിക്കണം. പാരലൽ വോൾട്ടേജ് സെയിം ആയിരിക്കുന്ന ലോജിക് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. പാരലൽ ഇവന് 4 വോൾട്ട് ആണ്, ഇത് 4 വോൾട്ട് ആണ്, ഇത് 4 വോൾട്ട് ആയിരിക്കും, ഇത് 4 വോൾട്ട് ആയിരിക്കും. അപ്പൊ ഇവന് കിട്ടാൻ വോൾട്ടേജ് 4 വോൾട്ട് അല്ലേ? അപ്പൊ ഫോർമുല നിങ്ങൾ മാറ്റി ഉപയോഗിച്ച് നോക്കുക, V²/R ഉപയോഗിക്കുക. അപ്പൊ വോൾട്ടേജ് എത്രയാണ്? 4 വരും. അപ്പൊ 4² വരും. 4² 16 ആണ്. 16 അവന്റെ റെസിസ്റ്റൻസ് 2 ആണ്. 16/2 എന്നാണ് 8 വോൾട്ട്. അപ്പൊ എങ്ങനെ ചെയ്താൽ 8 വോൾട്ട് കിട്ടുള്ളൂ? എങ്ങനെ ചെയ്താൽ 8 വോൾട്ട് കിട്ടും? ഓക്കെ, സംശയം വേണ്ട. സർ 1/R effective അവിടെ അത് ചെയ്തിട്ട് എന്താ ഗുണം? 1/R effective is equal to R1 1/R1 plus 1/R2 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് വെച്ചിട്ട് നിങ്ങൾ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ കറണ്ടാ കിട്ടുക. ഈ കറണ്ട് I ആ കിട്ടുക. ആ കറണ്ട് I ആണോ 2 ആംപിയറിലൂടെ ഫ്ലോ ചെയ്യുന്നത്? അല്ല, ഈ കറണ്ട് I പോയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് I1 ആവും, ഈ സ്പ്ലിറ്റ് ചെയ്ത് I2 ആവും. ആ I2 ആണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. നിങ്ങൾ പിന്നെ അത് കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ എന്തിനാ അതൊക്കെ ചെയ്യാൻ പോകുന്നത്? ഡയറക്ട്ലി അങ്ങോട്ട് ചെയ്തൂടെ? ഡയറക്ട്ലി I²R ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, I²R I എന്താണ്? ഇവന്റെ ഉള്ളിലൂടെ പോകുന്ന കറണ്ട് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാക്കണം. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ചു. V/R അവന്റെ വോൾട്ടേജ് ബൈ അവന്റെ റെസിസ്റ്റൻസ് which is 2 ആംപിയർ. അവന്റെ ഉള്ളിൽ കൂടി പോകുന്ന കറണ്ട് 2 ആംപിയർ ആണ്. അതിലൊരു സംശയമില്ല. ഓക്കെ, ശരി. അപ്പൊ കോൺസെപ്റ്റ് അറിയാത്തതിന്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പം തൽക്കാലം പരീക്ഷയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കേണ്ട, പഠിപ്പിച്ച പോലെ തന്നെ എഴുതി വെക്കുക. ഇന്നാ മാർക്ക് കിട്ടും. നിങ്ങൾ ഓരോന്നും പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പം അത് ഉപയോഗിക്കാൻ നിൽക്കരുത്. ഇത് ഉപയോഗിച്ചാൽ മാർക്ക് കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സാർ മൊത്തം കറണ്ട് കണ്ടുപിടിക്കണ്ടേ, എന്നിട്ട് I²R ചെയ്താൽ ശരിയാവും? ഒരിക്കലും ശരിയാവില്ല. ബിക്കോസ് മൊത്തം കറണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം കറണ്ട് ആണ്. എന്നിട്ട് അത് കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 ഓമിലേക്ക് 1 ഓമിലേക്ക് വേറെ കറണ്ടാ പോകുന്നത്. ഓക്കെ, ആ കറണ്ടാണ് നമുക്ക് വേണ്ടത്. അതിന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാണ്ട് മറ്റേ പോലും ചെയ്യാൻ പോകണ്ട. R effective ഒന്നും കണ്ടുപിടിക്കണം കേട്ടോ. എനിവേ, വി ആർ ഡൺ വിത്ത് ദിസ് ചാപ്റ്റർ. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ആണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് A1 കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിന് കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ, എല്ലാം മനസ്സിലായെങ്കിൽ ലൈഫ് സൈഡ് മൊത്തം സ്മൈൽ നടക്കുക. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അതിനു മുമ്പ് എനിക്ക് ആകെ പറയാനുള്ളത്, നമ്മുടെ +1 ബാച്ചിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ +1 ബാച്ചിലേക്ക് അടിപൊളിയായിട്ട് സൂപ്പർ ബാച്ചിൽ പവർഫുൾ ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? +1 അഗ്നി ബാച്ചിലും അതുപോലെ തന്നെ +1 പൃഥ്വി നീറ്റ് ബാച്ചിലും നമുക്ക് കാണാം. അവിടെ വേറെ ലെവൽ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും. എല്ലാ ദിവസവും എക്സാമിന്റെ ടീച്ചേഴ്സ്, ഞാനടക്കം എക്സാമിന്റെ ടീച്ചേഴ്സ് എല്ലാവരും എന്താണ് നിങ്ങളുടെ കൂടെ ഇരിക്കും. നമ്മൾ ഒരുമിച്ച് പഠിക്കും. പവർഫുൾ ആയിട്ട് ആദ്യം മുതൽ പഠിച്ച് നമ്മൾ +1ലും +2ലും അതുപോലെ ബോർഡ് എക്സാം വരുമ്പോൾ +2ലും ഫുൾ മാർക്ക് വാങ്ങും. നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾ ഇന്ത്യ റാങ്ക് നമ്മൾ അടിക്കും. ഇതിലൊരു സംശയമില്ല. ഇതേ പവർ നമ്മൾ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങും കേട്ടോ. ഓക്കെ, ഒബ്വിയസ്ലി ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും അവസാനം വന്ന് പറഞ്ഞ് നിങ്ങളെ പറയാനുള്ള സമയം ഇവിടെ ഇല്ല. പക്ഷേ എങ്കിലും എന്താണ്, നമ്മൾ ഈ പ്രാവശ്യം CBSE എക്സാമിൽ A1 തന്നെ വാങ്ങിച്ചെടുക്കും. അതിനുവേണ്ടി എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറഞ്ഞുതരും. പക്ഷെ നെക്സ്റ്റ് ഇയർ നമ്മൾ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് സയൻസ് ഒക്കെ എന്താണ് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ +1 നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് +2 നല്ലൊരു സ്കോർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. +2 ബോർഡ് എക്സാമിന് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ആ +2 അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്താണ് എവിടെ കാണാം? നമ്മൾ അഗ്നി ബാച്ചിലും പൃഥ്വി ബാച്ചിലും കാണാം. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ താഴെ നമ്പർ വാട്സ്ആപ്പ് ഉണ്ട്. വാട്സ്ആപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. നാളെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാമിനർ കൂടെ ആണ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബിക്കോസ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ലാസ്റ്റ് ടൈം ആയിരിക്കും. ഇനി നമ്മൾ +1ലേക്ക് കാണുള്ളൂ. ബിക്കോസ് എന്റെ സബ്ജക്റ്റ് ഒക്കെ തീർന്നു. ഇംഗ്ലീഷും ഫിസിക്സും. ഞാൻ ഫിസിക്സ് ആണ്, ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് എസ്സിന് എടുക്കുന്നതാണ്. ഫിസിക്സോടെ ഞാൻ ടാറ്റ ബൈബി പറയും. ഇനി നമ്മൾ കാണാൻ പോകുന്ന എവിടെയായിരിക്കും? +1 ബാച്ചസിലായിരിക്കും. സോ നാളെ രാവിലെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയില്ല ലാസ്റ്റ് ക്ലാസ്. ഓക്കെ, എനിവേ മൂവിങ് ഓൺ. ചെറിയൊരു കാര്യം, ഈ ബുക്സ് നിങ്ങൾക്ക് എന്താണ്? ബുക്സ് നിങ്ങൾക്ക് വേണം, ഫ്രീ ആയിട്ട് കിട്ടും. ബുക്സ് വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്യാം. ബിക്കോസ് കുറച്ച് കഴിയുമ്പോൾ ബുക്സിന്റെ സ്റ്റോക്ക് പ്രോബബ്ലി ഒരു 2-3 ദിവസത്തിൽ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുക്സ് കിട്ടില്ല, കോഴ്സ് മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. സെയിം ഫീസും ആയിരിക്കും കേട്ടോ. ഓക്കെ, ഫ്രീ ആയിട്ട് ബുക്സ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നേരത്തെ തന്നെ ജോയിൻ ചെയ്യായിരിക്കും നിങ്ങൾക്ക് ബുദ്ധി. ഓക്കെ, എനിവേ മൂവിങ് ഓൺ. അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറന്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ CBSE 2015, 2013, 2012. അപ്പൊ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കിക്കേ, വാട്ട് ഇസ് എ സോളിനോയിഡ്? ഹൗ ഡസ് എ കറന്റ് ക്യാരിങ് സോളിനോയിഡ് ബിഹേവ്? ഗിവ് ഇറ്റ്സ് മെയിൻ യൂസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൾട്ടിപ്പിൾ ഇയേഴ്സിൽ പരീക്ഷ ചോദിച്ചാണ് കേട്ടോ. ഫസ്റ്റ് ചോദ്യം, വാട്ട് ഇസ് എ സോളിനോയിഡ്? എന്താണ് സോളിനോയിഡ്? ഒരു കോപ്പർ വയർ എടുത്ത് ചുറ്റി ഉണ്ടാകുന്ന സാധനമാണ് സോളിനോയിഡ്. സോ സോളിനോയിഡ് ഇസ് എ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇൻ ദി ഷേപ്പ് ഓഫ് ഹീലിക്സ് അഥവാ ഹെലിക്സ്.
ഹെലിക്സ് ഷേപ്പിലുള്ള ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയറിനാണ് നമ്മൾ സോളിനോയിഡ് എന്ന് വിളിക്കുക. രണ്ടാമത്തെ പോയിന്റ് അവർ ചോദിച്ചതാണ്, ഹൗ ഡസ് എ കറന്റ് ക്യാരിങ് സോളിനോയിഡ് ബിഹേവ്? ഒരു കറന്റ് ക്യാരി ചെയ്യുന്ന സോളിനോയിഡ് എങ്ങനെ ബിഹേവ് ചെയ്യുക? ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ആരെ പോലെയാണ്? ബാർ മാഗ്നറ്റിന് പോലെ. ബിക്കോസ് ബാർ മാഗ്നറ്റും ഏതാണ്ട് ഇതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും, ശരിയല്ലേ? ഒരു നോർത്ത് പോൾ, ഒരു സൗത്ത് പോൾ. നോർത്ത് നിന്ന് പുറത്തേക്ക് സൗത്ത് നിന്ന് ഉള്ളിലേക്ക് അല്ലെ? നോർത്ത് സൗത്തിലേക്ക് മനസ്സിലാവണല്ലേ? അപ്പൊ ഇറ്റ് ഇസ് വെരി മച്ച് സിമിലർ ടു എ ബാർ മാഗ്നറ്റ്. സോ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ബാർ മാഗ്നറ്റ്. Next question, give its main use. എന്താണ് അവന്റെ മെയിൻ യൂസ്? സോ ഇറ്റ് ആക്ട്സ് ആസ് എ ഇലക്ട്രോമാഗ്നറ്റ്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ടെമ്പററി മാഗ്നറ്റ് അഥവാ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് അവൻ എന്താണ് ആക്ട് ചെയ്യും. അതാണ് അവന്റെ മെയിൻ യൂസ്. ഈ ഒരു യൂസ് നമ്മൾ എന്താണ് ഇലക്ട്രിക്കൽ ഡിവൈസിൽ ഉപയോഗിക്കും അല്ലെ? ഇലക്ട്രിക്കൽ ഡിവൈസ്, പല ഇലക്ട്രിക്കൽ ഡിവൈസ് എന്താണ് അയൺ ബോക്സിൽ ഉപയോഗിക്കും, മോട്ടറിൽ ഉപയോഗിക്കും, എന്താണ് ബെല്ലിൽ, ഇലക്ട്രിക് ബെല്ലിൽ ഉപയോഗിക്കും. അങ്ങനെ കുറച്ച് യൂസ് എഴുതി വെക്കാം. പക്ഷെ ബേസിക്കലി ഇറ്റ് ആക്ട്സ് ആസ് എ ഇലക്ട്രോ മാഗ്നറ്റ്. അതാണ് അവന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് യൂസ്. മനസ്സിലാവുന്നുണ്ടോ? ശരി. സോ ഈ ക്വസ്റ്റ്യൻ പരീക്ഷ മൾട്ടിപ്പിൾ തവണ ചോദിച്ചാണ്. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ബാർ മാഗ്നറ്റ്. അവന്റെ യൂസ് എന്താണ്? ഇറ്റ് ഈസ് എ ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, മുന്നോട്ട് പോവാം. ശരി. CBSE 2016 ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ കോൺസെപ്ഷ്യൽ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോ. Two magnets are lying side by side as shown below. Draw the magnetic field lines between poles P and Q. P and Q ന്റെ ഇടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരിക? നിങ്ങൾക്കറിയാം, നോർത്ത് പോളിൽ നിന്ന് പുറത്തേക്ക്, നോർത്ത് പോളിൽ നിന്ന് എമർജ് ചെയ്യും, സൗത്ത് പോളിലേക്ക് മേർജ് ചെയ്യും അല്ലെ? സൗത്ത് പോൾ എന്ന് പറഞ്ഞാൽ സിങ്ക് പോലെയാണ്, വാഷ് ബേസിന്റെ സിങ്ക് പോലെയാണ്. എല്ലാം അവന്റെ ഉള്ളിലേക്ക് വരും. വെള്ളമൊക്കെ, വേസ്റ്റ് വെള്ളമൊക്കെ അവന്റെ ഉള്ളിലേക്ക് പോകുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ അവന്റെ ഉള്ളിലേക്ക് വരും. സോ സൗത്ത് പോൾ ഇസ് ലൈക്ക് എ സിങ്ക്, നോർത്ത് പോളിൽ നിന്നാണ് എമർജിങ് ലൈൻസ്. ഓക്കെ, അപ്പൊ നോർത്ത് പോളിന്റെ ലൈൻസ് എമർജ് ചെയ്യുന്ന സൗത്ത് പോളിലേക്ക് ഇങ്ങനെ പോകും. നോർത്ത് നിന്ന് എമർജ് ചെയ്ത് സൗത്തിലേക്ക് പോകും. ഓക്കെ, മനസ്സിലായല്ലോ? പിന്നെ 2-3 ഇവർ ഇത്രേ ചോദിച്ചുള്ളൂ, പിന്നെ ക്യൂന്റെ ഇടയിൽ ചോദിച്ചുള്ളൂ. പക്ഷെ നമുക്ക് ഫുള്ള് വരയ്ക്കാം. നോർത്ത് സൗത്തിലേക്ക് കുറച്ച് പോകും, നോർത്ത് സൗത്തിലേക്ക് കുറച്ച് പോകും, സൗത്തിലേക്ക് അല്ലാണ്ട് കുറച്ച് വരും, വേറെ കാര്യം. സൗത്തിലേക്ക് അല്ലാണ്ട് എവിടെ നോക്കിയാൽ കുറച്ച് വരും, എല്ലാം സൗത്തിലേക്ക് വരികയാണ് ചെയ്യുക. അതേപോലെ എന്താണ് ഇവിടെ എന്താണ് നോർത്ത് സൗത്തിലേക്ക് 2-3 പോകും, ഒരെണ്ണം കൂടി ഇവിടെ കാണിച്ച്, പിന്നെ നോർത്ത് നിന്ന് കുറച്ച് പുറത്തേക്ക് പോകും. ഓക്കെ, കഴിഞ്ഞു. എനിവേ, പിന്നെ ക്യൂന്റെ ഇടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നോർത്ത് ടു സൗത്ത്, നോർത്ത് സൗത്ത്, നോർത്ത് സൗത്ത്, നോർത്ത് സൗത്ത്, നോർത്ത് സൗത്ത്. ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ? ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ മാർക്ക് വരച്ചോളൂ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? P നിന്ന് Qയിലേക്ക് ആയിരിക്കും. സോ ഡയറക്ഷൻ ഇസ് ഫ്രം P to Q, P to Q, P to Q. ക്ലിയർ ആണ്? ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. Drawn അല്ല sir, drew. What does the degree of closeness of magnetic field lines near the poles signify? See, ഇവിടെ എന്താണ് magnetic field lines വളരെ ക്ലോസ് ആണ്. What does it signify? Sir, അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണ്, അല്ല അവരുടെ മാഗ്നറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ക്ലോസ് ആണെങ്കിൽ, ക്ലോസ് ടുഗെദർ ആണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ടുഗെദർ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ദെയർ. ഓക്കെ, അതായത് ക്ലോസ്നെസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? പറയൂ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ക്ലോസ്നെസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ്. സോ ക്ലോസ്നെസ് വളരെ ക്ലോസ് ആണെങ്കിൽ വളരെ സ്ട്രെങ്ത് ആയിരിക്കും അല്ലെ? വളരെ സ്ട്രോങ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയാണോ സ്ട്രോങ്, ഇവിടെയാണോ സ്ട്രോങ്? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെയാണ് സ്ട്രോങ് അല്ലെ? ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാവരും അടുത്തടുത്താണ്. അടുത്തടുത്താകുമ്പോൾ എന്താണ് അവർ തമ്മിൽ ഇഷ്ടം, റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ലക്ഷ്യം അല്ലെ? ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അടുത്തടുത്താണെങ്കിൽ വളരെ എന്താണ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരിക്കും അല്ലെ? മനസ്സിലായി അല്ലെ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. Okay, next question. What is the degree of, അത് ഓൾറെഡി പറഞ്ഞു. What does the degree of magnetic field lines near the pole signify? Strength of magnetic field. അല്ലെ? Strength of magnetic field. അപ്പൊ ഇവിടെ ക്ലോസ് ആണെങ്കിൽ ഇവിടെ വളരെ സ്ട്രോങ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്, ദൂരെയാണെങ്കിൽ സ്ട്രോങ് അല്ല മാഗ്നറ്റിക് ഫീൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CBSE 2015, 2018. സോ ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് വൺ ആപ്ലിക്കേഷൻ ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, എല്ലാം പഠിച്ചു വെച്ചോ. എല്ലാം അതിന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം പഠിച്ചു വെച്ചോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ്, ദിസ് ഈസ് യുവർ സ്റ്റേറ്റ്മെന്റ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, അല്ലെ ടെലിഗ്രാമിൽ നോട്ട്സ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്തെടുക്കാം. 3 സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചോ, ഏതെങ്കിലും ഒന്ന് പരീക്ഷ ചോദിക്കും. ഓക്കെ, 3 ഞാൻ ഇന്നലെ പഠിപ്പിച്ചാണ്. 3 ഞാൻ ഇന്നലെ പഠിപ്പിച്ചാണ്. ഓക്കെ, 3 സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. സ്റ്റേറ്റ്മെന്റ് അടക്കം ചോദിക്കും കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തോ. എടുത്തെങ്കിൽ സാർ എടുത്തു എന്ന് പറയാം. മുന്നോട്ട് പോവാം. ഓക്കെ, ടെലിഗ്രാമിൽ നോട്ട് വരും. എനിവേ എന്നാലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ.
ശരി, ഇനി പറ ഓരോന്നിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് പറ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ഒരു കറന്റ് ക്യാരിങ് വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലേ? കറന്റ് ക്യാരിങ് വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എങ്ങനെ ഉപയോഗിക്കുക? കറന്റിന്റെ ഡയറക്ഷനിൽ തമ്പ് പിടിക്കും, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആരും തന്നോളും? ഫിംഗേഴ്സ് വരും കേട്ടോ. കറന്റിന്റെ ഡയറക്ഷനിൽ തമ്പ് പിടിക്കും, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആരും തന്നു? ഫിംഗേഴ്സ് വരും. ഇതാണ് റൂള്. കഴിഞ്ഞു. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓർത്ത് വെക്കാൻ വേണ്ടി ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ. മറ്റേ ട്രിക്ക് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നില്ല, പക്ഷെ ഞാൻ സ്വന്തമായി ട്രിക്ക് ഉണ്ടാക്കി. ലയണൽ മെസ്സി. ഓ സർ, അതെങ്ങനെ വർക്ക് ചെയ്യാം പറഞ്ഞുതരാം. നോക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോ ആർ എന്തായിരിക്കും? ഒബ്വിയസ്ലി റൈറ്റിനെ ആയിരിക്കും ഉദ്ദേശം ഉണ്ടാവുക. ഓക്കെ ശരി സർ. ക്രിസ്ത്യാനോയുടെ സി എന്തായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക? കറണ്ടിനെ ഉദ്ദേശം ഉണ്ടാവുക. സർ അത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ ശരി, ഓക്കെ ശരി, ഓക്കെ ശരി. സർ ഇവിടെ ലയണൽ മെസ്സിന്റെ ലെഫ്റ്റ് എന്തായിരിക്കും? ഒബ്വിയസ്ലി ലയണൽ മെസ്സിന്റെ ലയണൽ എന്തായിരിക്കും? ലെഫ്റ്റ് ആയിരിക്കും. ഒബ്വിയസ്ലി സിമ്പിൾ, അതൊക്കെ എല്ലാവർക്കും അറിയാം. സർ ലെഫ്റ്റ്. ഓക്കെ സർ. സർ എം എന്തായിരിക്കും? മാഗ്നറ്റിക് ഫോഴ്സ്. എന്താണ് മാഗ്നറ്റിക് ഫോഴ്സ്? ഓ സർ അതെന്താണ് പറഞ്ഞുതരാം. എനിവേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെ ഓർത്ത് വെക്കുക? സി ക്രിസ്ത്യാനോ റൊണാൾഡോ കറന്റ് ആൻഡ് റൈറ്റ് അറിയാം, ലയണൽ മെസ്സി ലെഫ്റ്റ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് നിങ്ങൾ പഠിച്ചു വെച്ചു. ഇനി നിങ്ങൾ പറ റൈറ്റ് ഹാൻഡ് റൂൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എപ്പോഴാണ് ഉപയോഗിക്കുക? കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനോമിനൻ വരുമ്പോൾ. ആരാണ് ഏത് ഫിനോമിനാണ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുക? പറ. Which phenomenon will produce current? Electromagnetic induction. Sir, electromagnetic induction current produce ചെയ്യുമ്പോൾ ആ current direction കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. So electromagnetic induction phenomenon ആണ് നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. മനസ്സിലാവുണ്ടോ? ഓർത്തുക ബുദ്ധിമുട്ടില്ല. കറണ്ട് എപ്പോഴും ഉണ്ടാവുക? ഇലക്ട്രോമാഗ്നറ്റിക്. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവുന്ന കറണ്ടാണ് റിസൾട്ട് എങ്കിൽ യു യൂസ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി നിങ്ങളോട് വേറെ ഒരു റൂൾ കൂടി ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അത് എപ്പോഴാണ് ഉപയോഗിക്കുക? ലെഫ്റ്റ് ഹാൻഡ് റൂൾ എപ്പോഴാണ് ഉപയോഗിക്കുക? മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് എവിടെയാണ് സാർ ഫോഴ്സ് ഉണ്ടാവുക? കറന്റ് ക്യാരിങ് വയർ kept in a magnetic field experiences a force. Okay, a current carrying wire kept in a magnetic field experiences force. ആ ഫോഴ്സിനാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പൊ ഇതിപ്പോഴും ഉപയോഗിക്കുക ഒരു മാഗ്നറ്റിക് ഫീൽഡില് ഒരു കറന്റ് ക്യാരിങ് വയർ വെച്ച് കഴിഞ്ഞാൽ അവന്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഇത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം വരുമ്പോഴാണോ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. ഓക്കെ മനസ്സിലാവുണ്ടോ? അപ്പൊ ഫോഴ്സിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. മാഗ്നറ്റിക് ഫോഴ്സിന്റെ കേസിൽ ലയണൽ മെസ്സി ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. നിങ്ങൾ കറണ്ടിന്റെ കേസിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവുന്ന കറണ്ടിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്രിസ്ത്യാനോ റൊണാൾഡോ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. മനസ്സിലാവുണ്ടോ? ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ? മൂന്നിന്റെ സ്റ്റേറ്റ്മെന്റും പഠിച്ചു വെക്കുക. ഓക്കെ അപ്പൊ ഇതെപ്പോഴാണ് ഉപയോഗിക്കുക? ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് when a current carrying wire is kept in a magnetic field. അതെപ്പോഴാണ് ഉപയോഗിക്കുക? It is used to find the direction of induced current. Okay, due to electromagnetic induction. അത് എഴുതി വെച്ചാൽ കേട്ടോ, വേറെ ഒന്നും എഴുതണ്ട കേട്ടോ. It is used to find the induced current, direction of induced current due to electromagnetic induction. അതേ ഉള്ളൂ സം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. അണ്ടർ വാട്ട് CBSE 2009, 2012, 2016 വെരി ഇമ്പോർട്ടന്റ്. അണ്ടർ വാട്ട് കണ്ടീഷൻസ് ഇസ് ദി ഫോഴ്സ് ബൈ എ കറന്റ് ക്യാരിങ് വയർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം? അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കറന്റ് ക്യാരിങ് വയർ kept in a magnetic field experiences a force. എപ്പോഴാണ് മാക്സിമം ഉണ്ടാവാൻ പോകുന്നത്? എപ്പോഴായിരിക്കും? ഇങ്ങനെ ആവുമ്പോഴാണ് മാക്സിമം ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയും കറണ്ട് ഇങ്ങനെയും നമ്മൾ മാക്സിമം ഉണ്ടാകാൻ പോകുന്നത്. അതായത് കറണ്ടിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി അല്ലേ? പെർപെൻഡിക്കുലർ ആവുമ്പോഴല്ലേ? അതായത് പെർപെൻഡിക്കുലർ ആവുമ്പോഴായിരിക്കും മാക്സിമം എന്താ ഉണ്ടാവുന്നത്? ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഫോഴ്സ് എപ്പോഴായിരിക്കും മാക്സിമം? ഫോഴ്സ് വിൽ ബി മാക്സിമം where current and magnetic field are perpendicular to each other എന്നുള്ള ഓർത്തുക. ഒരു കാര്യം മനസ്സിലാക്കുക, രണ്ടുപേരും പാരലൽ ആണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? രണ്ടുപേരും പാരലൽ ആണ്. കറന്റ് ക്യാരിങ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്, കറന്റ് ക്യാരിങ് വയർ അങ്ങോട്ടാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഫോഴ്സ്? ഫോഴ്സ് ഉണ്ടാവില്ല സർ. ഫോഴ്സ് 0. ഓക്കെ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാക്സിമം, പാരലൽ ആണെങ്കിൽ 0. ക്ലിയർ ആണല്ലോ? ഇടയിലാണെങ്കിൽ ഇടയിലുള്ള അത്രേ ഉള്ളൂ സംഭവം. വാട്ട് ഇസ് ദി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. CBSE 2010, 2013, 14, 15. What is the shape of magnetic field lines due to a straight current carrying wire? സിമ്പിൾ ചോദ്യം. സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് വയറിനെ എത്ര പ്രാവശ്യം നമ്മൾ ചെയ്താലേ നോക്കുക. ഒരു സർക്കിൾ, 2 സർക്കിൾ, 3 സർക്കിൾ, 4 സർക്കിൾ, 5 സർക്കിൾ. കോൺസെൻട്രിക് സർക്കിൾസ്. എന്താണ് കോൺസെൻട്രിക് സർക്കിൾസ്?
ഒരേ സെന്റർ ഉള്ള കുറെ സർക്കിൾസിനാണ് കോൺസെൻട്രിക് സർക്കിൾസ്. അപ്പൊ സ്ട്രേറ്റ് ലൈനിന്റെ വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഷേപ്പ് എന്നാണ് കോൺസെൻട്രിക് സർക്കിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാ. ടു സർക്കുലർ കോയിൽസ് P and Q are kept close to each other blah 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 where P carries a current. ഇത് P, ഇത് Q. Okay. What will you observe in the galvanometer connected across Q? Condition എന്നുണ്ട് if current in P is changed. P യിലെ കറണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ Pന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടും കുറയും അല്ലേ? Pയിലെ മാഗ്നറ്റിക് ഫീൽഡ് Pയിലെ കറണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ Pന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും കുറയും. Pന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും കുറയും ചെയ്താൽ കോയിൽ 2 Q എന്ന് പറഞ്ഞ കോയിൽ 2ന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും കുറയും ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് വന്നാൽ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് ചേഞ്ച് വന്നാൽ എന്ത് സംഭവിക്കും? കറണ്ട് ഉണ്ടാവും അല്ലെ? വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും, കറണ്ട് ഉണ്ടാവും. ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് what will you observe in the galvanometer if current in P is changed? Deflects. ഗാൽവനോമീറ്റർ ഡിഫ്ലക്സ്, അത്രേ ഉള്ളൂ. ഡയറക്ഷൻ നമുക്കറിയില്ല, റൈറ്റിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഡിഫ്ലക്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, if both the coils are moved in the same direction with the same speed, അങ്ങനെയാണ് എന്താ സംഭവിക്കുക? പറ. ഇതെന്തുകൊണ്ട് ഡിഫ്ലക്ട് ചെയ്യുന്ന? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ട്. Because magnetic field lines passing through Q will change. That means current will flow through it. It is called electromagnetic induction. That means അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഓക്കെ, ശരി. ഇനി രണ്ടുപേരും കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒരേ സ്പീഡിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്താണ്? കോയിൽ അവന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യോ? ഇല്ല. ഇവൻ കുറെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരേപോലെ മൂവ് ആണെങ്കിൽ അവന്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അവന്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയോ കുറയോ ചെയ്യോ? ഇല്ല. ഓക്കെ, കൂടുകയോ കുറയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. നോ ഡിഫ്ലക്ഷൻ. Why? Because the number of magnetic field lines passing through coil P, Q will not change. അല്ലെ? P ഇതാണ്, Q ഇതാണെങ്കിൽ number of magnetic field lines passing through Q will not change. കാരണം രണ്ടുപേരും ഒരേ സ്പീഡിലാണ് പോകുന്നത്. ഇവൻ അങ്ങോട്ട് പോകുന്ന പോലെ തന്നെ അവൻ അങ്ങോട്ട് പോകാൻ പോകുന്നത്, ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ലെറ്റ്സ് സേ ഇവൻ സ്റ്റേഷനറി ആയിട്ട് നിർത്തി, Qനെ ഞാൻ സ്റ്റേഷനറി ആയിട്ട് നിർത്തി, Pനെ മാത്രം അങ്ങോട്ട് കൊണ്ടാൽ Qന്റെ ഉള്ളിൽ കറണ്ട് ഉണ്ടാവോ? ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവോ ഇല്ലയോ? പറ. CBSE സ്റ്റുഡൻസിന് ബുദ്ധി ഉണ്ടോ നോക്കട്ടെ. Q മാത്രം അവിടെ നിർത്തി, Pനെ ഞാൻ അടുത്തേക്ക് കൊണ്ടുപോവാണ്, അങ്ങനെയാണ് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവോ? ബിക്കോസ് ഇവനെ ഒറ്റയ്ക്ക് നിർത്തുക, അവിടെ റെസ്റ്റിൽ നിർത്തുകയാണ്. ഇവനെ അടുത്തേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഇപ്പൊ അവന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടും. അപ്പൊ അവൻ എന്താണ്? അവന്റെ ഉള്ളിൽ വോൾട്ടേജ് ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. ഓക്കെ, പക്ഷെ രണ്ടുപേരും ഒരേ സ്പീഡിൽ കൊണ്ടുപോയാൽ കാര്യമില്ല. രണ്ടുപേരും ഒരേ സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൊണ്ടായാൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവോ? രണ്ടുപേരും ഒരേ സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടായാൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവോ? അപ്പൊ ഡിഫ്ലക്ഷൻ ഉണ്ടാവും സർ. പക്ഷെ സെയിം ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സെയിം ഡയറക്ഷൻ ആൻഡ് സെയിം സ്പീഡ്, അപ്പൊ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഓക്കെ, മനസ്സിലാവുണ്ടോ? ശരി. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സോളിനോയിഡ്? അത് നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്താണ്. An insulated wire wound in the shape of a helix. ശരി. Draw magnetic field lines due to current carrying solenoid. Simple. ഞാൻ ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്, ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കറന്റ് ക്യാരിങ് സോളിനോയിഡ്. ഓക്കെ, കറന്റ് ഓൾറെഡി ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കുക? 2 ലൈൻ അല്ല 3 ലൈൻ സാർ. 1 2 3 ലൈൻ നേരെ വരയ്ക്കുന്നു. ഒരു ലൈൻ, രണ്ടാമത്തെ ലൈൻ കഴിഞ്ഞു. അവിടെ ഇന്റർസെക്ട് ചെയ്യാതിരുന്നാൽ നല്ലതാണ്. കഴിഞ്ഞു. Close. Draw the magnetic field lines due to blah 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 blah. കഴിഞ്ഞു. Write 3 important features of magnetic field optic. Write 3 important features. എല്ലാ important features ഇവിടെ കൊടുത്തിട്ടുണ്ട്. Magnetic field lines inside the solenoid. എന്തായിരിക്കും? Inside the magnetic field lines എന്തായിരിക്കും? Will be parallel and equally spaced. Parallel ആയിരിക്കും, equally spaced ആയിരിക്കും. അതായത് inside the solenoid parallel equally spaced ആണെങ്കിൽ magnetic field 0 അല്ല, magnetic field will be constant. Clear ആണ്? First property, magnetic field of solenoid is identical that to a bar magnet. ശരിയല്ലേ? It is very much identical to a bar magnet. Bar magnet same magnetic field lines ആയിരിക്കും ഉണ്ടാവുക. ഏതാണ്ട് ശരിയല്ലേ? സോറി സാർ, ഇതെന്ത് സാധനം? ഇതിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ശരിക്കും. അപ്പൊ ഉള്ളിലും കൂടി വരച്ചു കഴിഞ്ഞാൽ സെയിം ആയി. വെരി മച്ച് സിമിലർ. ബാർ മാഗ്നറ്റിനോട് വളരെ സിമിലർ ആണ്. ലാസ്റ്റ് പ്രോപ്പർട്ടി, കറന്റ് ക്യാരിങ് സോളിനോയിഡ് ആസ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ബാർ മാഗ്നറ്റ്. അത് വളരെ സിമ്പിൾ. ഓക്കെ, ഇനി വേറെ എന്താ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഇവർ ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ദി റൈറ്റ് 3 important features of magnetic field optic.
ഉള്ളിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും, പുറത്ത് എന്തായിരിക്കും, പുറത്ത് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും, പുറത്ത് എന്തായിരിക്കും അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. നിങ്ങൾ +2 എത്തുമ്പോൾ പഠിക്കും, ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ല. പുറത്ത് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും, ഉള്ളിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഒരു പ്രോപ്പർട്ടി കൂടി പറഞ്ഞേ, ഇനി ഒരു പ്രോപ്പർട്ടി എന്താണെന്നറിയോ, കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് വേറെ പ്രോപ്പർട്ടി. ഇനി വേറെ പ്രോപ്പർട്ടി എന്താ, ഒരു കൊണ്ട് പറഞ്ഞോടാ. ഇഫ് കറണ്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇസ് റിവേഴ്സ്ഡ്, if direction of current is reversed, the magnetic field lines in direction endaana will also get reversed. Magnetic field lines will also get reversed. ആ ഒരു പ്രോപ്പർട്ടി കൂടി എഴുതി വെക്കാം, പരിപാടി കഴിഞ്ഞു ട്ടോ. അപ്പൊ എന്തൊക്കെ പ്രോപ്പർട്ടി എഴുതി വെക്കാൻ പോകുന്നത്, ഉള്ളിലെ magnetic field lines will be parallel and equally spaced. പുറത്തെ സോ അതുകൊണ്ട് തന്നെ ഉള്ളിലെ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. ഇറ്റ് റിസെംബിൾസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു ബാർ മാഗ്നറ്റ്. ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, ഇഫ് ദി ഡിറക്ഷൻ ഓഫ് കറന്റ് ഇസ് റിവേഴ്സ്ഡ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ വിൽ ബി റിവേഴ്സ്ഡ്. ക്ലിയർ ആണ്? ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണേ ക്ലോസ്ഡ് കർവ് ഒക്കെ ഫോം ചെയ്യുന്ന എഴുതാം. അത് പക്ഷേ എല്ലാവരുടെയും മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഓൾവേസ് ഫോംസ് ക്ലോസ് കർവ്സ്. ഓക്കെ, അതൊരു പ്രോപ്പർട്ടി ഒന്നല്ല ഇവന്റെ, എന്നാലും എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, വിച്ച് ഇസ് ഓൾസോ ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CBSE 2010, 2012, 2014, 2016. Sir, 10, 12, 14, 16, 18, 20, 22. വെയിറ്റ് ഫോർ ഇറ്റ്, നോക്കാം നമുക്ക് ഇത് വരും ഒന്നാളെ. പ്രെഡിക്റ്റ് ബൈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എടുക്കുകയാണെങ്കിൽ ഈ നാളത്തെ പരീക്ഷയിൽ വരണം. ഡിസ്ക്രൈബ് an activity with neat diagram to demonstrate the presence of magnetic field around a current carrying straight conductor. ഒരു കറന്റ് ക്യാരിങ് വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്താണ് ആക്ടിവിറ്റി? ഒന്നുമില്ല ആക്ടിവിറ്റി. നിങ്ങൾ എന്ത് ചെയ്യുക, ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ചുറ്റും ഒരു കോമ്പസ് കൊണ്ടേ വെക്കുക. ഇഫ് ദി കോമ്പസ് നീഡിൽ ഡിഫ്ലെക്ട്സ് there is magnetic field. ക്ലോസ്, കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരച്ച് കാണിച്ചു കൊടുക്കാം, ഇവിടെ കൊണ്ടുപോയി മാഗ്നറ്റിക് കോമ്പസ് വെക്കുക, കൊണ്ടുപോവാ, അങ്ങനെയൊക്കെ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഒരു കറന്റ് ക്യാരി വയറിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ചുറ്റും ഒരു കോമ്പസ് കൊണ്ടുപോയി വെക്കുക. ഇഫ് ദി കോമ്പസ് നീഡിൽ ഡിഫ്ലെക്ട് there is magnetic field. If there is no deflection there is no magnetic field. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ശരി. പക്ഷെ അത് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ എന്താ ഇവിടെ എഴുത്തുണ്ടോ? എഴുത്തൊന്നുമില്ല. ഇതും കൂടെ വരച്ചു വെക്കുക, പരിപാടി തീർക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുള്ള പോലെ ഇങ്ങനെ വരച്ചു വെക്കാം. കറണ്ട് ഉണ്ടെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി അമ്മീറ്റർ ഒക്കെ വരയ്ക്കാം. അതൊന്നും വേണ്ട, ഡസൻ മാറ്റർ, ഇത് മതി ട്ടോ. ഇത് ചെയ്തോളൂ, വരച്ചു വെച്ചോളൂ. അടുത്ത ചോദ്യം, 2012, 2014, 2016. സാർ വീണ്ടും 2018, 2020, 2022. വരാൻ ചാൻസ് ഉണ്ട്. ഡിസ്ക്രൈബ് an activity, to draw a magnetic field line outside bar magnet from one pole to another pole. ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റി എന്താണ്? ഒന്നുമില്ല. സൗത്ത് പോൾ, നോർത്ത് പോൾ, ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് വരയ്ക്കാൻ വേണ്ടി എങ്ങനെയാ കണ്ടുപിടിക്കുക? വരയ്ക്കാൻ വേണ്ടി ഒന്നുമില്ല, കോമ്പസ് എടുക്കുക, കോമ്പസ് ഇവിടെ കൊണ്ടുവെക്കുക. നോർത്ത് നീഡിൽ എങ്ങോട്ടാ പോയിന്റ് ചെയ്ത് നോക്കുക, അവിടെ നിങ്ങൾ ഒരു വര വരയ്ക്കുക, ടാൻജന്റ് വരയ്ക്കുക. ഓക്കെ, അവിടെ അലോങ് ദ കോമ്പസ് നോർത്ത് ഡയറക്ഷൻ ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് അല്ലേ, വെറുതെ ലൈൻ വരച്ചാൽ നിങ്ങൾ ആ കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതേ കോമ്പസ് എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പൊ നോർത്ത് എവിടെയാണോ പോയിന്റ് ചെയ്ത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക. വീണ്ടും നോർത്ത് എവിടെയൊക്കെ പോയിന്റ് ചെയ്ത് നോക്കുക, അവിടേക്ക് നിങ്ങൾ ലൈൻ വരയ്ക്കുക, ലൈൻ വരച്ചു. എന്നിട്ട് എല്ലാ ലൈനിനെ കണക്ട് ചെയ്തിട്ട് ഒരു കേർവ് വരയ്ക്കുക. That will be the magnetic field line. Okay, അപ്പൊ കോമ്പസ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. You will find the direction of north pole. നോർത്ത് പോൾ എവിടെയൊക്കെ പോയിന്റ് ചെയ്യുക, ലൈൻ വരച്ച് പോവാ. നോർത്ത് പോൾ എല്ലാ ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഓരോ പ്രാവശ്യം വെക്കുമ്പോൾ തോന്നിയെടുത്ത് പോയി വെക്കരുത്. ഇവിടെ കൊണ്ടു വെച്ചാൽ അവിടെ തന്നെ നിങ്ങൾ അതിന്റെ തൊട്ട് മുകളിൽ തന്നെ കൊണ്ടുവെക്കുക, തൊട്ട് മുകളിൽ കൊണ്ടുവെക്കുക, വെക്കുക. എന്നാൽ അവസാനം നിങ്ങൾക്ക് എന്ത് കിട്ടും? കുറെ ലൈൻസ് കിട്ടും അല്ലെ, എല്ലായിടത്തും ലൈൻസ്, ഇവിടെ ലൈൻ, ഇവിടെ ലൈൻ, ഇവിടെ ലൈൻ, എല്ലാ ലൈൻസും കൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യപ്പെടും കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇംഗ്ലീഷ് എഴുതി വെക്കാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് എഴുതാൻ പറയാം കേട്ടോ. അപ്പൊ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ബാർ മാഗ്നറ്റ് 2006, 2014. ഇത് വേൾഡ് കപ്പ് വരുന്ന പോലെയാന്ന് തോന്നുന്നു. 6, 14, 10, 14, പിന്നെ 15, 16 വന്നു. അത് നമ്മൾ കൂട്ടണം, അത് നമ്മൾ കൂട്ടിയില്ല വിചാരിക്കുക. അങ്ങനെയാണ് 2018. സാർ 6, 10, 14, 18, സാർ 22. നിങ്ങളെ ഞാൻ ഫുൾ ഫ്രീക്ക് ഔട്ട് ചെയ്യണം. എനിവേ, ഡിഫൈൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ബാർ മാഗ്നറ്റ്. ഹൗ ഡു യു ഡിഫൈൻ മാഗ്നറ്റിക് ഫീൽഡ്? ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ബാർ അല്ലെ, എന്ത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ is the region around a magnet where the force due to magnet can be felt. അഥവാ magnetic force is experienced. എന്താണ് magnetic force is experienced? The region where magnetic force is experienced is called magnetic field. The region where, അങ്ങനെ എഴുതി വെച്ചാൽ മതി, എനിക്ക് അതാണ് കുറച്ചുകൂടി നല്ല ഡെഫിനിഷൻ. റീജിയൻ ഫോർ മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് എക്സ്പീരിയൻസ് ഇസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. അത്രേ ഉള്ളൂ. ആ റീജിയനാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കേട്ടോ. ഓക്കെ, എനിവേ, അടുത്ത ക്വസ്റ്റ്യൻ, 2010, 11, 12, 14, 15. പാറ്റേൺ എന്താണ്? 10, 11, 12.
So that means മൂന്നെണ്ണം ഒരുമിച്ച്, പിന്നെ 2 ഇയർ ഗ്യാപ്പ്, അല്ല 1 ഇയർ ഗ്യാപ്പ്, പിന്നെ മൂന്നെണ്ണം ഒരുമിച്ച് 2014, 15, 16 1 ഇയർ ഗ്യാപ്പ്, 18, 19, 20 1 ഇയർ ഗ്യാപ്പ്, 21 ഇല്ല, 22 ഓ സർ നാളത്തെ പരീക്ഷയിൽ വീണ്ടും വരും. നോക്കാം. ഡിസ്ക്രൈബ് an activity to show that an electric current carrying wire behaves like a magnet. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തല്ലേ, ഒരു കറന്റ് ക്യാരിങ് വയർ ചുറ്റും, അത് പിന്നെ വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമ്മൾ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്താട്ടോ. എവിടെയാ ഡിസ്ക്രൈബ് ചെയ്ത് സാർ? നേരത്തെ ചെയ്തില്ലേ? ഇതാണ് സെയിം ക്വസ്റ്റൻ ആണ് അല്ലേ, വേറെ രീതി ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ, സെയിം ക്വസ്റ്റൻ ആണ്. എനിവേ മൂവിങ് ഓൺ. എവിടെ പോയി ബാക്കി എന്തുകൊണ്ടായിരുന്നുള്ള റൈറ്റ് ദ റൂൾ വിച്ച് ഡിറ്റർമിൻസ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലേ ഡെവലപ്ഡ് അറൗണ്ട് കറന്റ് ക്യാരിങ് സ്റ്റേറ്റ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിങ് വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾ എന്തായിരുന്നു? ഈ സാധനത്തിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂൾ എന്താണ്? റൈറ്റ് ഹാൻഡ് തം റൂൾ സർ, റൈറ്റ് ഹാൻഡ് തം റൂൾ സർ, റൈറ്റ് ഹാൻഡ് തം റൂൾ. ഓക്കെ, ഓർത്തുക. റൈറ്റ് ഹാൻഡ് തമ്മിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ അതും എഴുതി വെക്കണം. ഓക്കെ, ഒന്നുമില്ല, ടേക്ക് ദ റൈറ്റ് ഹാൻഡ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഭയങ്കര ഡെഫിനേഷൻ ഒന്നുമില്ല, നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അത് പഠിക്കുക, അത് എഴുതി വെക്കാം. അല്ലെ സിമ്പിൾ അല്ലേ, ലോജിക്കലി ആലോചിക്കുക. ടേക്ക് യുവർ റൈറ്റ് ഹാൻഡ്, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? പ്ലേസ് ദി അല്ലെങ്കിൽ പോയിന്റ് ദി തം in the direction of current. കറന്റിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണെങ്കിൽ point the thumb in the direction of current. The fingers, step 3, the fingers will indicate the direction of magnetic field. Simple English എഴുതി വെച്ചാൽ കേട്ടോ, basic logically. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം കേട്ടോ, എഴുതി വെക്കാം. അപ്പൊ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്, സിമ്പിൾ ആയിട്ട് എഴുതിക്കുക. ടേക്ക് യുവർ ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, ഹോൾഡ് 3 fingers perpendicular to each other. Father, mother, child. Force, magnetic field, child, current. Okay, if the thumb indicates direction of force, the index finger indicates direction of magnetic field, and blah 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 indicates the direction of current. Third finger, middle finger in the direction of current. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ പറയാം if the index finger indicates the direction of magnetic field, the middle finger indicates the direction of current, then the thumb finger will indicate the direction of force. ഇത്രേ ഉള്ളൂ സംഭവം. Simple. Anyway, next question. Draw the magnetic field lines through and around a single loop of current wire carrying current. സിംഗിൾ ലൂപ്പ് ഓഫ് വയർ ക്യാരിങ്. സർക്കുലർ ലൂപ്പിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ വരയ്ക്കുക പറഞ്ഞേ? ഞാൻ ഓൾറെഡി ഇന്നലെ പഠിപ്പിച്ചാണ് അല്ലേ. 2 സർക്കിൾ ഇവിടെ, 2 സർക്കിൾ ഇവിടെ, ഒരു ലൈൻ ഇവിടെ, ക്ലോസ്, കഴിഞ്ഞു. ഇവിടെ എന്താണ്? ലൂപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തിരിച്ചുള്ള ലൂപ്പ് ഒക്കെ വന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ലൂപ്പ് വരച്ചാൽ അല്ലേ. എങ്ങനെയാണ് ഒന്നുകൂടി കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ഒരു ലൂപ്പ് സർക്കുലർ ലൂപ്പിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് 2 സർക്കിൾ, ഇവിടെ 2 സർക്കിൾ, നടുവിൽ വയർ, വര, ക്ലോസ്, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇതൊന്നും വേണ്ട, ഇതാണ് ഏറ്റവും കറക്റ്റ് കേട്ടോ. ഹൗ ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റ് മെയ്ഡ്? എങ്ങനെയാ ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാക്കുക? ബേസിക്കലി ഒരു സോളിനോയിഡ് എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് 1, ടേക്ക് എ സോളിനോയിഡ്. ഇനി സോളിനോയിഡ് എടുത്തു വെച്ചുകൊണ്ട് കാര്യമില്ല, കണക്ട് ബാറ്ററി, അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ബേസിക്കലി സോളിനോയിഡ് എടുത്ത് കറണ്ട് ഫ്ലോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ദിസ് ബിക്കംസ് എൻ ഇലക്ട്രോമാഗ്നറ്റ്. പക്ഷേ ഇതിനെ ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കൊള്ളില്ല, ബിക്കോസ് അതിന്റെ സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പൊ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സാധനം എടുക്കും. എന്താണ് ആ സാധനത്തിന്റെ പേര്? സോഫ്റ്റ് അയൺ കോർ സാർ, സോഫ്റ്റ് അയൺ കോർ. പ്ലേസ് ദ സോഫ്റ്റ് അയൺ ഇൻസൈഡ് ദി സോളിനോയിഡ്. പ്ലേസ് ദ സോഫ്റ്റ് അയൺ ഇൻസൈഡ് ദി സോളിനോയിഡ്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ്, സോളിനോയിഡിനുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇവനെ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും? ഈ സോഫ്റ്റ് അയൺ വിൽ ഗെറ്റ് മാഗ്നറ്റൈസ്. ഇറ്റ് ഗെറ്റ്സ് മാഗ്നറ്റൈസ്. അവന് സ്വന്തമായിട്ട് ഒരു മാഗ്നറ്റ് ആവും, ഇവനൊരു മാഗ്നറ്റ് ആവും. അത് നല്ല സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് ആയിരിക്കും. സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആയിരിക്കും. ഈ സോഫ്റ്റ് അയൺ കോർ മാഗ്നറ്റൈസ്ഡ് ആണ്. ഓക്കെ, ഇപ്പം ഇവനെ നമുക്ക് എന്ത് വിളിക്കാം? ഇപ്പൊ നമ്മൾ എന്താണ്? ഇവനെ ഒരു ട്രൂ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കും. അപ്പൊ ടേക്ക് എ സോളിനോയിഡ്, കണക്റ്റഡ് ടു ബാറ്ററി. Now current will flow. Now magnetic field will be there inside the solenoid. പക്ഷെ അത് മാത്രം പോരാ. Place a soft iron core to increase the strength of magnetic field. Now it becomes a electromagnet. Clear ആണല്ലോ? സോഫ്റ്റ് അയൺ കോർ കൂടി. അപ്പൊ പരീക്ഷയിൽ ചോദിക്കാം, how can you magnetize a soft iron core? Place it inside a current carrying solenoid. Close. How can you magnetize a material? അല്ലെ സോഫ്റ്റ് അയൺ അല്ലെ എന്ത് മെറ്റീരിയലും place it inside a current carrying solenoid. വെറും solenoid, current carrying solenoid. ഓക്കെ, അപ്പൊ അവൻ മാഗ്നറ്റൈസ് ആവും. അവന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? മാഗ്നറ്റിക് സ്ട്രെങ്ത് ആണ് കൂടും. ക്ലിയർ ആണ്? അടുത്തത്, name any one method to induce current in a coil. Name any one method to induce current in a coil. First method sir, coil, connect a battery, current induce ചെയ്തു. പക്ഷെ ഇതല്ല ആൻസർ. ഇത് ഇൻഡക്ഷൻ അല്ല, കറണ്ടിന്റെ ഇൻഡക്ഷൻ അല്ല. അത് കറണ്ട് വെറുതെ ബാറ്ററി വെച്ചുണ്ടാക്കാം. എന്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഒന്നുമില്ല,
Take a solenoid, take a coil. Take a bar magnet, sir. North south bar magnet. ഇങ്ങനെ വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. Because bar magnet magnetic field lines എന്താണ്? ഇവന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ്. Now take a bar magnet. Now move it towards the solenoid. ഇങ്ങനെ വെറുതെ വെക്കുക സാർ, വെറുതെ വെച്ചുകൊണ്ട് കാര്യമില്ല. Move it towards the solenoid. Now a current will be induced. What is the phenomenon called? Electromagnetic induction. Why is current induced? Justify your answer. എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒന്നുമില്ല. When the bar magnet is moved towards the coil, when the bar magnet is moved towards the coil, what happens? The magnetic field lines passing through the coil will increase, will change. When the magnetic field lines passing through any coil changes, a voltage is induced, a current is induced. This is called electromagnetic induction. This is the answer. മനസ്സിലാവുന്നുണ്ടോ? When the bar magnet moves towards the coil, the magnetic field lines through the coil increases, അഥവാ changes എന്ന് പറയാം, generally changes. When magnetic field lines through a coil changes, പഠിച്ചു വെച്ചോ, പരീക്ഷ ചോദിക്കും. What is electromagnetic induction? When magnetic field lines passing through a coil changes, a voltage is induced, a current is induced. Close. അടുത്ത ചോദ്യം 2015 ചോദ്യം ചവിട്ടി പുറത്താക്കി. അടുത്ത ചോദ്യം 2014-15 ചോദ്യം. ഓക്കെ, ശരി. ചോദ്യം നോക്ക്. Describe the health word blah 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 to demonstrate the force acting on a current carrying conductor due to magnetic field. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. ഹോർസ് മാഗ്നറ്റ് വേണമെന്നൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, മോട്ടർ വരയ്ക്കുക. DC മോട്ടർ, നോർത്ത് സൗത്ത് ആർമേച്ചർ. ഓക്കെ, സ്പ്ലിറ്റ് റിങ്സ് വരയ്ക്കുക, ബ്രഷ് വരയ്ക്കുക, ബാറ്ററി കൊടുക്കുക, കഴിഞ്ഞു. The armature will rotate. Current pass ചെയ്യുന്നു. Current carrying wire kept in a magnetic field. This will start rotating. Close. എക്സ്പെരിമെന്റ് കഴിഞ്ഞു. ഇനി അല്ല, അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ചെയ്യാം. ഏതാണ് സാർ ഇതെങ്ങനെയാണ് വരയ്ക്കുക? സാർ ഞാൻ ട്രഡീഷണൽ മെത്തേഡാണ് എനിക്കിഷ്ടം. ട്രഡീഷണൽ മെത്തേഡ് ഒന്നും വേണ്ട, DC മോട്ടർ എന്നാണ്. അതിന്റെ ആപ്ലിക്കേഷൻ തന്നെ ഇതാണ്. അത് മോട്ടർ റൊട്ടേറ്റ്, ആർമേച്ചർ റൊട്ടേറ്റ്. ഇഫ് ആർമേച്ചർ റൊട്ടേറ്റ്സ്, പ്രൂവ്ഡ്, കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത പോലെ ചെയ്യാം. ഇതും നല്ല മെത്തേഡാണ്. ഇതെന്താ മെത്തേഡ്? ഒന്നുമില്ല. ഒരു ബാറ്ററി എടുക്കുക, ഒരു വയർ കണക്ട് ചെയ്യുക. സോ ദിസ് ബിക്കംസ് എ കറന്റ് ക്യാരിങ് വയർ. ശരിയാണോ അല്ലയോ? ദിസ് ബിക്കംസ് എ കറന്റ് ക്യാരിങ് വയർ. നൗ പ്ലേസ് എ ഹോർസ്ഷൂ മാഗ്നറ്റ്. ഇതുപോലത്തെ എന്താണ് ഒരു ഹോർസ്ഷൂ മാഗ്നറ്റ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവൂലേ? സാർ എവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാം? സാർ എവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓ സാർ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. Now the current carrying wire is kept in a magnetic field. അവൻ എന്ത് ചെയ്യും? അവൻ ഫ്യൂ എന്ന് പറഞ്ഞ് മുകളിലേക്കോ താഴേക്കോ പോകും. അവൻ എന്താണ് ഫ്യൂ എന്ന് പറഞ്ഞിട്ട് ഈ ക്ലാമ്പിൽ നിന്ന് താഴേക്കോ അല്ലെ മുകളിലേക്കോ ഡിപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലായി, current carrying wire kept in a magnetic field experiences a force. ഇത് വരച്ചു വെക്കാം. അല്ലെങ്കിൽ DC മോട്ടർ just വരച്ചു വെക്കുക. The motor will start rotating because current carrying wire kept in a magnetic field experiences a force. ക്ലിയർ ആണല്ലോ? എഴുതി വെക്കും. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്രയെങ്കിലും മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് നോക്കട്ടെ. ഓക്കെ, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പിടിച്ചിരിക്കാൻ പറ്റുമോ? പിടിച്ചിരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? കുറച്ചും കൂടി സമയം ഉണ്ടാവും. നമുക്ക് പരീക്ഷയിൽ A1 വേണ്ടേ? അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തലയിലുണ്ട്. കാരണം ആൽഫ പാർട്ടിക്കിൾസ് നെഗറ്റീവ് ചാർജ് ആണോ പോസിറ്റീവ് ചാർജ് ആണോ? ഇറ്റ് ഈസ് എ പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺ പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്, ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ സീറോ ചാർജ്, ഒരു ചാർജ് ഇല്ല. ഓക്കെ, അപ്പൊ ആൽഫ പാർട്ടിക്കിൾ ഇസ് ജസ്റ്റ് ലൈക്ക് എ പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജ്. ഓക്കെ, ശരി. എനിവേ, ആൽഫ പാർട്ടിക്കിൾ enters a uniform magnetic field at right angles to it. Okay, ശരി. Stating relevant blah 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 blah. Explain in which direction this alpha particle will move. Okay, പറ. First of all, alpha particle move ചെയ്യോ? തീർച്ചയായിട്ടും മൂവ് ചെയ്യും. Because basically എന്താണ്? This is like a current carrying wire kept in a magnetic field. Because current carrying wire ലൂടെ ചാർജ് ആണ് ഫ്ലോ ചെയ്യുക. Okay, basically charge flow in എവിടെയാണ്? current carrying wire നെ കൺസിഡർ ചെയ്യാം. Anyway, this behaves like a current carrying wire because current carrying wire ലൂടെ ചാർജ് ആണ് ഫ്ലോ ചെയ്യുക. ഇവിടെ ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ട്. alpha particle is a charge, positive charge particle. It is moving up. So basically current is moving up. അതെങ്ങനെ സാർ കിട്ടിയത്? See, കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ it is the direction of positive charge. പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്. നിങ്ങൾക്കറിയാം, ലെറ്റ്സ് സേ ഒരു വയർ എടുത്തു, അതിലെ ഇലക്ട്രോൺസ് എല്ലാം കൂടി താഴേക്ക് പോവാണ്. എങ്ങോട്ടാണ് കറണ്ട്?
ഇവിടെ ഇലക്ട്രോൺസ് എല്ലാം കൂടി താഴേക്ക് പോകുന്ന അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഈക്വലന്റ് ടു പോസിറ്റീവ് ചാർജ് ഒക്കെ മുകളിലേക്ക് പോവാണ്. അങ്ങനെയാണെങ്കിൽ മുകളിലേക്കാണ് കറണ്ട്. അത് നിങ്ങൾക്കറിയാം ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇവിടെ ഓൾറെഡി ആൽഫ പാർട്ടികൾ ആണെന്നിരിക്കും, പോസിറ്റീവ് ചാർജ് ആണെന്നിരിക്കും. സോ പോസിറ്റീവ് ചാർജ് മുകളിലേക്കാണ് പോകുന്നെങ്കിൽ കറണ്ട് മുകളിലേക്കാണ് പോകുക. ഇനി കറണ്ട് മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റ് റൈറ്റിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? മാഗ്നറ്റിക് ഫോഴ്സ്. Current carrying wire kept in the magnetic field experiences a magnetic force. Lionel magnetic force. Lionel Messi. Rule എന്താണ്? Lionel Messi. Left hand magnetic force അല്ലേ? Current carrying wire kept in the magnetic field experiences a magnetic force. Force അല്ലേ? Force ഉള്ളതുകൊണ്ടാണ് മൂവ് ചെയ്യുക. So force കണ്ടുപിടിക്കും. Magnetic force. Lionel Messi. Left hand rule. Fleming's left hand rule. Father mother child. Mother magnetic field. ചൈൽഡ് കറണ്ട് അത് കിട്ടി. കറണ്ട് മുകളിലേക്ക് പിടിക്കുക, മാഗ്നറ്റിക് ഫീൽഡ് മദർ റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും, അവിടേക്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ദി ഫോഴ്സ് വിൽ ബി ഇൻ ടു ദി ബോർഡ്. പരീക്ഷയിൽ എഴുതുമ്പോൾ ബോർഡിൽ നിന്ന് എഴുതി വെക്കരുത്. അപ്പൊ അവര് മനസ്സിലാവും അലക്സ് സാറിന്റെ ക്ലാസ് നിങ്ങൾ കണ്ടു. മാർക്ക് കുറയ്ക്കൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ മാർക്ക് കൂട്ടി തരുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എക്സ്ട്രാ മാർക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇൻ ടു ദി ബോർഡ് എന്ന് എഴുതി വെക്കരുത്. അപ്പൊ അവർ അലക്സ് സാറിന്റെ ക്ലാസ് കണ്ടു മനസ്സിലായി. ഇൻ ടു ദി സ്മാർട്ട് ബോർഡ് എന്ന് കൂടി വെച്ചാൽ എന്തായാലും അലക്സ് സാർ കണ്ടു മനസ്സിലായി. അങ്ങനെ ചെയ്യരുത്. ഇൻ ടു ദി പേപ്പർ, കോമൺ സെൻസ് ഉപയോഗിക്കുക. ഇൻ ടു ദി പേപ്പർ, ശരിയല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, കറണ്ട് മുകളിലോട്ട്, ഫാദർ ഉള്ളിലേക്ക്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ. ഓക്കെ, സ്വന്തമായിട്ട് ഞാൻ വേറെ എവിടെ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റിലേക്ക്, ഇലക്ട്രോൺ മുകളിലേക്ക്. വാട്ട് ഈസ് ദി ഫോഴ്സ് ഓൺ ദിസ് ഇലക്ട്രോൺ? പറയും. വാട്ട് ഈസ് ദി ഫോഴ്സ് ഓൺ ദിസ് ഇലക്ട്രോൺ? പറയും. സി, ഇലക്ട്രോൺ മുകളിലേക്കാണ് പോകുന്നത്. അതിനർത്ഥം എന്താണ്? കറണ്ട് താഴേക്കാണ് സർ. സോ കറണ്ട് ഡിപ്രഷൻ താഴേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റിലേക്കാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ. മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് താഴേക്ക്. ഫോഴ്സസ് ഔട്ട് ഓഫ് ദി ബോർഡ്. ഓ സാർ, ഇപ്പൊ മനസ്സിലായി. ഔട്ട് ഓഫ് ദി പേപ്പർ അല്ലെങ്കിൽ away from the paper. അതും ഔട്ട് ഓഫ് ദി പേപ്പർ, അതേ ഉള്ളൂ. ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി പേപ്പർ എന്ന് എഴുതിയാൽ മാത്രം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇലക്ട്രോണിന്റെ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ആണ്. ആൽഫ പാർട്ടിക്കിൾ അതേ ഡയറക്ഷനിൽ. പ്രോട്ടോൺ ആണ് മുകളിലേക്ക് വന്നേ, കറണ്ട് ഡയറക്ഷൻ മുകളിലേക്ക് തന്നെ, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ന്യൂട്രോൺ ആണെങ്കിൽ ഫോഴ്സ് ഉണ്ടാവോ? നോ, സീറോ ഫോഴ്സ്, ബിക്കോസ് നോ ചാർജ്, കറണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നോക്കാം, ഇലക്ട്രോൺ എങ്ങോട്ട് പോകണം? മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടേക്കാണ്. Where is the force? എങ്ങോട്ടാണ് ഫോഴ്സ്? റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ? ഇൻ ടു ദി ബോർഡ്, ഔട്ട് ഓഫ് ദി ബോർഡ് ആണ്? പറ സാർ. അയ്യോ, അലക്സ് സാർ ഇപ്പൊ വീഴാൻ പോയി. പക്ഷെ ഡോണ്ട് വറി, അലക്സ് സാർ വീഴാൻ പോയതല്ല, അലക്സ് സാർ നിങ്ങളെ പറ്റിക്കാൻ നോക്കിയതാണ്. ഓക്കെ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 സാർ. ഔട്ട് ഓഫ് ദി ബോർഡ് ഒന്നല്ല, ഇൻ ടു ദി ബോർഡ് അല്ല. ഫോഴ്സ് വിൽ ബി 0. വൈ? നോക്കുക, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, കറണ്ട് ഫ്ലോ എങ്ങോട്ടാണ്? കറണ്ട് ഫ്ലോ ഇങ്ങോട്ട്. മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് ഫ്ലോ എന്നാണ് ഒരേ ഡയറക്ഷനാണ് സർ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതൊക്കെ സെയിം ആണ്. ഒരേ ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒക്കെ സെയിം ആണ്. ദാറ്റ് മീൻസ് ഒരേ ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ അഥവാ പാരലൽ ആണെങ്കിൽ നോ ഫോഴ്സ്. ഓൺലി പാരലൽ ആണെങ്കിൽ ഒരിക്കലും ഫോഴ്സ് ഉണ്ടാവില്ല. പെർപെൻഡിക്കുലർ ആണ് മാക്സിമം ഫോഴ്സ് ഉണ്ടാവും. ഇടയിലാണെങ്കിൽ സാർ ഇടയിലുള്ള ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ബുദ്ധിമുട്ടൊന്നുമില്ല, മുന്നോട്ട് പോവാം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ക്ലിയർ ആണല്ലോ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? കോൺസെപ്റ്റ് ക്ലിയർ ആണ്, ഏത് ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റും? അടുത്ത ചോദ്യം, what is an electromagnet? ഒന്നുമില്ല. A magnet which behaves a solenoid which behaves like a bar magnet when current is passing through it. A solenoid which behaves like a bar magnet when current is passing through it. Current passes through it. It is called a electromagnet. What decides its polarity? Polarity എന്തിനെ decide ചെയ്യുക? Direction of current. കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ഡിഫൈൻ ചെയ്യാം. പൊളാരിറ്റി. കറണ്ട് അങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ ഒരു പൊളാരിറ്റി ആയിരിക്കും, കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് വേറെ പൊളാരിറ്റി ആയിരിക്കും. അത് എങ്ങനെയാണ് റൂൾ ഞാൻ പറഞ്ഞത്? എന്തായിരുന്നു ട്രിക്ക്? എന്തായിരുന്നു പറഞ്ഞു? ട്രിക്ക് പറ. വെള്ളം അവിടെ പോയി. ട്രിക്ക് പറ. എങ്ങനെയാണ് പൊളാരിറ്റി കണ്ടുപിടിക്കുക? ഒരു വയർ എടുത്തു, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓ സാർ, ദിസ് ഈസ് ക്ലോക്ക് വൈസ്. കമ്പ്യൂട്ടർ സയൻസ് അല്ലെ? കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ ആന്റി നാട് കടത്തും. കമ്പ്യൂട്ടർ സയൻസ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സൗത്ത് പോൾ. ദിസ് ഈസ് സൗത്ത് പോൾ സാർ. സൗത്ത് പോൾ സാർ. ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. കറണ്ട് കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ ആന്റി നാട് കടത്തും. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നാട് കടത്തും. നോർത്ത് പോൾ എൻ നാട്. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആന്റി നാട് കടത്തും.
Okay, that means north pole. Okay, clear? അടുത്ത ചോദ്യം. Blah 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 blah. List 3 factors and how it differs from a permanent magnet. അത് ഞാൻ വേറെ ചോദ്യത്തിൽ പറഞ്ഞുതരാം. List 3 factors and explain how strength of electromagnet depends on this. അത് ഞാൻ പറഞ്ഞുതരാം. Don't be. എങ്ങനെയാണ് electromagnet strength ചേഞ്ച് ചെയ്യുക? Electromagnetic magnetic field strength എങ്ങനെ ചേഞ്ച് ചെയ്യുക? Three ways. എല്ലാം പഠിച്ചോ. How can you change the strength of magnetic field around an electromagnet or inside an electromagnet? 3 ways. First, number of turns increase ചെയ്യണമെങ്കിൽ number of turns increase ചെയ്താൽ strength of magnetic field increase. രണ്ടാമത്തേത് current through it, increase the current through it, then also the strength of magnetic field increase. Last point, use soft iron core. നമ്മൾ ഓൾറെഡി പഠിച്ചു soft iron core വെച്ചാൽ അപ്പോഴും എന്താണ് magnetic field കൂടുക. അപ്പോൾ magnetic field കൂട്ടണമെങ്കിൽ number of turns increase ചെയ്യുക, current through it increase ചെയ്യുക, soft iron core കൊണ്ടുപോയി വെക്കുക. ക്ലോസ്. ഓക്കെ, ശരി. ഇനി ഇലക്ട്രോമാഗ്നറ്റും പെർമനന്റ് മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഥവാ സോളിനോയിഡും അല്ലെ, ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ സോളിനോയിഡ് ആണ്, പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ബാർ മാഗ്നറ്റ് ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് ഏതാണ്? സിമിലാരിറ്റി കണ്ടു, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഷേപ്പ് സിമിലർ ആണ്. ഓക്കെ, ശരി. ഡിഫറൻസസ് എന്താണ്? ശരി, ദിസ് ഇസ് ടെമ്പററി. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് ദിസ് ഇസ് ടെമ്പററി. ഇറ്റ് ഓൺലി ആക്ട്സ് ആസ് എ ബാർ മാഗ്നറ്റ്, അഥവാ ഇറ്റ് ഓൺലി ആക്ട്സ് ആസ് എ മാഗ്നറ്റ് വെൻ കറന്റ് ഇസ് പാസിംഗ് ത്രൂ ഇറ്റ്. ദിസ് ഇസ് പെർമനന്റ്. ഇവിടെ കറന്റിന് ചോദ്യമൊന്നുമില്ല. അതായത് ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് നിങ്ങൾ അവനോട് പറയാം, എടാ മതി, നിന്റെ മാഗ്നറ്റിസം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാഗ്നറ്റിസം നിർത്താൻ പറ്റൂ? ഇല്ല. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റ് പറഞ്ഞാൽ നിർത്തും. കറണ്ട് പാസ് ചെയ്തായിരുന്നാൽ മതി. കറണ്ട് പാസ് ചെയ്തില്ലെങ്കിൽ അവൻ ജസ്റ്റ് എ വയർ, ഹീസ് ജസ്റ്റ് എ വയർ, അവനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല. അല്ലെ, ഹൾക്കിനെ പോലെയാണ്. ഹൾക്കിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ഓക്കെ, വെറുതെ നടക്കുമ്പോൾ ഗുണമില്ല. ഹൾക്കിൽ പച്ച കളറാകുമ്പോൾ മാത്രം അവന് ഗുണമുണ്ട്. അതേപോലെ ഇവനുള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവന് ഗുണമുണ്ട്, അല്ലെങ്കിൽ വെറുതെ നടക്കുന്ന സാധാരണ മനുഷ്യൻ. ഓക്കെ, ശരി. നെക്സ്റ്റ് എന്താണ്? ശ്രദ്ധിക്കാം. ഇലക്ട്രോ മാഗ്നറ്റിനോട് ഞാൻ എടുത്തു, ബാർ മാഗ്നറ്റ് ഞാൻ എടുത്തു. ബാർ മാഗ്നറ്റിനോട് ഞാൻ പറയാ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചും കൂടി താ. അവൻ പറയും നീ പോയി പണി നോക്കണം. ഞാൻ പറയും ഞാൻ അലക്സ് സാറാണ്, മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച്. അവൻ പറഞ്ഞു അലക്സ് സാർ ആണെങ്കിലും ഏത് സാറാണെങ്കിലും വിഷയമുള്ള കാര്യമില്ല, പോയി പണി നോക്കാൻ പറയും. മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ തരാൻ പറ്റില്ല. ഞാൻ പറയും മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാ. അപ്പൊ അവൻ പറയും എനിക്ക് തരാൻ പറ്റില്ല, നിങ്ങൾ വേണം വലിയ മാഗ്നറ്റ് എടുത്താൽ പറ്റും, എനിക്ക് കൂടുതൽ തരാൻ പറ്റില്ല. ഞാൻ ഇലക്ട്രോ മാഗ്നറ്റ് എടുത്ത് പോയി കുറച്ചും കൂടി മാഗ്നറ്റിക് ഫീൽഡ് എത്താ. അവൻ പറയും ഞാൻ ആലോചിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ആലോചിക്കാൻ? കൂടുതലാ. അപ്പൊ അവൻ പറയും കുറച്ചുകൂടി കറണ്ട് താ, ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതൽ തരാം. സോ വേറെ എന്തൊക്കെ വഴി? കറണ്ട് ഇല്ല, കൂടുതൽ തരാം. വേറെ എന്തൊക്കെ വഴി? നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, സോഫ്റ്റ് ആൻഡ് കോർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കറണ്ട് കൂട്ടുക. എങ്ങനെ ചെയ്താലും മാഗ്നറ്റിക് ഫീൽഡ് കൂടി തരാം. അതായത് ഇവന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ പറ്റും, കുറയ്ക്കാനും പറ്റും. പക്ഷെ അവന്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാർ അടുത്ത ഡിഫറൻസ്, ബാർ മാഗ്നറ്റ് എടുത്തു, നോർത്ത് സൗത്ത് ഇങ്ങനെ വെച്ചു. സോളിനോയിഡ് എടുത്തു, നോർത്ത് സൗത്ത് ഉണ്ടായി, കറണ്ട് പാസ് ചെയ്തു, നോർത്ത് സൗത്ത് ഉണ്ടായി. ബാർ മാഗ്നറ്റ് ഞാൻ പോയി, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിന്റെ നോർത്ത് അങ്ങോട്ട് വെക്ക്, സൗത്ത് ഇങ്ങോട്ട് വെക്ക്. അവൻ പറയും പറ്റില്ല. വീണ്ടും ഞാൻ പറഞ്ഞു നോർത്ത് അവിടെ വെക്ക്, സൗത്ത് ഇവിടെ വെക്ക്. അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നാ പിന്നെ താൻ തന്നെ എടുത്തിട്ട് തിരിച്ചു വെക്ക്. എന്നെ തിരിച്ചു വെച്ചാൽ ഞാൻ വേണം സൗത്ത് ഇവിടെ ഉണ്ടാക്കാം, അല്ലാണ്ട് സൗത്ത് മാറ്റാനും നോർത്ത് മാറ്റാനും പറ്റില്ല. അതായത് എന്റെ പൊളാരിറ്റി മാറ്റാൻ പറ്റില്ല. എന്റെ പൊളാരിറ്റി എന്താണ്? റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പ്രാക്ടിക്കലി പറ്റില്ല. ഓക്കെ, തിയററ്റിക്കലി പറ്റില്ല. തിയററ്റിക്കലി പറ്റും, പക്ഷെ പ്രാക്ടിക്കലി പറ്റില്ല. പറ്റില്ല. അങ്ങനെയാണ് പറ. തിയററ്റിക്കലി പ്രാക്ടിക്കലി പറ്റില്ല, വെറുതെ പറഞ്ഞോ. ഒക്കെ വേറെ തന്നെ. എനിവേ, സോളിനോയിഡ് എടുത്ത് പോയി നോർത്ത് സൗത്ത് മാറ്റ്. അവൻ പറയും നീ കറണ്ട് മാറ്റും. എന്താണ്? ഞാൻ ചോദിക്കുന്നത് എന്താണ്? അവൻ പറയും നീ കറണ്ട് മാറ്റ്. എന്താണ് മനസ്സിലായി? കറണ്ട് മാറ്റണോ? എടോ കറണ്ടിന് ഡയറക്ഷൻ മാറ്റ്. മുകളിലേക്കല്ല താഴേക്ക് കറണ്ട് ആക്കുക. അപ്പൊ സൗത്ത് നോർത്ത് മാറി. സർ, അതായത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക പൊളാരിറ്റി? കറണ്ടിന് ഡയറക്ഷൻ മാറ്റുക, അത്രേ ഉള്ളൂ. അപ്പൊ 3 ഡിഫറൻസ് ഏതൊക്കെയാണ്? ഒന്നുമില്ല, ഇലക്ട്രോമാഗ്നറ്റ് ടെമ്പററി ആണ്, മറ്റൊരു പെർമനന്റ് ആണ്. എപ്പോഴും മാഗ്നറ്റിസം ഇവന്റെ ഉണ്ടാവും. ഇപ്പം ഇവന്റെ കറണ്ട് പാസിംഗ് മാത്രം മാഗ്നറ്റിസം ഉണ്ടാവുള്ളൂ. രണ്ടാമത് എന്താണ്? ഇവന്റെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും, അവന്റെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കൂട്ടാനും കുറയ്ക്കാനും പറ്റും, കുറയ്ക്കാനും പറ്റില്ല. ലാസ്റ്റ് എന്താണ്? പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും, പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. നോർത്ത് സൗത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, നോർത്ത് സൗത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. 3 ഡിഫറൻസ്. ക്ലോസ്, കഴിഞ്ഞു. അടുത്ത ചോദ്യം. Describe an activity to display how a moving magnet can be used to generate electric current in a coil. വളരെ സിമ്പിൾ, നമ്മൾ ഓൾറെഡി ചെയ്താണ്. കോയിൽ എങ്ങനെയാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ഒന്നുമില്ല. ബാർ മാഗ്നറ്റ് നോർത്ത് സൗത്ത്, അടുത്തേക്ക് കൊണ്ടുപോകുക അല്ല ദൂരേക്ക് കൊണ്ടുപോകുക. അടുത്തേക്ക് കൊണ്ടുപോകുക അല്ല ദൂരേക്ക് കളിക്കുക. എന്ത് വേണം ചെയ്താൽ എന്താണ്? അവിടെ കറണ്ട് ഉണ്ടായി. പക്ഷെ അവിടെ കറണ്ട് ഉണ്ടാവണം എന്താണ്? ക്ലോസ് സർക്യൂട്ട് വേണം. സാർ, ഇവിടെ എയറിൽ എന്റെ എയറിൽ വെച്ചാൽ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യും? നോ. ഇറ്റ് ഷുഡ് ബി എ ക്ലോസ് സർക്യൂട്ട്. അപ്പോഴാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, അപ്പൊ വേണം നിങ്ങൾ എന്ത് ചെയ്യും? അമ്മീറ്റർ വെച്ചു. അമ്മീറ്റർ വിൽ ഷോ ഡിഫ്ലക്ഷൻ. എപ്പം? when this is moved
This is moves towards or away from it. Using bar magnet, you are inducing current. Okay, but describe an activity blah 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 blah. ഇതാണ് സാധനം. ഒന്നെങ്കിൽ ഉള്ളിലേക്ക് കൊണ്ടോ അല്ലെ പുറത്തെ, ഉള്ളിലേക്ക് കൊണ്ടോ അടുത്തേക്ക് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, അടുത്തത് കോയിൽ മെയ്ഡ് ഓഫ് blah 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 blah. സെയിം ക്വസ്റ്റ്യൻ ആണ്, വേറെ രീതിയിൽ ചോദിച്ചു. CBSE 2012, 2014, 2015. വാട്ട് ഇസ് ദ പാറ്റേൺ? പറ, വാട്ട് ഇസ് ദി പാറ്റേൺ? പറ നോക്കട്ടെ. 2012 ഒരു ഇയർ സ്കിപ്പ് ചെയ്തു, 14, 15. വീണ്ടും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എനിക്കറിയില്ല, പക്ഷെ ലെറ്റ്സ് അസ്യൂം ഒരു ഇയർ സ്കിപ്പ് ചെയ്തു 17, പിന്നെ ഒരു ഇയർ സ്കിപ്പ് ചെയ്തു 19, 20, ഒരു ഇയർ സ്കിപ്പ് ചെയ്തു 21, ഒരു ഇയർ സ്കിപ്പ് ചെയ്തു. ഓ സാർ, നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ പോകുന്നില്ല, വെറുതെ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഈ പറയുന്ന മണ്ട ലോജിക് ഒന്നും വിശ്വസിക്കില്ല, ഞാൻ വെറുതെ രസത്തിന് പറയുന്നതാണ്. നിങ്ങളെ പരീക്ഷയ്ക്ക് മുൻപ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. എന്നിട്ട് നാളെ പരീക്ഷയിൽ വരുമോ എന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാം പഠിച്ചു പോയാൽ ഏതെങ്കിലും പരീക്ഷയിൽ വരും, അതാണ് നമ്മുടെ ലോജിക് കേട്ടോ. മെറ്റാലിക് കണ്ടക്ടർ സസ്പെൻഡ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് കണ്ടക്ടർ. ഓക്കെ, ബേസിക്കലി എന്താണ്? ഹോർസ് മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, അതിനിടയിൽ എന്താണ് അവർ പറയുന്നത്? മെറ്റാലിക് കണ്ടക്ടർ സസ്പെൻഡ് blah 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 blah. The conductor gets blah 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 when current is passed through it. Okay, what will happen to the displacement of the conductor? ഓക്കെ, ശരി. നോക്കുക, ഒരു കറണ്ട് ക്യാരിങ് വയർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അവർ പറയുന്ന അവൻ ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ് ഇൻ ദി ലെഫ്റ്റ് ഡയറക്ഷൻ. മുകളിലാണ് ഫോഴ്സിങ് കൊണ്ട് വരാൻ പോകുന്നത്, ശരിയല്ലേ? ബിക്കോസ് കറന്റ് ക്യാരിങ് വയർ കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അവന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫോഴ്സ്. Which rule do you use to find the direction of this force? പറ. Which rule will you use to find the direction of this force? പറ. Right hand thumb rule, left hand rule, right hand rule. Right hand thumb rule, Fleming's left hand rule, Fleming's right hand rule. പറ. Fleming's left hand rule. Sir, magnetic force in direction ആണ്. Magnetic force ആണ് ലയണൽ മെസ്സി sir. Left hand rule എന്ന് പറയണം. Fleming's left hand rule. Anyway, ചോദ്യം, current through it is increase. ഇവന്റെ current increase ചെയ്താൽ എന്ത് സംഭവിക്കും? What will happen to the displacement? എടോ, current increase ചെയ്താൽ സംഭവിക്കുക, കറണ്ട് ഉള്ള കാരണമാണ് ഫോഴ്സ് ഉള്ളത്. അപ്പൊ കറണ്ട് ഇൻക്രീസ് ചെയ്താൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഫോഴ്സ് ഇൻക്രീസ് ചെയ്താൽ അവന്റെ മോഷൻ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ഇൻക്രീസ് സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹോർസു മാഗ്നറ്റ് ഇസ് റിപ്ലേസ്ഡ് ബൈ അനദർ സ്ട്രോങ്ങർ ഹോർസു മാഗ്നറ്റ്. സി, കറണ്ട് മാത്രമുള്ളതുകൊണ്ടല്ല ഫോഴ്സ് ഉണ്ടാവുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതുകൊണ്ടാണ് ഫോഴ്സ് ഉണ്ടാവുന്നത്. അപ്പൊ വലിയ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഹോർസ് മാഗ്നറ്റ് ഉപയോഗിച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഇൻക്രീസ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്താൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഫോഴ്സ് ഇൻക്രീസ് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് വിൽ ഓൾസോ ഇൻക്രീസ്. So answer increases. Next question. Direction of current through it is reversed. Current derivation reverse ചെയ്തു. Okay sir. ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ മാറോ? കൂടുതൽ ഡിസ്പ്ലേസ് ചെയ്യോ? നോ. ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴാണ് കൂട്ടാൻ പറ്റുക? കറണ്ട് കൂട്ടണം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടണം. പക്ഷെ ഇപ്പൊ കറണ്ടിന് ഡയറക്ഷൻ മാറ്റി. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് നേരത്തെ ലെഫ്റ്റിലേക്കാണ് ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം ഡിസ്പ്ലേസ്മെന്റ് ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും ഉണ്ടാവും. Okay, so displaces towards right because direction of current is reverse. So the force in direction എന്താണ്? റിവേഴ്സ്. Fleming's left hand rule. നോക്കിക്കുക, കറണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടാണ്, ശരിയല്ലേ? കറണ്ട് ഇങ്ങനെ താഴെയാകുമ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടാണ്. കറണ്ട് മുകളിലേക്കാണെങ്കിൽ മനസ്സിലാവും, ഫോഴ്സ് മാറുന്നുണ്ടോ? കറണ്ട് താഴേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പിടിക്കാം. കറണ്ട് മാഗ്നറ്റിക് ഫീൽഡിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് മാറ്റുന്നില്ല കേട്ടോ. കറണ്ട് താഴേക്കാണ്, ഫോഴ്സ് നിങ്ങളുടെ അടുത്തേക്കാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് മാറ്റാണ്ട് ഞാൻ കറണ്ട് റിവേഴ്സ് ചെയ്തു. ഫോഴ്സ് ഇങ്ങനെ ഉണ്ടായിരുന്ന ഫോഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് മാറ്റാണ്ട് കറണ്ട് ഞാൻ റിവേഴ്സ് ചെയ്തു. ഫോഴ്സ് അങ്ങോട്ടേ. ദാറ്റ് മീൻസ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് വിൽ ബി ഓപ്പോസിറ്റ്. ലെഫ്റ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്കായിരിക്കും, നിങ്ങളുടെ നേരത്തേക്കാണെങ്കിൽ ആ ബോർഡിന്റെ ഉള്ളിലേക്കായിരിക്കും. ഓ സാർ, കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിയാൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ മാറും. അടുത്ത ചോദ്യം വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? Which rule will you use? Left hand rule. Fleming's left hand rule. Okay, ഇവിടെ എന്താണ് 2011, 2012. ഇനി പ്രഡിക്ഷൻ ഒക്കെ നിർത്തുകയാണ്, കാരണം നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മുടെ ലോജിക് എന്താണ്? ഡു മാക്സിമം ക്വസ്റ്റ്യൻസ്. പരീക്ഷയിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും വരും, എഴുതി വെക്കുക, മാർക്ക് കിട്ടുക, ഫ്രീ ആയിട്ട് മാർക്ക് കിട്ടി. For the current carrying solenoid as shown blah 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 blah. Explain giving reason blah 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 blah. Out of 3 points A, B and C, which point the field strength is maximum and which point the field strength is minimum? Okay sir, ഇതാണ് ഡയഗ്രാം.
Sir, idana അവർ തന്ന diagram. പക്ഷേ because since this is a solenoid, you know the magnetic fields are like this. Magnetic field inside a solenoid, outside a solenoid എല്ലാം വരയ്ക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ശരി. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ 3 പോയിന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് A എന്ന് പറഞ്ഞ പോയിന്റ് which is inside, right inside it. So A will be inside it. Oh sir, ഇവിടെയാണ്. ഓക്കെ ശരി. നെക്സ്റ്റ് ബിയും സി. ബി എന്ന് പറഞ്ഞാൽ പുറത്താണ്. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. ഇതല്ല ബി. സി എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് പുറത്താണ് സി. അല്ലെ തൊട്ട് പുറത്തല്ലേ സി? തൊട്ട് പുറത്താണ് സി. ഓക്കെ ശരി. അങ്ങനെയാണ് നിങ്ങൾ പറ എവിടെയായിരിക്കും മാക്സിമം? നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെയാണോ ക്ലോസ് അവിടെയായിരിക്കും മാക്സിമം. ഏറ്റവും കൂടുതൽ ഇവിടെയാണോ ക്ലോസ്, പുറത്താണോ ക്ലോസ്? പുറത്ത് ഒട്ടും ക്ലോസ് അല്ല. ഏറ്റവും കൂടുതൽ ക്ലോസ് ഇൻസൈഡ് ദ മാഗ്നറ്റിക് സോളിനോടാണ്. ഏറ്റവും ക്ലോസ് എവിടെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏറ്റവും ക്ലോസ് ടുഗദർ എവിടെയാണ്? ഉള്ളിലാണെങ്കിൽ അവിടെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പിന്നെ ഏറ്റവും ക്ലോസ് ഏതാണ്? സിയിലാണോ ബിയിലാണോ? സിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഏറ്റവും ക്ലോസ്. ഏറ്റവും അവസാനം ബിയില് ഒന്നൊക്കെ ഉള്ളൂ. അവിടെ ക്ലോസ് എന്ന് പറയാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവർ ഭയങ്കര ക്ലോസ് ആണെന്ന് എങ്ങനെ മനസ്സിലാവും? അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അടുത്തടുത്ത് അല്ലേ? ഓക്കെ. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവര് അത്രയും ക്ലോസ് അല്ല. ഫ്രണ്ട്ഷിപ്പ് നോട്ട് സോ ഗുഡ്. അതെങ്ങനെ മനസ്സിലാക്കുക? അവര് വിട്ട് നിൽക്കായിരിക്കും അല്ലേ? നീ പോടാ വിട്ട്. അത് ഇതുപോലെ ഇത് കുറച്ച് വിട്ടാ നിൽക്കും. ഇത് അടുത്തുപോലെ നിൽക്കുന്നത് വിട്ട്. ഓക്കെ ശരി, മനസ്സിലായി. ഇനി ഇവനെ പോലെ ഒരുത്തൻ അവിടെ ഫ്രണ്ട്സേ ഇല്ല. അപ്പൊ പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും ഇല്ല. അപ്പൊ അവിടെ ആയിരിക്കും ഏറ്റവും മിനിമം എന്തുണ്ടാവുക? ഫ്രണ്ട്ഷിപ്പ് അല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ. ഔട്ട്സൈഡ് ദ സോളിനോയിഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. ഒന്നും ഉണ്ടാവില്ല. 0 മിനിമം. അപ്പൊ ബി ഇസ് മിനിമം, എ ഇസ് മാക്സിമം. സി സർ റീസൺ ജസ്റ്റിഫൈ എങ്ങനെ ചെയ്യാം? ഒന്നുമില്ല. ദ മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ മോസ്റ്റ് ക്ലോസ് ടുഗദർ അറ്റ് എ, least close together at C, moderately close together at C, at B, C. Okay, C മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ. അപ്പം സിയില് ബിയില് മിനിമം, സിയില് മോഡറേറ്റ്, എയിൽ എന്താണ് മാക്സിമം. അടുത്ത ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്? 60 slides, 61, 62, 65, 7 more questions go. നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? 7 questions കൂടെ ചെയ്യാൻ പിടിച്ചിരിക്കാൻ പറ്റണം. What are the magnetic field lines? What are magnetic field lines? Justify the following statements. Two magnetic field lines can never intersect each other. First of all, what are magnetic field lines? What are simple magnetic field lines give the direction of magnetic field at a point. ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആരാണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ഫസ്റ്റ് അത് തീർന്നു. Magnetic field lines give the direction of magnetic field at any point. Two magnetic field lines can never intersect each other. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. Yes, true. Why? See, if two magnetic field lines intersect at a point, a magnetic compass ഇവിടെ വെക്കുന്ന magnetic compass will show two directions at a point. It will point towards two directions, which is not possible practically. രണ്ട് ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടി ഒരു നീഡിലല്ലേ ഉള്ളൂ. Okay. If magnetic field lines intersected at a point, a magnetic compass kept at that point should point to two directions. But this does not happen in reality. That means magnetic field lines will never intersect. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? Yes, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയുള്ള സംഭവം. Next, magnetic field lines are closed curves. Why are magnetic field lines closed curves? ശരിയാണോ? എപ്പോഴും magnetic field lines closed curves ആണ്. വളരെ simple. Because magnetic field lines always start at North Pole and end at South Pole. അല്ലെങ്കിൽ it emerges from North Pole and it merges at South Pole. അതുകൊണ്ട് it always starts and ends, and it starts again and ends, and start again and ends. അല്ലെ, എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, എവിടെയെങ്കിലും merge ചെയ്യണം, and വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, end ചെയ്യണം കേട്ടോ. So that means it always forms closed loops. മനസ്സിലാവുണ്ടോ? ശരി. അടുത്ത question, CBSE 2018. What are the magnetic field lines? അത് already answered. Magnetic field lines എന്ന് പറഞ്ഞാൽ it indicates the direction of magnetic field. How is the direction of magnetic field at a point in a magnetic field determined using field lines? Field line തന്നു, magnetic field line തന്നു. Let's say ഈ പോയിന്റിലെ magnetic fieldന്റെ direction ചോദിച്ചു. B എന്ന് പറഞ്ഞ magnetic field ആണ്. Direction ചോദിച്ചു. How will you obtain
എന്താ ചെയ്യേണ്ടത്? സാർ ഇങ്ങനെ നോക്കി നിൽക്കും, ഇങ്ങോട്ടാ പോകുന്നത്, അങ്ങോട്ടാണ്. അങ്ങനെയാണോ? അല്ല. Draw a tangent at the point. This is a tangent at the point in the direction. Tangent എങ്ങോട്ട് വരയ്ക്കാം? അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാം അല്ലേ? ടാൻജന്റ് ഇങ്ങോട്ട് വരയ്ക്കാം. എടോ അങ്ങോട്ടും വരയ്ക്കാം, ഇങ്ങോട്ടും വരയ്ക്കാം, അങ്ങോട്ടും വരയ്ക്കാം, അങ്ങോട്ടും വരയ്ക്കാം, ഇങ്ങോട്ടും വരയ്ക്കാം. പക്ഷെ അങ്ങോട്ട് വരയ്ക്കും, കാരണം in the direction of magnetic field line. So draw a tangent to the curve at that point. രണ്ട് ഡയറക്ഷനിലും വരയ്ക്കാം. എങ്ങോട്ട് വരയ്ക്കണം? in the direction of magnetic field. So in the direction of magnetic field line. In the direction of magnetic field lines. So draw a tangent at the point in the direction of magnetic field lines. That will give you the direction of magnetic field at that point. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ അതാണ് എഴുതി വെക്കണം. 5 മാർക്കിനാ ചോദിച്ചത്. Two circular blah 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 coils blah 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 blah. If the current in coil X is changed, will some current be induced in the coil Y? Give a reason. പറ. ഒരു കോയിൽ എക്സ്, ഒരു കോയിൽ വൈ, ഇവന്റെ കറണ്ട് ഇൻക്രീസോ ഡിക്രീസോ ചെയ്താൽ ഇവന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും കുറയും. അപ്പൊ അവന്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം ചേഞ്ചസ് ത്രൂ എ കോയിൽ. A current is induced in the coil. Therefore, yes, it will be induced. Give reason. Electromagnetic induction. When current in this coil is changed, the magnetic field inside the coil changes. Okay. When magnetic field in the other coil, X coil, changes, the magnetic field lines passing through the Y coil changes, and the current is induced in the coil. That means by electromagnetic induction, a current will be induced in the coil. When current passing through coil X changes, the magnetic field inside it will change. Okay. When the magnetic field inside the coil X changes, the number of magnetic field lines passing through coil Y changes. Used by electromagnetic induction, a current and then voltage will be induced in the coil. That is, the current will pass. State Fleming's right hand rule. Fleming's right hand rule. Cristiano Ronaldo. Current in a direction കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. Induced current in a direction കണ്ടുപിടിക്കാൻ. അതിങ്ങനെ സ്റ്റേറ്റ് ചെയ്യൊന്നുമില്ല. റൈറ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡ് എടുക്കുക. ഫാദർ, മദർ, ചൈൽഡ്. ഈ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയാം, ടേക്ക് യുവർ റൈറ്റ് ഹാൻഡ്. സ്റ്റെപ്പ് 1, ഹോൾഡ് ദ 3 ഫിംഗേഴ്സ്, ഫസ്റ്റ് 3 ഫിംഗേഴ്സ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3 എന്തായിരിക്കും? ഇഫ് യു പ്ലേസ് ദ തം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അഥവാ മോഷൻ. ഫോഴ്സ് എപ്പോഴും ഉണ്ടാവണമല്ലോ, മോഷൻ അല്ലെ ഫോഴ്സ് എന്ന് പറയാം. ഇഫ് യു പ്ലേസ് ദ ഡയറക്ഷൻ ഓഫ് തം ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ദി കണ്ടക്ടർ and the index finger in the direction of magnetic field, the middle finger will give you the direction of current in the conductor. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. 3 എങ്ങനെ പഠിക്കുക? if you point the thumb in the direction of force അഥവാ motion of the conductor and the index finger in the direction of magnetic field, the middle finger will give you the direction of current in the conductor. Close. 5 marks free. അടുത്ത ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ് സാർ? ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറയാം. ഇതിനാണ് അടുത്ത ക്വസ്റ്റ്യൻ വേണം. ഇനി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. 4 more questions. 4 more questions and we are done with physics and A1 ഉറപ്പിച്ചു. Write the working principle of electric motor. What is the working principle of electric motor? Electric motor, armature coil kept in a magnetic field, experiences a force and rotates. That is, a current carrying wire kept in a magnetic field experiences a force. എന്നാണ് അവന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എന്താണ്? A current carrying wire kept in a magnetic field experiences force is the working principle of a DC motor. What is the energy conversion in DC motor? Electrical energy is converted to mechanical energy എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു. അടുത്ത ചോദ്യം. Explain the function and the following parts of electric motor. Armature, it rotates in the magnetic field. When current passes through it, it rotates in the magnetic field. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് കൂടുതൽ. Brushes basically ഒന്നും ചെയ്യുന്നില്ല. It connects the external battery to the armature. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ it carries the current from the external battery to the armature. Last, splittering reverses the direction of current. Reverses the current of direction of current in the armature in every half rotation. ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും സ്പ്ലിറ്ററിംഗ് ആയിരിക്കും ആർമേച്ചറിലെ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാം. സർ അതും കിട്ടി. ഓക്കെ. അടുത്ത ചോദ്യം. ലാസ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ.
A circuit contains a battery, variable, blah 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 blah, the blah 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 blah. Okay. State how the magnetic field pattern indicates regions where magnetic field is stronger. Yes, simple. When magnetic fields are close together, magnetic field is strong there. The closeness of magnetic field lines indicates the strength of magnetic field. Where magnetic field lines are close together, it is very strong. What happens to the magnetic field when current in the circuit is reversed? When current is reversed, the magnetic field lines will get reversed. The direction of magnetic field lines will get reversed. Reverse. The direction of magnetic field lines will get reversed. Close. എത്ര മാർക്കാ? 3 marks വല്ലതും. അടുത്ത ചോദ്യം. Last second question. Okay, this is our last third. ഇതാണ് last third question. Ansari sir blah 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 എന്തോ എക്സ്പെരിമെന്റ് കാണിക്കാം. ഓക്കെ ശരി. ഒരു സ്പ്രിംഗിലേക്ക് ബാർ മാഗ്നറ്റ് കണക്ട് ചെയ്തിരിക്കാം. ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, ഒരു കോയിൽ ഉണ്ട്. ഓക്കെ, കോയിൽ സ്റ്റേഷനറി ആണ്, സ്പ്രിംഗ് എന്താണ്? മൂവ് ചെയ്യും obviously. What is the principle which Ansari sir is trying to demonstrate? Ansari sir ഇത് പിടിച്ചൊറ്റ വലി വലിച്ചു, സ്പ്രിംഗിൽ കളിക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഗാൽവനോമീറ്റർ എന്ത് സംഭവിക്കും? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. There will be deflection. Now deflection എന്തുകൊണ്ടുണ്ടാവുന്നു? What is the principle? Electromagnetic induction sir. Electromagnetic induction. അടുത്തത്, what will be observation blah 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 when the magnet starts oscillating through the coil? Explain the reason behind this observation. When magnet starts oscillating, there will be deflection in the galvanometer. What does that mean? There is current in the circuit, അഥവാ current in this coil. Why വളരെ simple ആണ്. When the magnet starts oscillating, the magnet has a magnetic field around it. When it starts to oscillate, the magnetic field lines passing through the coil, a solenoid, will change. When magnetic field lines passing through the solenoid or the coil is changing, there will be an induced EMF, induced voltage and induced current. This is called electromagnetic induction. Explain. Last part, consider the situation where the magnet goes in and out of the coil. State 2 changes which could be made to increase the deflection in the galvanometer. Next question. ഈ ഡിഫ്ലക്ഷൻ കൂട്ടാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാർ മാഗ്നറ്റ് ഇങ്ങനെ താഴ്ന്നു പൊന്തിക്കൊണ്ടിരിക്കാം. എന്ത് ചെയ്യും? വളരെ സിമ്പിൾ ആണ്. ഈ സോളിനോയിഡിന്റെ സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി എന്താ നിങ്ങൾ ചെയ്തത്? സർ കറണ്ട് കൂട്ടി. പക്ഷെ ഇവിടെ കറണ്ട് കൂട്ടാൻ പറ്റില്ല, കറണ്ട് ഉണ്ടായി വരാണ്. കറണ്ട് കൂടണം, അപ്പൊ എന്ത് ചെയ്യും? പറയും. നമ്പർ ഓഫ് ടേൺസ് കൂട്ടി, അത് വർക്ക് ചെയ്യും. നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം. വേറൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, സർ സോഫ്റ്റ് അയൺ കോർ വെക്കുക. ഇവന്റെ ഉള്ളിൽ കൊണ്ട് സോഫ്റ്റ് അയൺ കോർ വെച്ച് മതി. 2 ചേഞ്ച്. Number of turns increase of the solenoid, soft iron core വെക്കുക, you will get a better deflection. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കറക്റ്റ് ആൻസർ അറിയാം? മാഗ്നറ്റ് മൂവ് ചെയ്യാം. ഇവിടെ മാഗ്നറ്റ് മൂവ് ചെയ്യാന്ന് ഓൾറെഡി പറയുന്നുണ്ട്. കൺസിഡർ സിറ്റുവേഷൻ ദി മാഗ്നറ്റ് ഗോസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി കോയിൽ. അത് ഇനി മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി മൂവിങ് ആണ്. നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, സോഫ്റ്റ് അയൺ കോർ കൊണ്ട് വെക്കുക, യു വിൽ ഗെറ്റ് ബെറ്റർ ഡിഫ്ലക്ഷൻ, മോർ ഡിഫ്ലക്ഷൻ. അടുത്ത ചോദ്യം, ഗരിമ സൈനി perform blah 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 blah. She has drawn magnetic field lines blah 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 blah. Select the figure that represent correct patterns of magnetic field lines. ഇത് correct ആണോ? No. Why? Because magnetic field lines intersect ചെയ്തു. Why cannot magnetic field lines intersect? Because when magnetic field lines intersect at a point, that means that when a magnetic compass is kept at that point, the magnetic needle and the needle of the compass will point towards 2 directions, which is not really possible. Okay, so this is wrong, this is correct. No intersection. Super. Also, name the poles of the magnet facing each other. Okay, magnetic field ഇവിടുന്ന് പുറത്തേക്ക് പോവാണ്, emerging, so north pole. Magnetic field പുറത്തേക്ക് പോവാണ്, north pole. Okay, close. കഴിഞ്ഞു. 2 പോയിന്റ്സ് ഞാൻ സ്വന്തമായിട്ട് വെച്ചിട്ടുണ്ടാക്കാം. A, B. Where will the magnetic field lines be stronger? അഥവാ where will the magnetic field will be stronger? Where will the magnetic field be stronger? പറ. Where will the magnetic field be stronger? Where the magnetic fields are closer together. Closer together here.
The magnetic fields are more close together here. That means magnetic field will be stronger at B. Close. Last question of this chapter. Oh, and last question of our class. And last question of my class forever. Alla nalathe ingodu kayinal forever. For at least till you graduate from your 10th standard. Ningal 10th standard ninnu graduate ചെയ്യുന്ന വരെ this will be my tomorrow will be my last class. Okay? അതിനുശേഷം നമുക്ക് +1 ൽ കാണാം. അടിപൊളിയായിട്ട് പഠിക്കണം. ആദ്യം മുതൽ ഫിസിക്സ് പഠിക്കണം. +1 ലും +2 ലും നീറ്റ്ലി ജോയിൻ ചെയ്ത നീറ്റ്ലി. Okay? Anyway, last question. Identify the poles of magnet in the given figure. പറ. Magnetic field lines പുറത്തേക്ക് പോകുന്നു north pole. Magnetic field lines അടുത്തേക്ക് വരുന്നു south pole. Close. ഇവിടെ magnetic field lines പുറത്തേക്ക് പോകുന്നു north pole. Magnetic field lines അകത്തേക്ക് വരുന്നു south pole. Close. കഴിഞ്ഞു ക്ലാസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എത്രയോ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ more than 50 questions is what we have completed for tomorrow's exam. That is more than enough. 2 hours ൽ നമ്മൾ more than 50 questions ചെയ്തു. നാളത്തെ പരീക്ഷയിൽ വരാമെന്നുള്ള അതേ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് ആണ്, കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതായത് നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ ഇനി A1 വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ചീത്ത പറയാൻ പറ്റില്ല, പക്ഷെ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്, എൻ്റെ മിസ്റ്റേക്ക് അല്ല. ബിക്കോസ് എല്ലാം പഠിപ്പിക്കേണ്ട ഞാൻ പഠിപ്പിച്ചു. ഇന്നലെ മാത്രമല്ല, മിനിയാന്ന് മാത്രമല്ല, ഇന്ന് മാത്രമല്ല, ഏതാണ്ട് 2-3 മാസമായി പഠിക്കാൻ തുടങ്ങി. നിങ്ങളിൽ പലരും 2-3 മാസമായിട്ട് കാണുന്നുണ്ടാവും, ചിലവര് കഴിഞ്ഞ ദിവസങ്ങളിലായിരിക്കും കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ഇന്നത്തെ റിവിഷൻ ക്ലാസ്സും ഇന്നലത്തെ ക്ലാസ്സും മിനിയാന്നത്തെ ക്ലാസ്സും ആ 3 ക്ലാസ്സുമായിട്ട് കൃത്യമായിട്ടിരുന്ന് പഠിച്ച എല്ലാവർക്കും 100% A1 കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. നിങ്ങളെല്ലാവരും ഇനി ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ പരീക്ഷ പോയി ഭംഗിയായിട്ട് എഴുതുക എന്ന് മാത്രമാണ്. എങ്കിലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങൾക്ക് എന്താണ് വൺ ലാസ്റ്റ് ഒരു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററും കൂടി തരാൻ വേണ്ടിയിട്ട് നാളെ കൃത്യം 6:30 നിങ്ങൾ എന്താണ് യൂട്യൂബ് ചാനലിൽ വരിക. ഞാനും അർച്ചന മിസ്സും ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഓക്കെ, കിരൺ സാർ നാളെ ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഇറ്റ്സ് ഓക്കെ. കിരൺ സാറിന്റെ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നാളെ 6:30 ഒന്നും കൂടി വരും. ജസ്റ്റ് ഒരു റിവിഷൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൊന്നുമില്ല, ജസ്റ്റ് എന്താണ് ഓരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക. അല്ലെ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ രാവിലെ ആകുമ്പോൾ മറന്നു, അപ്പൊ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. അതും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണേലും A1 വാങ്ങും. ഓക്കെ, നിങ്ങൾ A1 വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ അറിയിക്കുക. ഓക്കെ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അറിയിക്കുക. എനിക്ക് എൻ്റെ ID-ന്റെ ഇത് ഓർമ്മയില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുക. ഓക്കെ, ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ അതിനുവേണ്ടി അക്കൗണ്ട് ഉണ്ടാക്കരുത്, അത് മണ്ടത്തരമാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ ID കിട്ടി. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ID അലൻ സാറിന്റെ ID ഒക്കെ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. എനിക്ക് എൻ്റെ ID ഞാൻ തരാം. എനിക്ക് അലൻ സാറിന് അത്രയും ഫോളോവേഴ്സ് ഒന്നുമില്ല, നിങ്ങൾ ഫോളോവേഴ്സ് ആക്കിത്താം. ഓക്കെ, 9111 ഇതിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യാം. എനിവേ, ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവർ എന്ത് ചെയ്യുക, കമന്റ്സിൽ എങ്ങനെ കൊടുക്കുക. നാളെ A1 നിങ്ങൾക്ക് എന്തായാലും കിട്ടും, 100% ഗ്യാരണ്ടി ആണ്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ലൈവിന്റെ താഴെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ ലൈവിന്റെ താഴെ ആയിരിക്കും ഞാൻ നോക്കാൻ പോകുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ് വിൽ ബി വെരി വാല്യുബിൾ ഫോർ മീ. ഇറ്റ് വിൽ ബി വെരി I will feel so much എന്താണ് endowed and satisfied once I see those comments. Okay, because see, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്നത് ശരിയല്ല, പക്ഷെ ഞാൻ പൊക്കി പറയും. ബിക്കോസ് നമ്മളെല്ലാവരും എക്സാമിന്റെ കംപ്ലീറ്റ് ടീംസ് ഇൻക്ലൂഡിങ് മീ നിങ്ങൾക്ക് വേണ്ടി കുറെ നാളായിട്ട് വർക്ക് ചെയ്യാണ് അല്ലേ. പ്രത്യേകിച്ച് എന്താണ് നമുക്ക് ഇതിന് നിങ്ങൾ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല, അതിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യായിരുന്നു. അപ്പം ബെനിഫിറ്റ് ഒന്നും ഇല്ല, പക്ഷെ ബെനിഫിറ്റ് ഉണ്ട്. എന്താണ് ബെനിഫിറ്റ്? നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ A1 കിട്ടി, സാർ ഉറപ്പിച്ചു, സാറിന്റെ ക്ലാസ് കൊണ്ടാണ് അല്ലെ, അർച്ചന മിസ്സിന്റെ ക്ലാസ് കൊണ്ട്, കിരൺ സാറിന്റെ ക്ലാസ് കൊണ്ട് A1 ഉറപ്പിച്ചു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ that means a lot, that would mean a lot to me and would mean a lot to us. Okay, so make sure that you let us know once you are sure that you will get A1. Okay, നിങ്ങൾക്ക് എന്തായാലും A1 കിട്ടും. You will be sure once you complete your exam, but let us know. Instagram അറിയിക്കുക, കമന്റ് സെക്ഷനിൽ അറിയിക്കുക. Let us know, അത്രേ ഉള്ളൂ. Okay, anyway, thank you so much. ഇനി നമ്മൾ എക്സാമിന് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എക്സാമിന്റെ ഇടയിൽ കാണില്ല, because this is my last class. അല്ലെ, at least tomorrow is technically my last class for you. അതിനുശേഷം നമ്മൾ +1 കാണാം. +1 എക്സാമിനർ കൂടെ അഗ്നി ബാസിലും പൃഥ്വി ബാസിലും ജോയിൻ ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കാണും. പിന്നെ നിങ്ങൾ എന്നെ കണ്ട് മടുത്ത് പോയിക്കോളും. ഓക്കെ, എന്റെ മുഖം കാണുമ്പോൾ അയ്യോ അലക്സ് സാറോ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം. പ്രോബ്ലി നാളെ രാവിലെ നിങ്ങൾ ജോയിൻ ചെയ്താൽ നാളെ രാവിലെ ലാസ്റ്റ് ടൈം. ബൈ, ടേക്ക് കെയർ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഓക്കെ, നിങ്ങളെ എനിക്ക് മനസ്സിലാവില്ല, ബിക്കോസ് നിങ്ങളുടെ മുഖം എനിക്കറിയില്ലല്ലോ, പേര് മാത്രമേ അറിയുള്ളൂ. അപ്പൊ എനിക്ക് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഹായ് ഒക്കെ പറയാം. ഓക്കെ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ഹായ് ഒക്കെ പറയാം, സാർ പഠിപ്പിച്ചു എന്നൊക്കെ പറയാം, അത്രേ ഉള്ളൂ. ദാറ്റ് വിൽ മീൻ എ ലോട്ട് ടു മീ, അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച്.
and all the best, wish you all the best. Anyway നമ്മൾ രാവിലെ കാണും, അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ അപ്പൊ പറയാം. Okay, all the best, എല്ലാ കാര്യങ്ങളും കൺഗ്രാജുലേഷൻസ്. എന്നാ പരീക്ഷ ഉണ്ടല്ലേ ഓൾറെഡി പറയും, ബിക്കോസ് A1 ഓർപ്പിച്ചു നമ്മളല്ലേ. ഓക്കെ, അപ്പൊ നാളെ പറയാം. ടെലിഗ്രാമിൽ നോട്ട് അപ്ലോഡ് ചെയ്യും, നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തൊരു ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അത് ജോയിൻ ചെയ്യുക. ആപ്പിലേക്ക് പോകണ്ട, ബിക്കോസ് ആപ്പ് നിങ്ങളുടെ സീനിയേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിടലും പറഞ്ഞു കേട്ടോ. ഓക്കെ, എനിവേ ആപ്പിൽ ഉണ്ടാവില്ല നോട്ട്സ്, ടെലിഗ്രാമിൽ ഉണ്ടാവും, ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ജസ്റ്റ് ജോയിൻ ദർ, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ടെലിഗ്രാം ഇസ് കംപ്ലീറ്റ്ലി ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി പ്രൈവറ്റ്. നിങ്ങളെ നമ്പർ ആർക്കും കിട്ടാനോ പോകുന്നില്ല, ഞങ്ങൾക്ക് പോലും കിട്ടില്ല. അപ്പോൾ ഡോണ്ട് വറി, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. വാട്സ്ആപ്പ് പോലെയല്ല, അപ്പോൾ അങ്ങനത്തെ നമ്പർ പോവോ എന്നുള്ള വിഷയമൊന്നുമില്ല, നമ്പർ ആർക്കും കാണാൻ പറ്റില്ല. ഓക്കെ, സോ എനിവേ ഓൾ ദി ബെസ്റ്റ് ഫോർ ടുമോറോ. നമ്മൾ നാളെ 6:30 കാണും. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കുറെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, നമ്മൾ 6:30 കാണും. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം ചേട്ടോ. പിന്നെ എന്താ സീരീസ് പാരലൽ ഒക്കെ എന്താണ് ഇന്നത്തെ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്, എല്ലാ പ്രോബ്ലംസും എല്ലാ ഡെറിവേഷൻസും എല്ലാം എടുത്തിട്ടുണ്ട്. ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ പറയാം ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ബൈ ബൈ.